Good morning. Good morning. കേൾക്കാമോ? സോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ മെട്രീസസ് ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. സോ മെട്രീസസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഡിറ്റർമിനൻസ്. ഓക്കെ, എന്താണ് ഡിറ്റർമിനൻറ്റ്? ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ദാറ്റ് മീൻസ് നമ്മൾ എന്തിനാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത്? ഒരു സ്ക്വയർ മെട്രിക്സിനാണ്. ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എ square matrix is a number which associated with the square matrix. This number may be positive, negative or zero and is denoted by നമ്മൾ determinant of A. ഒരു A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡിനോട്ടഡ് ബൈ, ഒന്നുകിൽ ഇതിനെ ഇങ്ങനെ എഴുതും, അല്ലെങ്കിൽ ഓർ ഡിറ്റർമിനൻറ്റ് ഓഫ് എ, അല്ലെങ്കിൽ ഓർ ഡെൽറ്റ എന്നും ഡിനോട്ട് ചെയ്യും. ഓക്കെ, ദ മെട്രിസസ് വിച്ച് ആർ നോട്ട് സ്ക്വയർ ഡു നോട്ട് ഹാവ് ഡിറ്റർമിനൻസ്. സോ സ്ക്വയർ മെട്രിക്സിന് അല്ലാത്ത മെട്രിക്സിന്, നോർമൽ മെട്രിക്സിന് എന്താണ് ഡിറ്റർമിനൻസ് ഉണ്ടാകില്ല. ഒരു സ്ക്വയർ മെട്രിക്സിനാണ് നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യുക? ഒരു പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിറ്റർമിനൻറ്റ് ഓഫ് ദാറ്റ് സ്ക്വയർ മെട്രിക്സ്. സോ നമുക്കൊരു 2x2 മെട്രിക്സ് എടുക്കാം. നമുക്കൊന്ന് രണ്ട് മെട്രിക്സിന് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം. സോ എ ഈക്വൽ ടു എ ബി സി ഡി. എ ഈക്വൽ ടു എ ബി സി ഡി എന്ന് പറയുന്ന ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, 2x2 സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് വരുന്നത് രണ്ട്, എ ഇൻറ്റു ഡി മൈനസ് ഇത് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ബി ഇൻറ്റു സി, എ ഡി മൈനസ് ബി സി, എ ഡി മൈനസ് ബി സി. സോ ഡിറ്റർമിനൻറ്റ് ഒരു സ്ക്വയർ മെട്രിക്സിനെ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ വിച്ച് അസോസിയേറ്റ് വിത്ത് ദാറ്റ് മെട്രിക്സ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമാണ് നമുക്കൊരു ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക. സോ ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, 2x2 സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിലുള്ള പ്രോഡക്റ്റ് മൈനസ് ഇത് തമ്മിലുള്ള പ്രോഡക്റ്റ്. ഓക്കെ, നമുക്കൊരു 3x3 മെട്രിക്സിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് മാക്സിമം 2x2 അല്ലെങ്കിൽ 3x3 ഒക്കെയാണ് നമുക്ക് നോർമലി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളത് രണ്ടെണ്ണം ഡിസ്കസ് ചെയ്യുന്നത്. എ ഈക്വൽ ടു മെട്രിക്സ് എ ബി സി എക്സ് വൈ ഇസഡ് എം എൻ ആർ എന്ന് വിചാരിക്കാം. എ ബി സി എക്സ് വൈ ഇസഡ് ദെൻ എം എൻ ആർ. ദെൻ ഇതിൻ്റെ ഈ ഒരു സ്ക്വയർ മെട്രിക്സ് ഒരു 3x3 സ്ക്വയർ മെട്രിക്സ്, 3x3 സ്ക്വയർ മെട്രിക്സ്. ദെൻ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ ഇസ് ഈക്വൽ ടു ഫസ്റ്റ്
എ ഇൻറ്റു ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്. സോ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഒഴിവാക്കിയിട്ട് ഒരു 2x2 മെട്രിക്സ് വരും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കും. ദാറ്റ് മീൻസ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് y z n r. ദെൻ അതായത് ചെയ്തതാണ് എ ഇൻറ്റു എ വരുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് വരുന്ന ഒരു സ്ക്വയർ മെട്രിക്സ്. അതിനകത്ത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ദെൻ മൈനസ്, ശ്രദ്ധിക്കണം, മൈനസ് ബി ഇൻറ്റു ദെൻ ബി വരുന്ന റോയും കോളം ഏതാണ്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ദാറ്റ് മീൻസ് എക്സ് ഇസഡ് എം ആർ ആണ് മിച്ചം വരുന്നത്. അത് കണ്ടുപിടിക്കാം. എക്സ് ഇസഡ് എം ആർ പ്ലസ് സി ഇൻറ്റു ഫസ്റ്റ് റോ ലാസ്റ്റ് കോളം ഒഴിവാക്കിയാൽ എക്സ് വൈ എം എൻ, എക്സ് വൈ എം എൻ, എക്സ് വൈ എം എൻ, എക്സ് വൈ എം എൻ. സോ ദാറ്റ് മീൻസ് ടു ബൈ ടു നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എ ഇൻറ്റു വൈ ആർ മൈനസ് എൻ ഇസഡ്, എ ഇൻറ്റു വൈ ആർ മൈനസ് എൻ ഇസഡ് മൈനസ് ബി ഇൻറ്റു എക്സ് ആർ മൈനസ് എം ഇസഡ് പ്ലസ് സി ഇൻറ്റു എക്സ് എൻ മൈനസ് എം വൈ, എക്സ് എൻ മൈനസ് എം വൈ, എക്സ് എൻ മൈനസ് എം വൈ. Clearly? Properties of determinants. First property, if all rows and columns of a determinant are interchanged, then the value of such determinant remains unchanged. So റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താൽ, എല്ലാ റോയും എല്ലാ കോളവും ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താണ് പറയുന്നത്? സോ അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ഓഫ് ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫസ്റ്റ് വൺ ഒരു എക്സാമ്പിളാണിത്. ഡിറ്റർമിനൻ്റ് ഓഫ് 1 2 3 3 2 1 2 3 1 എന്നായിരിക്കും. ജസ്റ്റ് ദെൻ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇതിൻ്റെ നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ എന്താണ്? 1 ഇൻറ്റു 2 മൈനസ് 3 ദെൻ മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 2 3 ഇൻറ്റു 9 മൈനസ് 4 എന്ന രീതിയിൽ വരും. ഇതിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താൽ, സോ ഈ റോയെ കോളമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതുക 1 2 3. ദെൻ സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതുക 2 2 second row 3 2 1 3 2 1. തേർഡ് റോ തേർഡ് കോളം എഴുതുക 2 3 1. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഡിറ്റർമിനൻസിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. എന്ത് ചെയ്യണം? റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താൽ, ഇതെല്ലാം നമുക്ക് എക്സാമിന് പ്രോപ്പർട്ടി ടെസ്റ്റ് ചെയ്യുന്നതാണ്. റോയും കോളംസും എല്ലാ റോസും എല്ലാ കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ ആ ഡിറ്റർമിൻ്റെ വാല്യൂ എന്തായിരിക്കും? അൺചേഞ്ച്. ദാറ്റ് മീൻസ് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ? Second, if any two rows or columns of a determinant are interchanged, then the value of such determinant becomes negative of itself. ഏതെങ്കിലും രണ്ട് റോയോ കോളമോ മാത്രം, മൊത്തമല്ല, മൊത്തം റോസും മൊത്തം കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും രണ്ട് റോയോ അല്ലെങ്കിൽ രണ്ട് കോളംസോ ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഓഫ് ദാറ്റ് ഒറിജിനൽ ഡിറ്റർമിനൻറ്റ്. സോ ഇവിടെ എടുക്കണം. ഡിറ്റർമിനൻറ്റ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എന്നായിരിക്കും. ഈക്വൽ ടു ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താണ്? ഡി ഇ എഫ് ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക, ബി സി എ ബി സി സെക്കൻഡ് റോ ആയിട്ട് എഴുതുക,
GHI. ഇവിടെ എന്താണ് ചെയ്തത്? രണ്ട് റോസ് ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താണോ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിനോട് ഈക്വൽ ആയിരിക്കും. സോ കംപ്ലീറ്റ് റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച്. ഏതെങ്കിലും രണ്ട് റോസോ രണ്ട് കോളംസോ ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താണ്? ഒറിജിനൽ വാല്യൂവിൻ്റെ നെഗറ്റീവ് വാല്യൂ ആകും പുതിയ ഡിറ്റർമിനൻ്റ് വാല്യൂ. ദാറ്റ് മീൻസ് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ ഡിറ്റർമിനൻറ്റിനെ നെഗറ്റീവ് കൊണ്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. Then next one, third one. If all the elements of two rows or columns of any determinant are identical, then the value of such determinant becomes 0. And the value of such determinant becomes 0. Okay. If all the elements of any two rows അല്ലെങ്കിൽ columns equal ആയിട്ട് വരികയാണെങ്കിൽ are identical, that means equal. ഒരു കേസ് എടുക്കുകയാണ്. എക്സാമ്പിൾ 1 2 3 1 2 3 4 5 6. ഓക്കെ, ഈ റോയും ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും എന്താണ്? ഐഡൻറ്റിക്കൽ ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ ആർ ഐഡൻറ്റിക്കൽ. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? എന്ത് വരും ആൻസർ? ഈ ഡിറ്റർമിൻ്റെ വാല്യൂ എന്താണ്? നമ്മൾ ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആയിരിക്കും. 0. ഓക്കെ, സോ 3 പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. കംപ്ലീറ്റ് റോയും കോളം ഇൻ്റർചേഞ്ച് ചെയ്താൽ ഒരു ചേഞ്ചും വരില്ല. ഏതെങ്കിലും ഒരു റോ രണ്ട് റോസോ അല്ലെങ്കിൽ രണ്ട് കോളംസോ മാത്രം ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഒറിജിനൽ വാല്യൂവിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂനോട് ഈക്വൽ ആയിരിക്കും. ദെൻ രണ്ട് റോസോ രണ്ട് കോളംസോ ഐഡൻറ്റിക്കൽ, രണ്ടും ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ ഡിറ്റർമിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ. If every element of any row or column of a determinant are multiplied by a constant k, then the value of new determinant is k times the value of original determinant. നോക്കാം. KA11, KA12, KA13. First row, first column ആണ് A11, A12 first row, second column A13 ഫസ്റ്റ് റോ തേർഡ് കോളം. അതിനെല്ലാണ്ട് എല്ലാ എലമെൻറ്റ്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. ഒരു റോയിലെ കംപ്ലീറ്റ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇമ്പാക്റ്റ് ആണ് ഇവിടെ വരുന്നത്. സെക്കൻഡ് റോ എലമെൻറ്റ് A12, A22, A23, ദെൻ A31, A32, A33. സോ ഇത് എന്തിനോട് ഈക്വൽ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ കെ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തിട്ട് ദെൻ ആ കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും. ദെൻ ദ വാല്യൂ ഓഫ് ന്യൂ ഡിറ്റർമിനൻറ്റ് ഈസ് കെ ടൈംസ് ദ വാല്യൂ ഓഫ് ഒറിജിനൽ ഡിറ്റർമിനൻറ്റ്. സോ കെ ഇൻറ്റു A11, A12, A13, A21, A22, A23, A31, A32, A33. സോ ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈ ഒരു റോയിൽ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഒറിജിനൽ മാട്രിക്സിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഇമ്പാക്റ്റിനോട് സെയിം ആയിരിക്കും. ദെൻ if all the elements of any two rows or columns of a determinant are proportional, identical അല്ല, proportional, then the value of such determinant becomes 0. എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ട് പ്രോപ്പർട്ടീസ് ചേർന്നിട്ടാണ് ആ ഒരു ആൻസറിലേക്ക് വരുന്നത്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ നോക്കാം. ഫസ്റ്റ് റോ A11, A12, A13. സെക്കൻഡ് റോ കിട്ടാണ്ട് ഫസ്റ്റ് റോ മൊത്തത്തിൽ ഓരോ കറസ്പോണ്ടിങ് എലമെൻസിനെ കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. കെ A11, കെ A12, കെ A13, സോറി 21, 22. അത് വരുന്നതിന് പകരം ഫസ്റ്റ് റോയിലെ ഓരോ എലമെൻറ്റിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇമ്പാക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആർ പ്രപ്പോർഷണൽ, ദാറ്റ് മീൻസ് ഫസ്റ്റ് റോയുടെ കെ ടൈംസ് ആണ് സെക്കൻഡ് റോ. ദെൻ A31, A32, A33. സോ ഇത് നമുക്ക് ഉണ്ടോ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഇനി എങ്ങനെ എഴുതാം? A11, A12, A13. ദെൻ സെക്കൻഡ് റോയിൽ നിന്ന് കെ പുറത്തെടുത്താൽ എന്ത് ചെയ്താൽ ടോട്ടൽ കിട്ടുന്ന
ഡിറ്റർമിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതോട് സെയിം ആയിരിക്കും തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടി പ്രകാരം. ഓക്കെ, ദെൻ A11, A12, A13, A31, A32, A33. സോ നോക്കി ഇവിടെ എന്ത് വരും പ്രത്യേകത, അതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടി പോലെ ആയില്ലേ, രണ്ട് റോസ് ഈക്വൽ ആയാൽ ഐഡൻറ്റിക്കൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ ഈക്വൽ ടു 0. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ആക്ച്വലി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. Then next one. If all the elements of any row or column of a determinant are 0, then the value of such determinant becomes 0. So ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് 0, 3, 2, 0, 4, 5, 0, 6, 7. നോക്കുകയാണെങ്കിൽ ഈ കോളത്തിലെ എല്ലാ എലമെൻറ്റ്സും എന്താണ്, 0 ആണ്. ദെയർഫോർ കംപ്ലീറ്റ് എലമെൻറ്റ് ഒരു റോയിലെയോ അല്ലെങ്കിൽ ഒരു കോളത്തിലെയോ എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ആ ഡിറ്റർമിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും ആണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി. ദെൻ നെക്സ്റ്റ് വൺ, if all the elements of any two rows or columns of a determinant are expressed as sum of two or more elements, then such a determinant can be expressed as sum of two or more determinants of the same order. Example വെച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. A, B, C, D plus E, F plus G, H plus I, then J, K, L. then എഴുതാം A, B, C, D, F, H, J, K, L plus as it is A, B, C, D plus E, L, E, G, I, then J, K, L. സെക്കൻഡ് റോ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഡി പ്ലസ് ഇ എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ ഡി മാത്രമുള്ള ഒരു ഡിറ്റർമിൻ്റ് ആയിട്ടും മറ്റേത് ഇ മാത്രമുള്ള ഡിറ്റർമിൻ്റ്, എഫ് പ്ലസ് ജിയും അതേപോലെ എഫും ജിയുമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ദെൻ എച്ച് പ്ലസ് ഐയും എന്ത് ചെയ്തു, എച്ചും ഐയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? The value of determinant remains unchanged if the elements of any two row or columns are added k times the corresponding elements of any other row or column of the determinant. So that means A, B, C, D, E, F, G, H, I ഒരു determinant. Then A, B, C as it is D, E, F രണ്ട് റോയും അതേപോലെ എടുത്തു. ദെൻ മൂന്നാമത്തെ റോയിൽ എന്ത് ചെയ്തു, വേറെ ഒരു റോയിലെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും നമുക്ക് എന്തായിരിക്കും, സെയിം വാല്യൂ തരും എന്നുള്ളതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഇവിടെ G പ്ലസ് എ കെ ഫസ്റ്റ് റോയിലെ, ദെൻ എച്ച് പ്ലസ് ബി കെ, ദെൻ ഐ പ്ലസ് സി കെ. സോ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, തേർഡ് റോയിലെ എന്ത് ചെയ്തു, ഫസ്റ്റ് റോയിലെ എലമെൻറ്റിനെ എല്ലാം കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു ആണ് പ്രോപ്പർട്ടി പറയുന്നത്. ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് റിമൈൻഡ് അൺചേഞ്ച്, ദാറ്റ് മീൻസ് ഈക്വൽ ആയിരിക്കും ഇഫ് ദ എലമെന്റ്സ് ഓഫ് എനി ടു റോ ഓർ കോളംസ് ആർ ആഡഡ് കെ ടൈംസ് ദെൻ ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് എനി ടു റോ ഓർ കോളം ഓഫ് ദ ഡിറ്റർമിനന്റ്. സോ അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും, വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, ദെൻ സോ ഇത്രയാണ് ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. സോ ഇനി നമുക്ക് ഇൻവേഴ്സ്, അഡ്ജോയിൻ്റ്, ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഓരോ പ്രോപ്പർട്ടിയിലേക്ക് വരാം. സോ മൈനർ, കോഫാക്ടർ, അത് വെച്ചിട്ടാണ് അഡ്ജോയിൻ്റ് ഓഫ് മെട്രിക്സ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻവേഴ്സ്. ദെൻ ക്രാമേഴ്സ് റൂള്, ദെൻ ഇൻവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ, ദെൻ റാങ്ക് ഓഫ് മെട്രിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് മേജർലി. ഓക്കെ, മൈനർ ആൻഡ് കോഫാക്ടർ ഓഫ് എ ഡിറ്റർമിനൻറ്റ്. Minor and cofactor of determinant. Minor and cofactor. Minor of the element of a determinant is the determinant of deleting. So നമ്മൾ ith റോ jth കോളം എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ കറസ്പോണ്ടിങ് റോയും കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്.
സോ ഇവിടെ നമുക്കൊരു മനസ്സിലാക്കണം, ഒരു മെട്രിക്സ് എടുക്കുകയാണ് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുക്കുകയാണ്. A1 A2 A3 B1 B2 B3 C1 C2 C3 3x3 മെട്രിക്സ് 3x3 മെട്രിക്സ്. ദെൻ നമുക്ക് ഫസ്റ്റ് മൈനർ കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ith റോ jth കോളം, M11 എന്ന് ഡിനോട്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ M11 എന്ന് കൊടുക്കുകയാണ്. M11. സോ ഇവിടെ ശ്രദ്ധിക്കുക, M11 കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഫണ്ട്? ഈ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഒഴിവാക്കിയിട്ട് മിച്ചമുള്ളത് ഇതാണ് B2 B3 C2 C3. സോ ഇതിൻ്റെ കണ്ടുപിടിച്ചാൽ നമുക്ക് എങ്ങനെ വരും? B2 C3 മൈനസ് B3 C2. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ M12 മൈനർ. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഒഴിവാക്കി B1 C3 B3 B1 C3 B3 C1. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ M13, അതായത് ഫസ്റ്റ് റോ തേർഡ് കോളം ഒഴിവാക്കുക. ഫസ്റ്റ് റോ തേർഡ് കോളം ഒഴിവാക്കിയാൽ B1 B2 C1 C2. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? B1 C2 മൈനസ് B2 C1. then അതേപോലെ M21 that means second row first column ഒഴിവാക്കി A2 C3 A3 C2 A2 C3 minus A3 C2. then M22 minor second row second column ഒഴിവാക്കുന്നു. second column A1 C3 A3 C1 A1 C3 minus A3 C1. then M23 second row third column ഒഴിവാക്കുക. second row third column ഒഴിവാക്കിയാൽ A1 C2 A2 C1 A1 C2 minus A2 C1. then M31 third row first column ഒഴിവാക്കി A2 B3 A3 B2 A2 B3 minus A3 B2 M32 third row second column ഒഴിവാക്കുക. third row second column A1 B3 A3 B1 A1 B3 minus A3 B1. then M33 third row third column ഒഴിവാക്കിയാൽ third column ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? A1 B2 A2 B1 A1 B2 minus A2 B1 A1 B2 minus A2 B1. then cofactor ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുകയാണ്. cofactor കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത് ഇതിനെ -1 into -1 raised to I plus j -1 raised to I plus j ഇവിടെ തന്നെ ചെയ്യാണ്. മൈനർ കണ്ടുപിടിച്ചു. then cofactor കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത് C11 cofactor മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് C11 കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത്
നമ്മൾ ഓൾറെഡി മൈനർ കണ്ടുപിടിച്ചിട്ടുണ്ട്. C11 കണ്ടുപിടിക്കാനാണ് ചെയ്യുന്നത്. -1 റേസ്ഡ് ടു I + j. ഇവിടെ I എത്രയാണ്? 1, j എത്രയാണ്? 1. ദാറ്റ് മീൻസ് എത്ര കിട്ടും? 1 + 1 ഇൻറ്റു M11. ദാറ്റ് മീൻസ് -1 റേസ്ഡ് ടു 2. ഒരു ചേഞ്ചും വരില്ല. എന്ത് തന്നെ കിട്ടും? C11 എന്ത് തന്നെ കിട്ടും? M11 തന്നെ കിട്ടും. നേരെ മറിച്ച് C12 ആണെങ്കിൽ -1 റേസ്ഡ് ടു 1 + 2 ഇൻറ്റു M12. ദാറ്റ് മീൻസ് എന്ത് വരും? -M12. -M12. നേരെ എന്ത് ചെയ്യും? സൈൻ ചേഞ്ച് ചെയ്യുക. ദാറ്റ് മീൻസ് മൈനർ കണ്ടുപിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്താൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറിലേക്ക് എത്താം. ദെൻ C13 ഈക്വൽ ടു -1 റേസ്ഡ് ടു 1 + 3 ഇൻറ്റു M13. സോ ദാറ്റ് മീൻസ് ഒരു ചേഞ്ചും വരത്തില്ല. ആസ് ഇറ്റ് ഈസ് M13 തന്നെ ആയിരിക്കും. മൈനറായിട്ട് കിട്ടിയ എന്താണോ അതേ വാല്യൂ തന്നെ ആയിരിക്കും. ദെൻ കോഫാക്ടർ C21 -1 റേസ്ഡ് ടു 2 + 1 M21. ദാറ്റ് മീൻസ് -M21. Then C22 -1 റേസ്ഡ് ടു 2 + 2 M22. ചേഞ്ച് ഒന്നും വരത്തില്ല. M22. Then C23 അതേപോലെ -1 റേസ്ഡ് ടു 2 + 3 മൈനസ് റേസ്ഡ് ടു ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? -M23. അതേപോലെ M31 -1 റേസ്ഡ് ടു 3 + 1 M31. ചേഞ്ച് വരില്ല. ബിക്കോസ് -1 റേസ്ഡ് ടു 4 ആണ് വരുന്നത്. M31. Then M32 -1 റേസ്ഡ് ടു 3 + 2 M32 ആണ് -M32. Then C cofactor. Then C33 equal to -1 റേസ്ഡ് ടു 3 + 3 M33 -1 റേസ്ഡ് ടു 6 എന്താണ് എക്സാക്ട്ലി? മൈനസ് റേസ് ടു ഈവൺ നമ്പർ എന്ത് കിട്ടും? പ്ലസ് കിട്ടും. ദെർഫോർ ആൻസർ M33 തന്നെ. ഓക്കെ, സോ ഇതാണ് മൈനർ ആൻഡ് കോഫാക്ടർ. ദെൻ സോ മൈനർ കണ്ടുപിടിച്ചു, കോഫാക്ടർ കണ്ടുപിടിക്കുന്ന ഫോർമുല പറഞ്ഞു. മൈനർ കറസ്പോണ്ടിങ് റോയും കോളം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. കോഫാക്ടർ കണ്ടുപിടിക്കാൻ എന്താണ്? -1 റേസ് ടു I + j ദെൻ കറസ്പോണ്ടിങ് മൈനർ. സോ പവറിൽ -1 റേസ് ടു ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ മൈനറിനെ കിട്ടിയ വാല്യൂനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റേസ് ടു ഈവൺ നമ്പറാണ് വരുന്നതെങ്കിൽ എന്താണ്? ആസ് ഇറ്റ് ഈസ്, ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, ദെൻ സിംഗുലർ മാട്രിക്സ് ഒരുപാട് സ്ഥലത്ത് നമ്മൾ വരുന്നതാണ്. മാട്രിക്സ് എ തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എ ഈസ് എ സിംഗുലർ മാട്രിക്സ്. ദെൻ അതേപോലെ നോൺ സിംഗുലർ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഇതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാം? എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ്. ഓക്കെ, ദെൻ adjoint. Okay, so next one very important, adjoint of a matrix. So നമ്മൾ എന്ത് ചെയ്യും? adjoint of a matrix, എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്. adjoint of matrix A is equal to transpose of cofactor matrix. സോ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്പോസ്. എന്താണ് ട്രാൻസ്പോസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്തതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. Inverse of matrix denoted by A inverse equal to 1 divided by determinant of A into adjoint of A.
അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് 1/0, അതായത് സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ അതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. എന്ന് നമുക്ക് 1-2 കേസ് ഒന്ന് ചെയ്ത് നോക്കാം. ബിക്കോസ് ആ ഒരു സ്പീഡ് നമുക്ക് എക്സാമിന് ഗുണം ചെയ്യും. അതിനെ ബേസ് ചെയ്തുള്ള പ്രോപ്പർട്ടീസ് ബേസ്ഡ് ക്വസ്റ്റനാണ് നമുക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ്. ബട്ട് ചോദിച്ചാൽ ദെൻ ഇവിടെ നോക്കാം. ഒരു A equal ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ A equal to മെട്രിക്സ് 2 - 2 4 3 ഫൈൻഡ് A ഇൻവേഴ്സ്. സോ A ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? A ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്താണ്? A inverse is equal to 1 of A into adjoint of A. So first of all നമുക്ക് എന്തറിയണം? ഡിറ്റർമിനന്റ് ഓഫ് A അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തിലേക്ക് വരുന്നത്, ഇൻവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് എത്രയാണ് എന്നതിലേക്ക് നമ്മൾ വരുന്നത്. ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് A എന്ത് കിട്ടും നമുക്ക്? 2 into 3 minus of 4 into -2. That means 2 into 3 6 plus 8 equal to 14. 6 plus 8 is equal to 14. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? കോഫാക്ടർ മെട്രിക്സ് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിൻ്റ് കിട്ടും. ദെൻ ഇതുകൊണ്ട് 1/14 എടുത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് എത്തും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സോ കോഫാക്ടർ മെട്രിക്സ് മൈനർ കണ്ടുപിടിച്ച് നിൽക്കാതെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കേണ്ട ആദ്യം നമ്മൾ ഒന്ന് എഴുതുകയാണ്. C11 -1 raised to 1 + 1. പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഇല്ല. 1 + 1. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 3 കിട്ടും. ദെൻ C12 -1 raised to 1 + 2 into 4. That means -4. അടുത്തത് C21 -1 raised to 3 into -2. That means 2 കിട്ടും. Then C22 -1 raised to 4 into into 2 equal to 2. So that means നമുക്ക് കോഫാക്ടർ മെട്രിക്സ് എന്ന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? കോഫാക്ടർ മെട്രിക്സ് is equal to 3 -4 then 2 -2. ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ് ഓഫ് എ. അഡ്ജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്പോസ്. ദാറ്റ് മീൻസ് 3 റോയും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക. 3 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതുക, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതുമ്പോൾ 3 -4 then 2 -2. then adjoint of matrix ആണ്. A inverse means എത്രയാണ്? 1/14 into 1/14 into 3 2 -4 -2. ഇവിടെ നമുക്കൊരു ഇങ്ങനെ 2/2 മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്യാം. എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് ഇതായിരുന്നു. ഷോർട്ട് കട്ട് ട്രിക്ക് നമുക്ക് ഇത്രയും സ്റ്റെപ്പ് എഴുതി സമയം കളയരുത്. A equal to ഒറിജിനൽ മെട്രിക്സ് എന്തായിരുന്നു? A equal to 2 -2 4 3. സോ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ദാറ്റ് ഇംപ്ലൈസ് A ഇൻവേഴ്സ്
കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. വാല്യൂ എത്രയാണ്? 1/14 ആസ് ഇറ്റ് ഈസ് എഴുതുക. ദെൻ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ്. -2 -2 അല്ലേ? 2 അല്ലേ? ഡയഗണൽ എലമെൻറ്റ്സ്. പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് ചെയ്യുക? ഇൻ്റർചേഞ്ച് എഴുതുക. വരും 2 3 2 3 2 3. ദെൻ ഈ എലമെൻറ്റ്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക. സോ -2ൻ്റെത് എത്ര വരും? 2 വരും. -4ൻ്റെത് 4 വരും. 4ൻ്റെത് -4 വരും. ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 3 2. ഫസ്റ്റ് നോക്കാം. നേരെ ഇത് നേരെ ചേഞ്ച് ചെയ്യുക. 2 3 എന്നുള്ളത് 3 2 എന്ന് എടുക്കുക. ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക ഈ ഒരു കോളത്തിൻ്റെ. ദെൻ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1/determinant of a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒറ്റയടിക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. എക്സാക്ട്ലി ഇതായിരിക്കും. നമുക്ക് 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് കട്ട് ട്രിക്കിലൂടെ നിങ്ങൾ എക്സാമിന് ആൻസറിലെത്തുക. എന്താണ് ചെയ്യേണ്ടത്? പ്രിൻസിപ്പൽ ഡയഗണലിലെ എലമെൻറ്റ്സ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. 2/2 നേരെ ചേഞ്ച് ചെയ്യുക. ഇപ്പോഴുള്ള ഈ ഡയഗണൽ എലമെൻറ്റ്സിനെ എന്ത് ചെയ്യാം? നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യുക. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 1/determinant of a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/determinant of a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ അല്ലേ? അതെ, ഇതാണ് പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്. ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഈ വരുന്ന വാല്യൂസിനെ സൈൻ ചേഞ്ച് ചെയ്യുക. ആ 2 സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പം നമുക്ക് ഇത്രയും കോഫാക്ടർ മെട്രിക്സ്, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിൻ്റ് ഓഫ് മെട്രിക്സ്, ദെൻ അതിനെ ഡിറ്റർമിനൻ്റ് ഓഫ് എ കൊണ്ട് 1/determinant of a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊന്നും സമയം കളയരുത്. നേരെ ആൻസർ. സംടൈംസ് നമ്മൾ ഈ ഡിറ്റർമിൻ ഈ 1/14 അകത്തേക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3/14 2/14 അല്ലെങ്കിൽ 1/7 ആൻഡ് -2/7 1/7 എന്ന രീതിയിൽ വേണമെങ്കിൽ ആൻസർ എഴുതാം. വേറൊന്നുമില്ല. ഓരോ എലമെൻറ്റിനെയും 1/14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത. ഓക്കെ അല്ലേ? അല്ലേ? ശരി, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് റാങ്ക് ഓഫ് മെട്രിക്സ്. നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് 2 കാര്യങ്ങളാണ് മെയിൻലി. ഗ്രേഡ് രീതിയിൽ നമ്മൾ ഒന്ന് സോൾവ് ചെയ്യും. രണ്ടും എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്നതാണ്. നമ്മുടെ നിങ്ങളുടെ മെറ്റീരിയൽ പ്രകാരം റാങ്ക് ഓഫ് മെട്രിക്സ് പറഞ്ഞിരിക്കുന്ന ഇതാണ്. It is said that rank of matrix A is R if every minor of A of order R plus 1 is 0. Every minor of A of order R plus 1 is 0. There is at least one minor of A of order R which do not vanish. Then second scenario allengil it is said that the rank of a matrix A is R if every
square submatrix of order r plus 1 is singular. സിംഗുലർ ആകുന്ന എപ്പോഴാണ് ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ 0 ആകുന്ന കേസ്. ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ സ്ക്വയർ സബ് മാട്രിക്സ് ഓഫ് ഓർഡർ ആർ വിച്ച് ഈസ് നോൺ സിംഗുലർ. റാങ്ക് ഓഫ് എ മെട്രിക്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് സിമ്പിൾ ഒരു പി പോലത്തെ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ നമുക്ക് സംടൈംസ് നമുക്ക് പെട്ടെന്ന് ആൻസർ ഒന്നുകിൽ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ ഈ പറയുന്ന ഒരു തിയറി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കാം. റാങ്ക് ഓഫ്, ഇത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ പ്രകാരമുള്ളതാണ് ഈ പറഞ്ഞ പോയിന്റ്. അതെന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. റാങ്ക് ഓഫ് എ മെട്രിക്സ്, റാങ്ക് ഓഫ് എ matrix is the number of linearly independent or number of linearly independent column, number of linearly independent rows, or number of linearly independent columns. സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റോസിൻ്റെയോ കോളത്തിൻ്റെയോ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് എന്തിലേക്ക് എത്താം? നമുക്ക് റാങ്ക് ഓഫ് മെട്രിക്സ്. സീറോ മെട്രിക്സ് എല്ലാം എലമെൻറ്റ് 0 ആകുന്നതിൽ മാത്രമാണ് റാങ്ക് 0 ആകുന്നത്. ബാക്കി എല്ലാ മെട്രീസസിൻ്റെയും റാങ്ക് അതിന് മുകളിലായിരിക്കും. നമുക്കൊന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് പ്ലസ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. റാങ്ക് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാനില്ല. റാങ്ക് ഓഫ് എ മെട്രിക്സ് ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം. റാങ്ക് ഓഫ് എ മെട്രിക്സ്. റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇവിടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ. എ ഈസ് ഈക്വൽ ടു 1 2 3 2 3 4 0 2 2 0 2 2. Then 1 2 3 2 3 4 0 2 2. ഫസ്റ്റ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ പറയുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് എ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാണ്. ഫസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് പ്രകാരം അത് ചെയ്യുന്ന ഡിറ്റർമിനൻ്റ് ഓഫ് എ. സോ ദാറ്റ് മീൻസ് 1 into ഫസ്റ്റ് 1 into one two three 2 3 4 ക്വസ്റ്റ്യൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. 3 5 7 1 into so 3 into 7 21 minus 20 minus 2 into 14 minus 12 plus 3 into 14 minus 12 plus 3 into 10 minus 9 10 minus 9 10 minus 9 10 minus 9. So that means try to
1 into 21 minus 20, 1 minus 2 into 2 plus 3. So that means 1 minus 4 plus 3 equal to 0. So determinant of A. The rank of matrix A is said to be R if minor of A order R plus 1 is 0. There is at least one minor A of A order R which does not vanish. So that means നമുക്ക് ഇവിടെ എന്ത് കിട്ടി? A equal to determinant of A equal to 0. Therefore നമുക്ക് എന്ത് പറയാം? റാങ്ക് എന്തായിരിക്കും? റാങ്ക് ലെസ് ദാൻ 3 ആയിരിക്കും. റാങ്ക് ലെസ് ദാൻ 3. ദെൻ നമുക്കിത് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരു സബ് മെട്രിക്സ്, ഒരു 3/3 അല്ലേ, 3/3 മെട്രിക്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു സബ് മെട്രിക്സ് നോക്കാം. സബ് മെട്രിക്സ് ഏതെങ്കിലും ഒരു സബ് മെട്രിക്സ് എടുക്കാം. ഇതെടുക്കുക 3, 4, 5, 7. 3 into 7 21 minus 20 എന്ന് പറയുന്നത് എന്താണ്? വാനിഷ് ആകുന്നില്ല. മൈനറാണല്ലോ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ് മൈനറാണ്. മൈനർ M11 എന്ന് പറയുന്നത് എത്രയാണ്? 21 minus 20 equal to 1 ആണ്. വാനിഷ് ആകുന്നില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ? 3 താഴെ. ദാറ്റ് മീൻസ് റാങ്ക് എന്ത് കിട്ടും? റാങ്ക് ഓഫ് മെട്രിക്സ് A equal to 2. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ നോർമൽ പ്രൊസീജിയറാണ്. മോഡുലസ് ഓഫ് A 0 ആണെങ്കിൽ അതിൽ താഴെ റാങ്ക് വരത്തുള്ളൂ. മോഡുലസ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കത് റാങ്ക് ആയിട്ട് എടുക്കാവുന്ന ഒരു മെത്തേഡ്. ദെൻ നമ്മൾ സെക്കൻഡ് പറഞ്ഞത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് എത്രയാണ് നോക്കാം. 1, 2, 3. സെക്കൻഡ് റോ എടുത്താൽ നോക്കി, ഫസ്റ്റ് റോയുടെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്താൽ 1 ആഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു റോ എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. എന്തിനെ? റോ 1നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. Therefore നമുക്ക് എന്ത് പറയാം? അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 1, 2. ഇത് എന്താണ്? ഡിപ്പെൻഡൻറ്റ് റോ ആണ്. ബാക്കിയൊന്നും എന്തല്ല? ഡിപ്പെൻഡൻറ്റ് റോസ് അല്ല. ഇത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഉണ്ട്. എക്സാക്ട്ലി 2. അങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്താം. ക്ലിയർ ആണോ? റാങ്ക് ഓഫ് മെട്രിക്സ് നമുക്ക് ഒന്നുകിൽ ഡിപ്പെൻഡൻസി ക്രൈറ്റീരിയ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്യുന്ന നല്ലതാണ്. ഇവിടെ എന്താണ്? ഈ സെക്കൻഡ് റോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഫസ്റ്റ് റോയും തേർഡ് റോയും ആണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത്. ദെയർഫോർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റോസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് എത്രയാണ്? 2. അത് തന്നെയാണ് നമുക്ക് മോഡുലസ് ഓഫ് A അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് A കണ്ടുപിടിച്ചു, 0 കിട്ടി. ദെൻ ഒബ്വിയസ്ലി റാങ്ക് ലെസ് ദാൻ 3 ആയിരിക്കും. ഒരു മൈനറെങ്കിലും വാനിഷ് ചെയ്യുന്നില്ല എങ്കിൽ ഫസ്റ്റ് M11 എടുത്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടിയില്ല. നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെയർഫോർ നമുക്ക് റാങ്ക് എന്ത് പറയാം? റാങ്ക് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെട്രിക്സ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ദെൻ വേറൊരു ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? റാങ്ക് ഓഫ് മെട്രിക്സ് ക്ലിയർ ആണ് എല്ലാവർക്കും? ഒരു ക്വസ്റ്റ്യൻ കൂടി. B equal to matrix 1, 2, 3, 2, 3, 4, 0, 0, 0, 2, 2. ഓക്കെ അല്ലേ? റാങ്ക് കണ്ടുപിടിച്ചത്.
ദെൻ ഈ കേസിൽ നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1 ഇൻറ്റു 6 മൈനസ് 8, 1 ഇൻറ്റു 6 മൈനസ് 8 മൈനസ് 2 ഇൻറ്റു 4 മൈനസ് 0 പ്ലസ് 3 ഇൻറ്റു 4 മൈനസ് 0, 4 മൈനസ് 0. So that implies നമുക്ക് 1 ഇവിടെ എത്ര കിട്ടും? 2 മൈനസ് 2 മൈനസ് സെക്കൻഡ് റോ പ്ലസ് 12. മൈനസ് 2 മൈനസ് 8 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഈക്വൽ ടു 0. ഒരിക്കലും എന്താകത്തില്ല? 0 ആകത്തില്ല. സോ ഈ കേസിൽ നമുക്ക് റാങ്ക് 3 എന്ന് പറയാം. നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്കൊരു 1 2 3 3 4 എന്ന് പറയുന്ന ഇത് വന്നിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യണം. സോ ഇതിനായിട്ട് നമുക്കൊരു പ്രൊസീജിയർ യൂസ് ചെയ്യണം. സോ ഇതിനെ എക്കലൻ ഫോം എന്നൊക്കെയാണ് പറയുന്നത്. എക്കലൻ ഫോം ഓഫ് റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോമാറ്റ് എന്നാണ് പറയുന്നത്. സോ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മെട്രിക്സ് എടുക്കുകയാണ്. 1 2 3 2 3 4 0 2 2. ആയിട്ട് നമ്മൾ ഈ ഒരു ഇതിന് താഴെ വരുന്ന ഈ എലമെൻറ്റ്സ് 0 ആക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഫസ്റ്റ് ഈ ഒരു എലമെൻറ്റ് ഇത് 0 ആക്കാനായിട്ട്, സോ ദാറ്റ് ഇംപ്ലൈസ് ഫസ്റ്റ് റോ ചേഞ്ച് ഇല്ല 2 3. സോ ഇതിനെ നമുക്ക് എന്താണ്? ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് R2 മൈനസ് 2 ഇൻറ്റു R1 ആണ് നമുക്ക് 0 ആകുന്നത്. സോ ഇവിടെ 2 ഇൻറ്റു 2 0 കിട്ടും. ഇപ്പോൾ 3 മൈനസ് 4 മൈനസ് 1 കിട്ടും. 4 മൈനസ് 6 മൈനസ് 2 കിട്ടും. ഇവിടെ ആക്ച്വലി 0 തന്നെയാണ്. 2 ദെൻ ഈ എലമെൻറ്റിനെ നമുക്ക് 0 ആക്കണം. സോ അതിനായിട്ട് ഇതിൻ്റെ ബേസിസിലാണ് എടുക്കുന്നത്. R3 0 ആക്കാനായിട്ട് എക്കലൻ ഫോം എന്നാണ് ഈ ഒരു ഫോമാറ്റിനെ പറയുന്നത്. 1 2 3 0 മൈനസ് 1 മൈനസ് 2 ഇതാണ്. അതിനെ 0 ആക്കാനായിട്ട് ഇതിനെ നമ്മൾ ഈ ഒരു റോയുടെ ബേസിസിലാണ് ചെയ്യുന്നത്. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇത് എന്ത് കിട്ടും? എക്സാക്ട്ലി 0 0. ദെൻ 2 മൈനസ് 2 0 2 മൈനസ് 2. സോ മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്നിട്ട് 2 മൈനസ് 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. 2 മൈനസ് 4 മൈനസ് 2 എന്ന് കിട്ടും.
സോ ദാറ്റ് മീൻസ് നോക്കണം, മുഴുവനും 0 ആകാത്ത 3 റോസ് കിട്ടി, മുഴുവനും 0 ആകാത്ത 3 റോസ് കിട്ടി. ദെയർഫോർ റാങ്ക് ഈക്വൽ ടു 3. റാങ്ക് ഈക്വൽ ടു 3 ആണ്. റാങ്ക് ഈക്വൽ ടു 3. റാങ്ക് ഈസ് ഈക്വൽ ടു 3. ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്താ റാങ്ക് ആ ഒരു 3/3 ആണെങ്കിൽ അതിന് താഴെ ആയിരിക്കും 6 വരുന്ന റാങ്ക് വരുന്നത്. അത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ റാങ്ക് ഒരിക്കലും എന്തായിരിക്കില്ല, ആ 3/3 മെട്രിക്സിൻ്റെ ഓർഡർ ആയിരിക്കില്ല വരുന്നത്, അതിൽ താഴെ. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് തന്നെ ആയിരിക്കാം. നമുക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഈ ഒരു ഫോർമാറ്റാണ് എടുക്കുന്നത്. എന്താ ശ്രദ്ധിക്കുക, ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്, എക്കലൻ ഫോം എന്നൊക്കെ പറയും, എക്കലൻ ഫോം. അതിനുവേണ്ടി ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഈ എലമെൻറ്റ്സിനെ 0 ആക്കാണ്. ഇതിനെ രണ്ടിനെ 0 ആക്കുന്നത് ഫസ്റ്റ് റോയുടെ ബേസിസിലാണ്, ഇതിനെ 0 ആക്കുന്നത് സെക്കൻഡ് റോയുടെ ബേസിസിലായിരിക്കണം. നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്യാം. ബിക്കോസ് റാങ്ക് ഓഫ് മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും. റാങ്ക് ഓഫ് മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും എക്സാമിന്. നോക്കാം. ക്വസ്റ്റ്യൻ: rank of A equal to matrix 1 2 3 1 4 2 2 6 5 2 6 5. ഫസ്റ്റ് നമുക്ക് ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കാം. ഡിറ്റർമിനൻ്റ് is equal to 1 into 20 1 into 20 minus 12 minus 2 into 5 minus 4, then plus 3 into 6 minus 8. 8 minus 2 minus 6 equal to 0. Therefore, obviously, rank of A എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 ആയിരിക്കും. സോ ദാറ്റ് ഇംപ്ലൈസ്, ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്ത് ഏതെങ്കിലും ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെൻ്റ് ഒഴിവാക്കിയിട്ട് ഒരു മൈനർ എടുക്കുകയാണെങ്കിൽ 20 മൈനസ് 12 8 ആണ്. ദെർഫോർ ഒബ്വിയസ്ലി നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഇംപ്ലൈസ് റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2. റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2. റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2. സോ നമുക്കിത് ഇത്രയും മതി. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിൽ കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. ബിക്കോസ് നമുക്കത് അറിഞ്ഞിരിക്കണം മസ്റ്റായിട്ട്. സംടൈംസ് ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യനിൽ ഡൗട്ട് വന്നാൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നോക്കാം. 1 2 1 2 3, then 1 4 2 2 6 5. ഏതാണ് നോക്കാം. നമുക്ക് ഇതിൽ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 1 into, so this 4 into 5 6 into 2, 4 into 5 20, 6 into 2 12. Okay, then minus 2, ഇവിടെ 2 ആണ്. minus 2 into 1 into 5 2 into 2 അതാണ് 5 minus 4. then 3 into ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 1 into 6 6 2 into 4 8. ക്ലിയർ ആണോ? ഇതിൽ ചെയ്യുന്നത് ഈ എലമെൻറ്റ്സ് 0 ആക്കണം. ഫസ്റ്റ് ഈ 2 എലമെൻറ്റും 0 ആക്കണം. അത് റോ 1നെ ബേസ് ചെയ്താണ്. സോ നോക്കാം. സോ ദാറ്റ് ഇംപ്ലൈസ് ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല, 1 2 3. ദെൻ അത് 0 ആണെങ്കിൽ എക്സാക്ട്ലി R2 is equal to R2 minus R1 എടുത്താൽ മതി. സോ 0, then 2 4 minus 2
ഇതിൽ നിന്ന് 1 കുറച്ചാൽ മതി. 4 - 2 2 2 - 3 -1. ദെൻ ഇത് എടുക്കണമെങ്കിലോ ഇതുണ്ടോ 2 0 ആണെങ്കിൽ R1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യണം. സോ ഇവിടെ 0 വരും. 6 - 4 2 കിട്ടും. 5 - 6 -1 കിട്ടും. ഇതാണ് ഫസ്റ്റ് ട്രാൻസ്ഫോം ചെയ്ത മെട്രിക്സ്. ദെൻ നമുക്ക് ഏതും കൂടാണ് ഡയഗണൽ എലമെൻറ്റ്സിന് താഴെ വരുന്ന എലമെൻറ്റ്സ് ആണ് നമുക്ക് 0 ആകേണ്ടത്. നമുക്ക് എന്തുകൂടെ 0 ആക്കണം? ഈ 2 കൂടെ 0 ആക്കണം. 2 കൂടെ 0 ആക്കണം. എന്തിൻ്റെ ബേസിസിലാണ്? സെക്കൻഡ് റോയെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് റോ ചേഞ്ച് ഇല്ല, സെക്കൻഡ് റോ ചേഞ്ച് ഇല്ല, തേർഡ് റോ വരുമ്പോഴത്തേക്ക് ഇത് 0 ആണ്. ദെൻ തേർഡ് റോ മൈനസ് സെക്കൻഡ് റോ, ഇതിൻ്റെ ബേസിസിൽ തേർഡ് റോ മൈനസ് സെക്കൻഡ് റോ, 2 - 2 0 -1 -1 അതും 0 കിട്ടി. ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആയി. 0 മൊത്തം 0 വരാത്ത നമ്പർ ഓഫ് റോസിൻ്റെ എണ്ണമാണ് നമുക്ക് എന്ത് വരുന്ന മെട്രിക്സിൻ്റെ റാങ്ക്. നോക്കിയാൽ ഇവിടെ എക്സാക്ട്ലി 2 തന്നെ കിട്ടിയില്ലേ നമുക്ക്. ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ അതായത് അബ്സൊല്യൂട്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെക്കാട്ടിലും കുറവായിരിക്കും. ജസ്റ്റ് അതിന് താഴെ വരുന്ന ഒരു മൈനർ കണ്ടുപിടിച്ച് ഒരെണ്ണമെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ മൈനറും വാനിഷ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് വരാം. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? റാങ്ക് ഓഫ് മെട്രിക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. റാങ്ക് ഓഫ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു 2. ദെൻ 0 വരുന്ന ഒരു കേസൂടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബിക്കോസ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക റാങ്ക് ഓഫ് മെട്രിക്സിന്. റാങ്ക് ഓഫ് മെട്രിക്സ് Then next question, rank of -1 -2 -3 -2 4 -1 -1 to 7. നോക്കാം. -1 into 28 plus 2. -1 into 28 plus 2. Then +2 into -14 -1 plus -3 into -1 -2 3 ആണ്. -2 4 -1 -2 7 plus 3 into -4 plus 4. So that means ഇത് -30 വരും. Then ഇത് 2 into +2 into -50. That means -30 not equal to 0. So that means നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഒബ്വിയസ്ലി റാങ്ക് 3 ആകാനാണ് ചാൻസ്. നമുക്കൊന്ന് കൺഫേം ചെയ്യാം നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിലൂടെ. സോ ഇവിടെ നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്? ഈ 2 എലമെൻറ്റ്സ് 0 ആയിട്ട് ഇതിൻ്റെ ബേസിസിൽ. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും -1 -2 3. സോ ഒബ്വിയസ്ലി നമുക്ക് ഇതിൽ നിന്ന് തന്നെ
0 അല്ലാത്തതുകൊണ്ട് തന്നെ 3 ആകാനാണ് നമുക്ക് ചാൻസ് വരുന്നത്. ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കുക. ബിക്കോസ് ഏത് മെത്തേഡാണ് എക്സാമിന് സ്യൂട്ട് ആകുന്നതെന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ട് വേണം നിങ്ങൾ അവിടെ തീരുമാനിക്കാൻ. ബട്ട് നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ദെൻ സെക്കൻഡ് 0 ആണെങ്കിൽ ഫസ്റ്റിൽ നിന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൈനസ് അത് 0 വരണം, 4 -2 കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും 8, then -1 -6 -7. then ഇത് 0 ആക്കാനായിട്ട് ആഡ് ചെയ്താൽ മതി. 0 then -4 then ഈ ടേമിനെ നമുക്ക് 0 ആക്കണം കേട്ടോ. ഈ ഡയഗണൽ മെട്രിക്സ് ഡയഗണലിൻ്റെ താഴെ വരുന്ന എലമെൻറ്റ്സ് 0 ആക്കണം. ഈ 4നെ 0 ആക്കണം. ഈ 4നെ 0 ആക്കണം എന്തിൻ്റെ ബേസിസിൽ? ഈ സെക്കൻഡ് റോയുടെ ബേസിസിൽ. സോ ദാറ്റ് ഇംപ്ലൈസ് ചെയ്യുമ്പോഴത്തേക്ക് -1 -2 3 0 8 -7 then 4നെ 0 ആക്കാനായിട്ട് 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ 2 മൈനസ് എടുത്ത് R2 ഇൻറ്റു R3 മൈനസ് R2 എടുത്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് വരാം 0. then 4 into 2 ഇതിനെ 2 4 മൈനസ് 8 ഇതിനെ 2 into 4 8 മൈനസ് 8 15. So that means മുഴുവൻ 0 ആകുന്ന ഒരു റോയോ കോളമോ ഇല്ല. therefore നമ്മുടെ ആൻസർ 30 റാങ്ക് ഓഫ് മെട്രിക്സ് ഈക്വൽ ടു 3. റാങ്ക് ഓഫ് മെട്രിക്സ് ഈക്വൽ ടു 3. രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് തന്നെ റാങ്ക് വരാനാണ് ചാൻസ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 വരുന്ന സെനാരിയോയിൽ നമുക്കതിന് കിട്ടും. ഈക്വൽ ടു 0 വരുമ്പോൾ നമുക്ക് തൊട്ട് താഴെ നമുക്ക് എന്താണ് ഒരു മെട്രിക്സ് എടുക്കുക. 2/2 3/3 ആണെങ്കിൽ 2/2 മെട്രിക്സ് എടുക്കുക. അതിൽ ഒരു മൈനറെങ്കിലും ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും റാങ്ക്. അല്ലെങ്കിൽ നമ്മുടെ നോർമലി ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് റാങ്കിൽ വരുന്നത്. ഇനി നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണുള്ളത് ഇക്വേഷൻസ് കണ്ടുപിടിക്കാനായിട്ട്. ലീനിയർ ഇക്വേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് മെത്തേഡ്സ്, ക്രാമേഴ്സ് റൂളും രണ്ടിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. ക്രാമേഴ്സ് മെത്തേഡും ഉണ്ട്, ഇൻവേഴ്സ് മെത്തേഡും ഉണ്ട്. ക്രാമേഴ്സ് റൂളും ഉണ്ട്, ഇൻവേഴ്സ് റൂളും ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഈ തിയറി നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് യൂസിങ് Cramer's rule. Solve using Cramer's rule. Cramer's rule use ചെയ്ത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x plus y minus z equal to 1, x plus 2y plus z equal to 8,
3x minus y minus z equal to minus 2. Okay. So ഇനി നമുക്ക് Cramer's rule ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. a1x plus b1y plus c1z equal to d1. Then a2x plus b2y plus c2z equal to d2. a3x plus b3y plus c3z equal to d3 എന്ന രീതിയിൽ എഴുതുക. Then first determinant of a കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ എടുക്കുന്നത് a1 determinant of a1 b1 c1 a2 b2 c2 a3 b3 c3 എന്നത് പ്രൊസീജിയർ ആണ്. ഫസ്റ്റ് a1 a2 a1 b1 c1 a2 b2 c2 a3 b3 c3 കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് എടുത്ത് എഴുതുക. 2 1 minus 1 1 2 2 3 minus 1 minus 1. So determinant of a കണ്ടുപിടിക്കുക. 2 into minus 2 ഇവിടെ 2 1 2 1 അല്ലേ. So 2 into minus 2 plus 1 minus 1 into minus 1 minus 3 minus 1 into minus 1 minus 6. That means minus 2 plus 4 plus 7 equal to 9. So modulus of a 9 കിട്ടി. ഇവിടെ തിയറി പ്രകാരം നമുക്ക് എക്സ് വൈ സെഡ് നമ്മൾ സോൾവ് ചെയ്യണം. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഡെൽറ്റ അല്ലെങ്കിൽ എ ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസിൻ്റെ കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്ത് എ കണ്ടുപിടിച്ചു. ഇനി ഇതിനെ നമുക്ക് ഡെൽറ്റ എന്ന് വിളിക്കാം. ഡെൽറ്റ അല്ലെങ്കിൽ മോളസ് ഓഫ് എ. ഇനി അടുത്ത് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാം. ഡെൽറ്റ എക്സ്. സോ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കോളത്തിലെ a1 a2 a3 എന്നുള്ളതിന് പകരം എന്താണ് നമ്മൾ നേരത്തെ എടുത്ത ഫോർമാറ്റിലെ d1 d2 d3 കൊണ്ട് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. ഓക്കെ. സോ ഇതവിടെ സോൾവ് ചെയ്യുക. ബിക്കോസ് നമുക്ക് ഈ ഒരു ഇതൊന്ന് സ്പീഡാക്കി എടുക്കണം. നമുക്ക് ഇതുകൊണ്ട് മൾട്ടി വന്നു വെച്ചാൽ ഈ സ്റ്റെപ്പ് എഴുതി സമയം കളയായിരുന്നു. നമുക്ക് എക്സാമിന് അത്രയും ടൈം കിട്ടില്ല. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇതേപോലെ പ്ലസും മൈനസും മൾട്ടിപ്ലൈ അറിയാമെങ്കിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് വരാം. ദെൻ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഈ a1 a2 a3ക്ക് പകരം d1 d2 d3 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അതായത് ഇവിടെ 1 8 -2 കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. സോ ഡെൽറ്റ എക്സ് ഇങ്ങനെ എഴുതാം. 1 8 കോളം 1 8 -2. ബാക്കിയൊന്നും ചേഞ്ച് ഇല്ല. 1 2 -1 1 2 -1 അടുത്ത് എത്രയാണ്, -1 1 -1. നേരെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഈക്വൽ ടു 1 ഇൻറ്റു ചെയ്യുന്ന വേറെ ഒന്നും ചെയ്യുന്നില്ല. 1 ഇൻറ്റു ഇത് തമ്മിൽ -2 + 1 1 ഇൻറ്റു -2 + 1. ദെൻ അടുത്തത് ഇവിടെ -1 ഇൻറ്റു 8 ഇൻറ്റു -1. ദെൻ ഇതിൻ്റെ മൈനസ് പ്ലസ് ആവും. -1 ഇൻറ്റു -8 + 2. ദെൻ തേർഡ് വൺ ആസ് ഇറ്റ് ഈസ്, സൈൻ ചേഞ്ച് ചെയ്യേണ്ട. -1 ഇൻറ്റു -1 ഇത് ചേഞ്ച് കഴിഞ്ഞാൽ 8 ഇൻറ്റു -1 + 4. -8 + 4 -8 + 4 -8 + 4.
So that implies 1 into minus 1 വരും. Then minus 8 plus 12. Minus 6 പുറത്ത് minus ആകുമ്പോൾ plus 6. Minus 8 plus 4 minus 4 plus. So that means 39. So delta x കണ്ടുപിടിച്ചു 9 തന്നെ കിട്ടി. ഇനി അടുത്തത് ഡെൽറ്റ y കണ്ടുപിടിക്കും. എന്തുവാണ്? സെക്കൻഡ് കോളം എലമെൻറ്റ്സ് മാറ്റിയിട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കും? ഈ പറയുന്ന D1 D2 D3 ഇട്ട് കൊടുക്കും. ഡെൽറ്റ y ഫസ്റ്റ് കോളവും തേർഡ് കോളവും ചേഞ്ച് ഇല്ല. 1 2 1 3. ദെൻ സെക്കൻഡ് കോളത്തിന് പകരം 1 8 -2, അതായത് ഡിയുടെ വാല്യൂ ഇട്ട് കൊടുത്തു. തേർഡ് കോളത്തിന് ഒരു ചേഞ്ച് ഇല്ല. -1 1 -1. നേരെ എന്ത് കണ്ടുപിടിക്കുക? 2 into -8 plus 2. Then -1 into -1 -3. Then again -1 into -2 -24. ഒന്നും ചെയ്തിട്ടില്ല. 2 into ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനടുത്തത് സെക്കൻഡ് ടൈമിന് മൈനസ് കൊടുക്കണം. 1 into -1 -3 into 1 ചെയ്തു വരുമ്പോൾ എന്തൊരു ആൻസർ? -12 plus 4 plus 26. So 26 plus 4 30 minus 12 18. So delta y at 18. Delta y is equal to 18. So in delta z കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തേർഡ് കോളം എലമെൻറ്റ്സ് എന്ത് ചെയ്യുക? D1 D2 D3 കൊണ്ട് ചേഞ്ച് ചെയ്യുക. തേർഡ് കോളം, അതായത് തേർഡ് 1 8 -2. ഫസ്റ്റ് 1 ചേഞ്ച് ഇല്ല. 2 1 3. സെക്കൻഡ് 1 ചേഞ്ച് ഇല്ല. 1 2 -1. എഗെയിൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഡെൽറ്റ ഇസഡ്, എക്സ് വൈ ഇസഡ്. സോ ഡെൽറ്റ ഇസഡ് കണ്ടുപിടിക്കാനായിട്ട് എഗെയിൻ 2 into 4 -8. That means 4 plus 8. 2 into -4 plus 8. Then -1 into -1 -2 -24 plus 1 into -1 -6. So that implies 8 plus 26 7 minus 7. That means 27. So delta കിട്ടി. ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ചു, ഡെൽറ്റ വൈ കണ്ടുപിടിച്ചു, ഡെൽറ്റ ഇസഡ് കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഇത്രയാണ് ഡെൽറ്റ എക്സ് കിട്ടിയത്. നമുക്ക് 9 ആണ്. ഡെൽറ്റ കിട്ടിയത് 9 ആണ്. സോ 9/9 ഈക്വൽ ടു 1. വൈ കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ. 18/9 is equal to 2. Then z equal to delta z divided by z. 27 divided by 9 equal to 3. 27 divided by 9 is equal to 3. 27 divided by 9 is equal to 3. ഇതാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്? ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നത്. എക്സും വൈയും ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ ഇസഡ്. ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണിത്. ഡെൽറ്റ 0 ആണെങ്കിൽ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ ഇസഡ് ഈക്വൽ ആണെങ്കിൽ ഇക്വേഷൻ വിൽ ഹാവ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആൻഡ് ഇക്വേഷൻ വിൽ ബി ഡിപ്പെൻഡൻറ്റ്. Delta equal to 0 and at least any one of delta x, delta y is not equal to 0, then equation will have no solution. Equation നമുക്ക് എന്താ പറയാം? Inconsistent.
ഓക്കെ അല്ലേ? ഫോർമുലയാണ് ഓർത്തിരിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ ആസ് ഇറ്റ് ഈസ് തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസിൻ്റെ എല്ലാം കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്ത് ഡെൽറ്റ കണ്ടുപിടിച്ചു. ദെൻ എക്സ് വൈ ഇസഡ്, ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഡെൽറ്റ ഇസഡ് കണ്ടുപിടിക്കാൻ ഓരോ കോളത്തിലും ഫസ്റ്റ് കോളം D1 D2 D3 കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. ദെൻ ഡെൽറ്റ വൈ ഡെൽറ്റ ഇസഡ് കണ്ടുപിടിച്ചതിന് ശേഷം എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാൻ ഡെൽറ്റ എക്സ് ബൈ എക്സ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഡെൽറ്റ ഇസഡ് ബൈ ഡെൽറ്റ, അങ്ങനെ ആൻസറിലേക്ക് വന്നു. ദെൻ ഒരു ക്വസ്റ്റ്യൻ വേറൊരു മെട്രിക്സ് ഇൻവേർഷൻ മെത്തഡോടാണുള്ളത്. സോൾവ് യൂസിങ് മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ 2 മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. -1 ഏതിലാണത്? 1 × -8 + 4. ഡെൽറ്റ എക്സിലാണോ ഡെൽറ്റ വൈയിൽ ഏതിലാണത് പറഞ്ഞത്? ശരിയാ. ഡെൽറ്റ എക്സിൽ നോക്കാം. 1 × 2 × -1 -2 -1 × 1 -1 ആണ്. ദെൻ മൈനസ് ഓഫ് മൈനസ് ആണ് പ്ലസ് ആയത്. ദെൻ സെക്കൻഡ് വൺ ഇത് -1. സെക്കൻഡ് ടൈമിൽ നമ്മൾ സൈൻ ചേഞ്ച് ചെയ്യുന്നു. ദെൻ 8 × -1 -8 -2 × 1 -2 പിന്നെ ഒരു മൈനസ് ഇടാകുമ്പോഴത്തേക്കും +2 കറക്റ്റ് ആണ്. -1 × ആസ് ഇറ്റ് ഈസ് 8 × -1 ആണ് -8 -2 8 × -1 -8 -2 × 2 4 ആണ് കിട്ടുന്നത്. മൈനസ് ഓഫ് മൈനസ് വരുമ്പോഴത്തേക്കും പ്ലസ്, അതായത് -8 × -2 × 2. സോ ദാറ്റ് മീൻസ് -8 + 4 ആണല്ലോ. -1 പുറത്ത് വരുമ്പോഴത്തേക്കും എന്താണ് ഇത് -4 കിട്ടും. ഈ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് +4 ആയിരിക്കുന്നത്. ഓക്കെ ആണോ? നമ്മൾ ഇനി മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് എടുക്കുകയാണ്. മെട്രിക്സ് ഇൻവേഴ്സ് നമുക്ക് മെത്തേഡ്സ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പ്രോപ്പർട്ടീസും പ്ലസ് റാങ്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ാണ് x + y + z = 6, x - y + z = 2, 2x + y - z = 1. നമ്മളിനിയും മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡിലേക്ക് വരും. മറ്റേതാണ് ഡെൽറ്റ എ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഡെൽറ്റ ഇസഡ് കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്തിട്ടായിരുന്നു ആൻസറിലേക്ക് വരുന്നത്. ബട്ട് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ് മെത്തേഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഇതിനെ നമ്മൾ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് 1 1 1 1 -1 1 2 1 -1 ഇൻറ്റു ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇൻറ്റു എക്സ് വൈ ഇസഡ് ഇതൊരു 3/1 മെട്രിക്സ് ആണ്. ഈസ് ഈക്വൽ ടു നോക്കുക 6 2 1 ഒരു 3/1 മെട്രിക്സ് ആണ്. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ നമ്പർ ഓഫ് ഫസ്റ്റ് മെട്രിക്സ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു
സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് ആണ്. അത് രണ്ട് ക്യാൻസൽ ആയിട്ട് എക്സാക്ട്ലി 3/1 മെട്രിക്സ് ആണ്. ഇനി നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? ഫസ്റ്റ് AX = B എന്ന് എഴുതി. ഇപ്പോൾ മെട്രിക്സ് ഇൻവേർഷൻ മെത്തഡിൽ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഡെൽറ്റ എ കണ്ടുപിടിക്കാം. അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമാണ് 1 1 1 1 -1 1 2 1 -1. So that implies 1 into 1 into 1 minus 1 1 minus 1, then minus 1 into minus 1 into minus 1 minus 2 plus 1 into 1 plus 2. That means 0 minus 3 into minus 1 plus 3 plus 3 equal to 6 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. Then therefore നമുക്ക് എങ്ങനെ എഴുതാം? X is equal to A inverse into B. A inverse into B. X is equal to A inverse into B. A inverse into B. So first നമുക്ക് എന്ത് ചെയ്യണം? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്താണ്? 1 divided by determinant of A into adjoint of A. So transpose മെട്രിക്സിൻ്റെ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് നമുക്ക് എന്ത് വരുന്നത്? അഡ്ജോയിൻ്റ് ഓഫ് എ വരുന്നത്. സോ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് C11 minus 1 raised to 1 plus 1 into 1 minus 1 1 minus 1, അത് 30 0 വന്നു. then C12 minus 1 raised to 1 plus 2 C12 minus 1 minus 1 minus 2. So പുറത്തൊരു മൈനസ് ഉണ്ട്, therefore 33 കിട്ടി. then cofactor matrix കണ്ടുപിടിക്കേണ്ട 1 1 3. obviously സൈൻ ചേഞ്ച് വരത്തില്ല. 1 3 ഫസ്റ്റ് റോ തേർഡ് കോളം വഴിയേക്കാൾ 1 പ്ലസ് 1 അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 പ്ലസ് 2 അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് അല്ലേ, മൈനസ് 1 raised to 4 ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര കിട്ടും? 1 3 ഓൾസോ 3. then C21 C22 C23 C31 C32 C33 C21 minus 1 raised to 3 into C21. okay, second row first column 1 minus 1 minus 1 minus 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 1 minus 1, that means minus 2, then 2 C21 2 കിട്ടി. then minus 1 raised to 4 sign change ഇല്ല. second row second column minus 1 minus 2 minus 3, then minus 1 raised to 5 second row third column ഒഴിവാക്കിയാൽ 1 minus 2 1 എന്ന് വരും. One minus 2, that means minus 1 into minus 1 1. then C31 minus 1 raised to 4 third row first column 1 plus 1
1 plus 1. That means C31 2. Then C32 minus 1 raised to 5. That means കിട്ടുന്നതിൻ്റെ സൈൻ മാറ്റണം. തേർഡ് റോ സെക്കൻഡ് കോളം 1 minus 1 0 വരും. സൈൻ നോക്കുന്ന കാര്യമില്ല, 0 ആണ്. minus 1 raised to 6. തേർഡ് റോ തേർഡ് കോളം minus 1 minus 1 minus 1 minus 1. minus 2 minus 2. Okay, get your answer. minus 2. Then നോക്കാം cofactor matrix അതിൻ്റെ ട്രാൻസ്പോസ് ആണ് adjoint of A. സോ adjoint of A നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റോ ആയിട്ട് ഇത് ഇങ്ങനെ സോ റോ ആയിട്ട് എഴുതിയിട്ട് തിരിച്ചെടുക്കുന്നതിന് പകരം നമുക്ക് നേരെ ഒറ്റയടിക്ക് എഴുതാം. അതായത് കോഫാക്ടർ മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ്, കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് adjoint ഓഫ് മെട്രിക്സ്, കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. സോ ദാറ്റ് മീൻസ് നമുക്ക് നേരെ ഈ C11 C21 C31 എന്നുള്ള റോ ആയിട്ട് എഴുതാം. ട്രാൻസ്പോസ് എടുക്കുകയാണ് ചെയ്തത്. അതായത് 0 2 2 3 minus 3 ഉണ്ട്, അതിനുവേണ്ടിയാണ് ഇങ്ങനെ എഴുതിയത്. 3 minus 3 then 0 then 3 1 minus 2. സോ adjoint ഓഫ് മെട്രിക്സ് കിട്ടി. ഇതിനെ ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു, മോഡുലസ് ഓഫ് 6 ആയിരുന്നു അല്ലേ. സോ ദാറ്റ് മീൻസ് adjoint of A ഇൻവേഴ്സ് എന്ത് കിട്ടും, 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ A ഇൻറ്റു adjoint ഓഫ് A. So that means 1 by 6 into 0 2 2 3 minus 3 0 3 1 minus 2 3 1 minus 2. So that means A inverse നമുക്ക് കിട്ടി 1 by 6. A inverse എത്രയാണ്, 1 by 6 into കിട്ടിയ ആ മെട്രിക്സ്. ദെൻ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, A inverse into B. So that means x means ഇവിടെ x y z equal to 1 by 6 constant as it is 0 2 2 3 minus 3 0 3 1 minus 2 into B എത്രയാണ്, B 6 2 1 6 2 1. ഇവിടെ ശ്രദ്ധിക്കാം, ഇതൊരു 3 by 3 മെട്രിക്സ് ആണ്, ഇതൊരു 3 by 1 മെട്രിക്സ് ആണ്. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകണമെങ്കിൽ എന്തായിരിക്കണം, ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളം ഷുഡ് ബി ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ്. ഈക്വൽ ആണ്, പോസിബിൾ ആണ്. 1 by 6 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, 1 by 6 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, 1 by 6 കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 1 by 6 ഇൻറ്റു 1 by 6 ഇൻറ്റു ദെൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. നോക്കുക, 0 ഫസ്റ്റ് റോ 0 ഇൻറ്റു 6 ഒന്ന് എഴുതുകയാണ്, 0 ഇൻറ്റു 6 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 1 ദെൻ തേർഡ് കോളമല്ലേ ഉള്ളൂ. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 3 ഇൻറ്റു 6 പ്ലസ് മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 1 ദെൻ തേർഡ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 3 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് മൈനസ് 2 ഇൻറ്റു 1. സോ ദാറ്റ് ഇംപ്ലൈസ് 1 by 6 ഇൻറ്റു 0 ഇൻറ്റു 6 0 ആണ്, 4 പ്ലസ് 2 6 ദെൻ 3 ഇൻറ്റു 6 18 minus 6
18 minus 6 12 കിട്ടും. The next one 3 into 6 18 plus 2 minus 2, that means exactly 18 തന്നെ വരും. 6 1/6 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 2 3. അതായത് എക്സ് വൈ ഇസഡ് ഉള്ള മെട്രിക്സ് എത്ര കിട്ടി? 1 2 3. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, ഇസഡ് ഈക്വൽ ടു 3. ഇസഡ് ഈസ് ഈക്വൽ ടു 3. സോ ഇങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ് മെത്തേഡിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡ്, ക്രാമേഴ്സ് റൂള് അല്ലെങ്കിൽ മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ്. ഓക്കെ ആണോ? നമ്മുടെ എത്രയാണ് നമുക്ക് തിയറി ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് തിയറി പ്ലസ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോലെ വരുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് എ മെട്രിക്സ്? എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണോ? ആൻ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻ ഇൻ റോസ് ആൻഡ് കോളംസ് ആണ്. ഒബിയസ്ലി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസ് ഇൻ റോസ് ആൻഡ് കോളംസ്. Then what is the order of the matrix? 2 rows and 3 columns. 2 rows 3 columns വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2 rows 3 columns വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഒരിക്കലും അതൊരു 2/2 മെട്രിക്സ് ആയിരിക്കില്ല, 3/3 മെട്രിക്സ് ആയിരിക്കില്ല, 2/3 മെട്രിക്സ്. ദാറ്റ് മീൻസ് 2 സ്റ്റാൻഡ്സ് ഫസ്റ്റ് 2 റോസും നമ്പർ 3 columns. Then what is the element of the matrix located in second row third column called? Second row third column element നമുക്ക് എങ്ങനെ എഴുതാം? A second row third column A 2 3 A 2 3 choice A. Then which of the following is a row matrix? Row matrix എന്താണ് ഈ row matrix എന്ന് പറഞ്ഞാൽ? 1 row columns എത്രയാണെന്ന് പറയുന്നില്ല, ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? റോ മെട്രിക്സ്. സോ മെട്രിക്സ് 1 2 3 മെട്രിക്സ് 1 2 3 ഇസ് എ റോ മെട്രിക്സ്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ നൾ മെട്രിക്സ്? ഇതിനെയാണ് നമ്മളൊരു നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻസും 0 ആയിട്ട് വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നൾ മെട്രിക്സ്. നൾ മെട്രിക്സ്. സോ ചോയ്സ് ഏത് വരും? ചോയ്സ് ബി ആണ് നൾ മെട്രിക്സ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഉണ്ടോ? ആ പ്രോപ്പർട്ടീസും കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആ റാങ്ക് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ആ ഒരു ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ട് സ്പീഡിൽ ചെയ്യുക. ബാക്കി ടെക്നിക്കലി ബാക്കിയെല്ലാം തന്നെ നമുക്ക് പ്രോപ്പർട്ടീസ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്രാമേഴ്സ് മെത്തേഡും അത് അധികം ഒരുപാട് സമയമെടുത്ത് അല്ലെങ്കിൽ അത്ര ടൈം കൺസ്യൂമിങ് ക്രാമേഴ്സ് റൂൾ ആണെങ്കിലും മെട്രിക്സ് ഇൻവേഴ്സൺ മെത്തേഡ് ആണെങ്കിലും പോസിബിൾ ആണോ എന്നൊക്കെയുള്ള എക്സാക്ട് തിയറി ആയിരിക്കും നമുക്ക് കൂടുതലും ടെസ്റ്റ് ചെയ്യാം. വിച്ച് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്? റോസും കോളംസും സെയിം ആകുന്ന മെട്രിക്സിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മാട്രിക്സ്. Then what is the order of the square matrix with 3 rows and 3 columns? നമുക്ക് എന്ത് പറയാം? ഒരു 3/3 മെട്രിക്സിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? 3 rows ഉണ്ടെങ്കിൽ 3 columns വരുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. Which matrix has all elements below principal diagonal 0? Below principal diagonal 0. So matrix എല്ലാ എലമെൻസും ബിലോ പ്രിൻസിപ്പൽ ഡയഗണൽ 0 ആകുന്ന മെട്രിക്സിനെ നമ്മൾ എന്താ വിളിക്കുക? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണോ? ഇതാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലേ? ശ്രദ്ധിക്കണേ, തെറ്റിപ്പോകരുത്, ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. What type of matrix has non-zero elements only on the diagonal and all of diagonal elements are 0?
ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം 0 വരില്ല, ബാക്കിയെല്ലാം 0 വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയഗണൽ മെട്രിക്സ്. ദെൻ അതിനാണ് നമ്മൾ സ്കെയിലാർ മെട്രിക്സ്, ദെൻ യൂണിറ്റ് മെട്രിക്സ് എല്ലാം അതിൻ്റെ ബേസിസിലാണ് ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ. ദെൻ 2 മെട്രിക്സസ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഈക്വൽ ഇഫ്. 2 മെട്രിക്സസ് ഈക്വൽ ആകുന്ന എപ്പോഴാണ്? ഓർഡർ സെയിം ആയിരിക്കണം. അതുകൂടാതെ സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണോ? അല്ല. ദേ ഹാവ് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണോ? ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ. സെയിം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആകുമ്പോഴാണ് 2 മെട്രീസസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈക്വൽ മെട്രീസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? Next one. What is the condition for adding 2 matrices A and B? A and B 2 matrices add ചെയ്യണമെങ്കിൽ എന്താണ്? Number of columns of A must be equal to number of rows in B ആണ്. അല്ല, the number of rows in A must be equal to number of rows in B and number of columns in A must be equal to number of columns in B. എയുടെയും ബിയുടെയും നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഒന്നുകിൽ ആഡ് ചെയ്യും അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യും. അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വരുന്നത് രണ്ടും സെയിം മെത്തേഡാണ് നമ്മൾ, അല്ലെങ്കിൽ സെയിം പ്രോപ്പർട്ടിയാണ് വരുന്നത്. അഡീഷൻ മീൻസ് കറസ്പോണ്ടിങ് നമ്പേഴ്സ് ആഡ് ചെയ്യുക, സബ്ട്രാക്ഷൻ മീൻസ് കറസ്പോണ്ടിങ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക. Then next one. In matrix multiplication, what must be true for 2 matrices A and B to be multiplied? The number of columns in A must be equal to number of columns in B. Allah. Number of rows in A must be equal to number of columns in B. Allah. Both matrices must have same dimension. The number of rows, number of columns in A. Allah, correct ആണ്. Number of rows in A must be equal to number of columns. Number of rows must be equal to number of columns. Actually, number of columns in A must have number of rows in A. B ആണ് വരേണ്ടത്. ഓക്കെ, ടൈപ്പിങ്ങിൽ വന്ന തിരിച്ചു വന്നാൽ നമുക്ക് അതിനകത്ത് എടുക്കാവുന്ന B ആണ്. Which law state that A plus B is equal to B plus A. A plus B equal to B plus A എന്താണ്? Commutative law. Then which of the following is associative law of matrix addition? A plus B plus C equal to A plus B plus C. Which of the following is a property of matrix multiplication? Matrix multiplication property എന്താണ്? പറയാവോ? ഒരിക്കലും matrix multiplication commutative property satisfy ചെയ്യില്ല. Then associative property. AB into C can be written as A into BC. So multiplication possible ആകുന്ന രീതിയിലായിരിക്കണം ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. A transpose equal to A transpose Aയോട് ഈക്വൽ ആണെങ്കിൽ അതിനെ എന്താ വിളിക്കുക? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ്, ദെൻ ഡയഗണൽ മെട്രിക്സ്. എന്താണ്? സിമെട്രിക് മെട്രിക്സ്. What is the result of multiplying a matrix A by a scalar K? Each element of A is multiplied by K. നമ്മൾ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോഴെല്ലാം സെനാരിയോയിലും എല്ലാം നമ്മൾ ചെയ്തതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് ആണ്. ഇറ്റ് ഹാസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഐഡൻറ്റിറ്റി ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഐഡൻറ്റിറ്റി ലോ എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ദാറ്റ് മീൻസ് I into A is equal to A into I is equal to A. ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഐഡൻറ്റിറ്റി ലോ എന്ന് പറയാം. ദാറ്റ് മീൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? അസോസിയേറ്റീവ് ആണ്. ആക്ച്വലി ഈ പറയുന്ന ഐഡൻറ്റിറ്റി ലോയും സാറ്റിസ്ഫൈ ചെയ്യും. ബോത്ത് ബി ആൻഡ് സി ഉള്ളത് കൊണ്ട് മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ എന്താണ്? ബോത്ത് ബി ആൻഡ് സി. ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, ദെൻ ഡിറ്റർമിനൻസിൻ്റെ കേസ്. വാട്ട് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്? A matrix formed by inverse of a matrix, a number associated with a square matrix that is calculated using specific rule. Then which one of the following is the determinant of
matrix A. So actually determinant of A ഇത് എഴുതാം, det A എഴുതാം. So A and D correct ആണ്. നിങ്ങൾ ടൈപ്പിങ്ങിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് ഇത് എന്താണ്, ആക്ച്വലി ഇതും കറക്റ്റ് ആണ്. എ ആൻഡ് ഡി എന്നൊരു ചോയ്സ് വേണ്ടതായിരുന്നു. What happens to determine if every element of a row or column in a matrix is 0? ഇതായിട്ട് നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചതാണ്. ഒരു റോയിലോ അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലമെൻസും 0 ആണെങ്കിൽ the determinant becomes 0. Determinant തന്നെ എത്രയായിട്ട് മാറും, 0 ആയിട്ട് മാറും. The rows or columns of a matrix are interchanged. What happened to the value of determinant? So റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ the determinant change സൈൻ എന്താകും, ചേഞ്ച് ചെയ്യും. ഇതും നമ്മൾ എന്തായിട്ട് പഠിച്ചാണ്, പ്രോപ്പർട്ടി ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, then if matrix contains two identical rows or columns, what is the value of determinant? Identical row, that means same rows or columns ഉണ്ടെങ്കിൽ obviously എന്ത് വരും, 0 വരും ആൻസർ. If every element of a row or column is multiplied by a number m, how does the determinant change? The determinant multiplied by 2 raised to 1 വേണ്ട, then the determinant also multiplied by m. Then which of the property of determinant state that the value of the determinant remains unchanged if you add a multiple of one row to the another? Row to another, that means property of row operations എന്ന് വേണമെങ്കിൽ പറയാം. Which of the property determines say that the determinant of a matrix remains unchanged if rows or columns are swapped? Row or column interchange property. Rowing column swap ചെയ്താൽ. If the elements of a row or columns are the sum of two quantities, how does the determinant change? The determinant is the sum of two determinants of the same order. നമ്മൾ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്താണ്. The next one, what does the determinant represents geometrically for a 2-2 matrix? 2 by 2 matrix. The area of a parallelogram formed by vectors of matrix, sum of the elements of the matrix, the number of rows in the matrix, the trace of matrix. Area of a parallelogram എന്നൊക്കെ വേണമെങ്കിൽ പറയാം. Then നമ്മുടെ ഏരിയ റാങ്ക്. Rank and inverse of a matrix. What is the minor of an element Aij in a square matrix? The determinant of the submatrix formed by omitting ith row and jth row and column containing ij. ith row jth column element ഒഴിവാക്കിയിട്ടുള്ള സബ്മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണെന്ത്, മൈനർ. കോഫാക്ടർ വരുമ്പോഴാണെന്ത്, -1 raised to I plus j കൂടെ വരും, -1 raised to I plus j. The adjoint of a matrix A is the transpose of which matrix? Transpose of the cofactor matrix. A is a square matrix. Then singular matrix ആകുന്നപ്പോഴാണ് determinant A is equal to ഇവിടെ 0 ഉണ്ട്. Then if determinant of A not equal to 0, then A is called a non-singular matrix. Then which of the following is true for a non-singular matrix?
The determinant is 0, the determinant is non-zero. The rank of a matrix is defined by. One answer, bravo. The number of rows in the matrix alla, the number of columns in the matrix alla, order of matrix, the largest order of any non-zero minor. The largest order of any non-zero minor. Largest order of any non-zero minor. Which of the following property is a property of singular? Singular means modulus of A, determinant of A is equal to 0. It has a non-zero determinant. It inverse exists. It does not have inverse because it does not have inverse. Inverse determinant of A not equal to 0. Singular matrix anangil determinant of A obviously 0. Then next one, rank of matrix is 3. Which of the following statement is true? There is a 3 by 3 submatrix of A that is a non-singular. Every 3 by 3 submatrix of A is singular. The matrix must be of order 3. There is no non-zero determinant in any submatrix of A. Rank 3 anangil there is a 3 by 3 submatrix of the A that is a non-singular. No, rank 3 anangil 3 by 3. Obviously 3 by 3 matrix non-singular ആയിരിക്കണം. Not equal to 0 ആയിരിക്കണം. If a matrix A is 3 by 3 and its rank is 2, which of the following must be true? ഏതായിരിക്കും എന്തൊന്ന് ആൻസർ ഒന്ന് പറയാമോ? Ninth one, choice B. All 3 by 3 minors of A are 0. There is at least one 2 by 2 minor of A that is non-zero. അങ്ങനെ വന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 2 order ആയിട്ട് വരൂ, rank ആയിട്ട് വരുള്ളൂ. Then what is the rank of a 2 by 3 matrix with linearly independent rows? So linearly independent rows 2 വരുന്നുണ്ട്. നമുക്ക് പറയാം 2. Then next one. Indication. What is the determinant of a square matrix? What is the determinant of a square matrix used for? To find the inverse of matrix, determinant of matrix singular, non-singular, find the rank of matrix. ഇതെല്ലാം തന്നെ എന്തിന് യൂസ് ഈ പറയുന്ന 3 കാര്യങ്ങൾക്കും എന്ത് യൂസ് ചെയ്യും? Determinant of a square matrix. Which of the following properties is true for a non-singular matrix? Determinant is 0 അല്ല. Matrix is invertible. Non-singular ആണെങ്കിൽ നമുക്ക് obviously എന്താണ്? Invertible ആയിരിക്കും. If the 2 rows or 2 columns of a matrix are identical, then the determinant of matrix obviously എന്തായിരിക്കും? 0 ആയിരിക്കും. Then the rank of a matrix is the number of rows in the matrix, number of columns in the matrix, the maximum number of linearly independent rows or columns. Which of the following is true for a singular matrix? Singular matrix ഒരിക്കലും എന്തല്ല, it is not invertible. അതിനെന്താകില്ല? ഇൻവേഴ്സ് ഉണ്ടാകില്ല. The adjoint of a matrix is the matrix formed by taking the cofactor of each element and transposing it. That means transpose of cofactor matrix on in the adjoint of matrix. The next one, the rank of a matrix can be determined by checking the matrix by checking if the matrix
ഈ സ്ക്വയർ അല്ല, കൗണ്ടിങ് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ദ റോ ഇൻ ഇറ്റ്സ് റോ എക്കലോൺ ഫോം അല്ലേ, നമ്മൾ ചെയ്തായിരുന്നു ട്രാൻസ്ഫോർമേഷനിൽ ചെയ്തായിരുന്നു. എക്കലോൺ ഫോം പറഞ്ഞായിരുന്നു. മുഴുവൻ സീറോ അല്ലാത്ത റോസ് കൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ? സോ എക്കലോൺ ഫോം വെച്ചിട്ട് നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കാം. എൻ്റെ എക്കലോൺ ഫോമിൽ ചെയ്യാനല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ആ ഫോമാറ്റ് അറിയാമെങ്കിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ അറിഞ്ഞിരിക്കണം, അത് വെച്ചിട്ട് സബ് മെട്രിക്സ് മൈനർ ഉള്ള കേസ് അറിഞ്ഞിരിക്കണം, ആ തിയറി ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം, ഫോമാറ്റിൽ ഫോമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്ലോൺ ഫോമിലോട്ട് മാറ്റിയിട്ട് ആൻസർ ചെയ്യുന്നതും അറിഞ്ഞിരിക്കണം. ദ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഈസ് 0, then the matrix is singular. മെട്രിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു സിംഗുലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, then question. If A is equal to 1 0 0 2 0 2 0 ഇതായിരിക്കും ആൻസർ. ഈ മെട്രിക്സിനെ എന്ത് വിളിക്കാം? ഡയഗണൽ മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്, യൂണിറ്റ് മെട്രിക്സ്, നൺ ഓഫ് ദിസ്. ഒറ്റ പറഞ്ഞില്ല, ഡയഗണൽ എലമെന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്. Then second one, a column matrix has only one element, one row with one or more columns, one column with one or more rows, one row with one element. ഇതായിരിക്കും കോളം മെട്രിക്സിന് സ്യൂട്ട് ആകുന്നത്. ഒരു കോളം ആയിരിക്കും, റോസ് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ആകാം, റോസ് ഒന്നിൽ കൂടുതലാകാം. ഓക്കെ, നെക്സ്റ്റ് വൺ. എയും ബിയും തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 2a - 3b. എയും ബിയും തന്നിട്ടുണ്ട്, 2a - 3b. സോ ഒന്ന് സോൾവ് ചെയ്യാം നമുക്ക്. 2a, സോ 2a എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? എയിലെ എല്ലാ എലമെന്റ്സിനെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് രണ്ടും എയും ബിയും 3/3 മെട്രിക്സ് ആണ്. രണ്ടിലെയും റോയ്സും കോളംസും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ പോസിബിൾ ആകുന്നത്. 2a എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ടു ഫസ്റ്റ് 1 × 2 2 4 6 0 10 14 12 16 18 മൈനസ് 3b. ബിയിലെ എല്ലാ എലമെന്റ്സിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3 6 0 9 9 0 15 15 21 0. രണ്ടും 3/3 മെട്രിക്സ് ആണ്. സോ 2a നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 2a മൈനസ് 3b. അത് അഡീഷനോ ഡിലീഷനോ ആണെങ്കിൽ സബ്ട്രാക്ഷനോ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലുള്ള കുറച്ചാൽ മതി. 2 - 4 2 - 6 -4. -4 ഉള്ള ഒറ്റ ചോയ്സേ ഉള്ളൂ. നൺ ഓഫ് ദീസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ്? ആൻസറിലേക്ക് വരണം. നൺ ഓഫ് ദീസ് ഇല്ല എങ്കിൽ വേറെ -4 വരാത്തൊരു ചോയ്സ് ആണെങ്കിൽ ചെയ്തുപോലെ നോക്കണ്ട, മൾട്ടിപ്പിൾ ചോയ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാമായിരുന്നു. സോ -4 then 4 -3 then -9 10 -1 -3 -5 18. So choice C. Choice C. കിട്ടില്ലേ? Then രണ്ട് മെട്രിസസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു വേരിയബിൾ എ വന്നിട്ടുണ്ട്. എയുടെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. രണ്ട് മെട്രിസസ് ഈക്വൽ ആകുന്നപ്പോഴാണ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. അതായത് -1 = a - 3 ആണ്. ദാറ്റ് ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു ഈ -3 എവിടെ കൊണ്ടുവന്നാൽ എന്താവും? പ്ലസ് ആകും. അതായത് -1 + 3 = 2. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൺഫേം ചെയ്യുക. ഇവിടെ എക്ക് 2 കൊടുത്താൽ 2 + 1 3 കിട്ടും. ഇവിടെ എക്ക് 2 കൊടുത്താൽ 2 + 2 4 കിട്ടും. Therefore answer A is equal to 2. A is equal to 2. Okay. Then
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയും ബിയും തന്നിട്ടുണ്ട്. ദെൻ എ ബിയും ബി എയും വെച്ചിട്ടുള്ള ചോയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു എ ബി കണ്ടുപിടിക്കാം. എ ബി കണ്ടുപിടിക്കാൻ 1 0 2 0 0 0 1 12. സോ ഫസ്റ്റ് റോയിലെ ഓരോ എലമെൻറ്റ്സിന്, അതായത് -1 × 0 0 വരും, 0 × 1 0. ദാറ്റ് മീൻസ് 0. പിന്നെ അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 × 0 0 0 × 12 0. Then second row first column C2 2 × 0 0 × 1 0 കിട്ടും. അടുത്തത് 2 × 0 0 × 12 അതും 0 കിട്ടും. സോ ദാറ്റ് മീൻസ് എ ബി 0 കിട്ടുന്നുണ്ട്. എ ബി 0 എന്ന ചോയ്സ് എയും ബിക്കും, എയിലും ബിയിലും എ ബി = 0 എന്ന് പറയുന്നുണ്ട്. എ ബി = 0. ദെൻ ബി എ കണ്ടുപിടിച്ചാലേ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റുള്ളൂ. 0 0 1 12 1 0 2 0. സോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 0 0 0 വരും. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അതും 0 വരും. ഇവിടെ അടുത്ത എന്താണ് 1, ഒരിക്കലും എന്ത് വരത്തില്ല, 0 വരത്തില്ല. ഉണ്ടോ? എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, എത്ര വാല്യൂ ചോദിച്ചിട്ടില്ല. സോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ എന്ത് വരും, എ ബി = 0 ആൻഡ് ബി എ ≠ 0. ബി എ ≠ 0. ചോയ്സ് ബി. ബിക്കോസ് നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ചോയ്സ് എയിലും ബിയിലും എ ബി = 0 എന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ചെയ്തത്. ദെൻ നെക്സ്റ്റ് വൺ, x + 4 രണ്ട് മെട്രിക്സസ് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ അൺനോൺ ക്വാണ്ടിറ്റി ആയ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. x + 4 = 8. ദാറ്റ് ഇംപ്ലൈസ് x = 4. x 4. ദെൻ y കണ്ടുപിടിക്കണം. y - 1 = 2. ദാറ്റ് ഇംപ്ലൈസ് y = 3. y = 3. സോ ദാറ്റ് മീൻസ് ആൻസർ എന്ത് വരും, x = 4 ആൻഡ് y = 3 ആണ്. രണ്ട് അൺനോൺസ്. ഓക്കെ, ക്ലിയർലേ? ദെൻ നെക്സ്റ്റ് വൺ, എ തന്നിരിക്കുന്നു. ദെൻ എ സ്ക്വയർ കണ്ടുപിടിക്കണം. എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ × എ. എ സ്ക്വയർ മീൻസ് എ × എ. സോ ദാറ്റ് മീൻസ് I 0 0 I into I 0 0 I. First row column, that means I square. Then first row first column I 0 0 I 0 വരും. Then second row first column 0. Then second row second column I square. I square എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ √(-1). I square റൂട്ട് ഒഴിവാകും -1. -1 0 0 -1. എൻ്റെ ചോയ്സ് ഉണ്ടോ? ചോയ്സ് ബി. ചോയ്സ് ബി. ചോയ്സ് ബി. ഓക്കെ അല്ലേ? ചോയ്സ് സി അല്ല, ചോയ്സ് ബി ആണ്. ബിക്കോസ് I square എന്ന് പറഞ്ഞാൽ 1 അല്ല, I square -1 ആണ്. I square -1 ആണ്. Then നെക്സ്റ്റ് വൺ, x + y തന്നിരിക്കുന്നു, x - y തന്നിരിക്കുന്നു. അതായത് ജസ്റ്റ് നോക്കാം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. x + y + x - y എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. അതായത് 7 0 2 5 plus 3 0 0 3. That implies 2x is equal to 10 corresponding terms add ചെയ്യുമ്പോൾ 2 8. So that implies x is equal to 5 0 1 4. ഇവിടെ നമുക്ക് x മാത്രമല്ല വൈയും ചോദിച്ചിട്ടുണ്ട്. x + y
ഇവിടെ എക്സ് നമുക്ക് 5 0 1 4 കിട്ടി. എക്സ് പ്ലസ് വൈ ഈ പറയുന്ന വാല്യൂ പറയണമെങ്കിൽ വൈ നമുക്ക് എങ്ങനെ എടുക്കാം? വൈ ഇസ് ഈക്വൽ ടു 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 2, ദെൻ 0 0, 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ ദെൻ 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ സോ എക്സിൻ്റെ വാല്യൂ ഇതും കിട്ടി. വൈയുടെ വാല്യൂ 5 0 1 4 2 0 1 1. ചോയ്സ് എ. ചോയ്സ് എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നോക്കുക, അതായത് എക്സ് പ്ലസ് വൈ ക്വസ്റ്റ്യനിൽ എക്സ് പ്ലസ് വൈ ആണ് 7 0 2 5. എക്സ് ഇസ് ഈക്വൽ ടു 5 0 1 4 എക്സ് പ്ലസ് വൈ എക്സിൻ്റെ ഉണ്ടോ ഫസ്റ്റ് ടൈം 5 ആണ്. എക്സ് പ്ലസ് വൈ 7 വരണമെങ്കിൽ ഈ 5ൻ്റെ കൂടെ 2 അല്ലേ ആഡ് ചെയ്യേണ്ടത്? അങ്ങനെയാണ് 2. ഇവിടെ കറസ്പോണ്ടിങ് 0 വരണമെങ്കിൽ 0യുടെ കൂടെ 0. 1 എന്നുള്ള 2 ആണെങ്കിൽ 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. 4 എന്നുള്ളത് 5 ആകാനായിട്ട് 1 ആഡ് ചെയ്യണം. അങ്ങനെയാണ് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? Next one. A is equal to 0 a minus 1 1 0. B is equal to 0 I a 0. Then a സ്ക്വയറും ബി സ്ക്വയറും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എ സ്ക്വയർ എന്ന് പറയുന്നത് a ഇൻറ്റു എ ആണ്. 0 മൈനസ് 1 1 0 0 മൈനസ് 1 1 0 ചെയ്യുമ്പോൾ എത്രയാണ്? 0 0. Then first row first row first column, that means minus 1, then അടുത്ത 0, second row 0 വരും, second row first column minus 1. So that means എത്രയാണ്? മൈനസ് ഐ ആണ്. എ സ്ക്വയർ മൈനസ് ഐ വരുന്ന ഒരു ചോയ്സേ ഉള്ളൂ. ചോയ്സ് ഡി ആണത്. എ സ്ക്വയർ മൈനസ് ഐ. ദെൻ ബി സ്ക്വയറും കൂടെ നോക്കാം. ബി സ്ക്വയർ 0 ഐ ഐ 0 I 0 I സ്ക്വയർ 0. പെട്ട സ്പീഡിൽ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ വരച്ച് നോക്കാം. മനസ്സിൽ ഇങ്ങനെ റോയെ കോളം കറസ്പോണ്ടിങ് ടൈംസ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് I സ്ക്വയർ. സോ ദാറ്റ് മീൻസ് എത്ര? ഐ സ്ക്വയർ മൈനസ് 1 ആണ്. നേരത്തെ പറഞ്ഞാൽ ഐ എന്ന് റൂട്ട് ഓഫ് മൈനസ് 1 ആണ്. 0 മൈനസ് 1 ഇത് എന്താണ്? മൈനസ് ഐ ആണ്. ദെയർഫോർ നമുക്ക് എന്തൊരു ആൻസർ? എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1. ഓക്കെ ആണോ? ദെൻ എ തന്നിരിക്കുന്നു. എ മൈനസ് 2i
ഇൻറ്റു എ മൈനസ് 3i ചോദിച്ചിരിക്കുന്നു. എ മൈനസ് 2i. ഫസ്റ്റ് എ മൈനസ് 2i കണ്ടുപിടിക്കാം. എ മൈനസ് 2i. സോ എ വരുന്നത് 4, 2, -1, 1. 2i എന്ന് പറയുന്നത് 1, 0. ദാറ്റ് മീൻസ് മൈനസ് പ്ലസ് ഇടാം. പ്ലസ് -2, 0, 0, -2. So that means a minus 2i റൈറ്റും 2 പ്ലസ് 4 പ്ലസ് -2 ആണ്. 2 എന്ന് എടുത്ത് 2 പ്ലസ് 0 2, -1 പ്ലസ് 0 2, 1 മൈനസ് 2 -1. സോ എ മൈനസ് 2i കിട്ടി. അടുത്തത് എ മൈനസ് 3i കണ്ടുപിടിക്കുകയാണ്. 4, 2, -1 1 പ്ലസ് -3 0, 0, -3. That means 1, 2, -1, -2. ദെൻ ഇത് തമ്മിലുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. രണ്ടും ഒരു 2x2 മെട്രിക്സ് ആണ്. 2x2 മെട്രിക്സ് ആണ്. നമുക്ക് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. എ മൈനസ് 2i ഇൻറ്റു എ മൈനസ് 3i. a minus 2i into a minus 3i is equal to 2, 2, -1, -1, 2, 2, -1, -1, the 1, 2, -1, -2. Okay, first row, column 2 into 2. Okay, first row, first column 2 into 2, minus 2 into -2, that means 2 minus 2 item 0. In first row, second column 2 into 2, 4, 2 minus 2, 4, -4, അതും 0 വരും. Then first row, first column -1 plus 1. -1 plus 1 അതും 0. Then first row second column -2 plus 2 അതും 0 കിട്ടും. That means ഒരു null matrix. ഓക്കെ ആണോ? null matrix. കിട്ടിയ ആൻസർ ക്ലിയർ ആണോ? കറസ്പോണ്ടിങ് ആയിട്ട് ഐഡന്റിറ്റി മെട്രിക്സിനെ 2 കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്തു. ദെൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തു. കിട്ടിയ ആൻസർ? നെക്സ്റ്റ് വൺ. ഇവിടെ എ ബിയും ബി എയും കണ്ടുപിടിക്കാനാണ്. സോ നമുക്കൊരു വലിയ ക്വസ്റ്റൻ ആണിത്. എ ബി കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം പ്ലസ് ഇതൊരു 3x3 ആണ്ട് റിസൾട്ടിങ് നമുക്ക് 3x3 മെട്രിക്സ് ആയിരിക്കും. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആഡ് ചെയ്യുക, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആഡ് ചെയ്യുക, കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. നമുക്ക് ഒബ്വിയസ്ലി ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ് കിട്ടാൻ ചാൻസ്. എക്സ്പീരിയൻസ് പറഞ്ഞാണ്. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എ ബിയും ബി എയും കണ്ടുപിടിക്കുക. എ ബിയും ബി എയും കണ്ടുപിടിക്കാമൊന്നുമില്ല. 1 into 10, 2 into -11, 1 into 9 അത് ചെയ്യുക. അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഫസ്റ്റ് എലമെൻറ്റ് ആയിട്ട് എഴുതുക. ദെൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റ് ആയിട്ട് എഴുതുക. അതേപോലെ ഫസ്റ്റ് റോ തേർഡ് കോളം എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ചാൻസ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ വരാനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ
ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാവുന്നതാണ് എക്സാമിന്. തന്നിരിക്കുന്നു എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 0 1 2 1 3 1 മൈനസ് 1 0. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2 4 0 then 1 5 കിട്ടും. then first row second column 0 0 minus 1. then first row third column 2 0 0 2. then second row first column 4 2 3 4 2 3. second row first column 2 into 2 4 4 into 1 into 2 6 plus 3 9. then second row second column 1 minus 3 minus 2 4 2 3 5. then third row first column 2 minus 2 0 0 minus 1 0 minus 1. then 1 into 1 1 minus 3 minus 2. a square എടുത്തു, പെട്ടെന്ന് എടുക്കാൻ എടുത്തു. then 5 minus 5 into a. so that means minus 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 0 5 10 5 15 5 minus 5 0 plus 6i. i എന്ന് പറയുന്നത് 3/3 മെട്രിക്സിനെ എടുക്കണം. 1 0 0 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 0 0 0 0 6 0 0 സോറി 0 6 0 0 0 6. 3/3 മെട്രിക്സ് അതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു എന്ന് നോക്കുക. കറസ്പോണ്ടിങ് ചെയ്ത് വരുമ്പോൾ 5 minus 10 minus 5 plus 6. that means ഇതൊന്ന് 1 വരുന്ന രണ്ട് ചോയ്സ് ഉണ്ട്. എ ഉണ്ട് ബി ഉണ്ട് അല്ലേ. അപ്പം ചെയ്യണം. then minus 1 1 minus 1 corresponding 7 minus 3. 1 minus 1 minus 3. ചോയ്സ് ബി നമുക്ക് ഫസ്റ്റ് റോ ശരിയായിട്ടുണ്ട്. സെക്കൻഡ് റോ നോക്കാം. 10 minus 1 then minus 2 plus 5 minus 2 minus 5 minus 7 plus 6 minus 1 5 minus 10. സെക്കൻഡ് റോ കറക്റ്റായി. ഇത് വെച്ച് നമുക്ക് ആൻസർ ബി എഴുതാവുന്നതാണ്. ഇത് ഒന്നുകൂടെ minus 5 plus 4 4. obviously choice B. choice B. Good answer. Then 61. ഏതാണ് 61 എന്ന്? സിക്സ് ഐ ആയിരിക്കും അല്ലേ. സോ ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്, അതായത് 1 0 0 0 1 0 0 0 1. അതിനെ എന്താണ് ടോട്ടൽ എല്ലാ എലമെൻറ്റ്സിനെയും ഈ 1 0 0 0 1 0 0 0 1 എന്നുള്ളതിനെ മൊത്തത്തിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ, നല്ല 6 ആയി. അങ്ങനെയാണ് ഈ 1 എല്ലാം 6 ആയി, ബാക്കിയെല്ലാം 0 തന്നെ.
ഓക്കെ ആണോ? എ പ്ലസ് എ ട്രാൻസ്പോസ് ഒരു പ്രോപ്പർട്ടിയാണ്. എയും എ ട്രാൻസ്പോസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഐ ഐഡന്റിറ്റി മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഐ തന്നെ കിട്ടും. അതും പ്രോപ്പർട്ടിയാണ്. ദ ഇൻവേഴ്സ് ഓഫ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇൻവേഴ്സിൻ്റെ ആ ഒരു ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്താൽ പെട്ടെന്ന് കോഫാക്ടർ മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും അഡ്ജോയിൻ്റ് ചെയ്യുന്ന എടുത്ത് സമയം കളയണ്ട. നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് 3 - 4 -1. So that means A inverse 1 divided by -1 into എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന എലമെൻറ്റ്സ് എന്ത് ചെയ്യുക? ഇൻ്റർചേഞ്ച് ചെയ്യുക, ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക. -2 -1 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? -3 to 2 -1. ചോയ്സ് എ. ഈ ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്തില്ല എങ്കിൽ ഇവിടെ കോഫാക്ടർ മെട്രിക്സ് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിൻറ്റ് ദെൻ എന്താണ് 1 by determinant of A into adjoint of matrix എടുക്കേണ്ടി വരും. ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ 2 by 2 മെട്രിക്സ് ഇൻവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയഗണലിലെ മെട്രിക് എലമെൻറ്റ്സ് 1 by മോഡുലസ് ഓഫ് എ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് 1 by determinant of A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൂടാതെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക, ബാക്കിയുള്ള എലമെൻറ്റ്സിലെ 2 എലമെൻറ്റ്സിനെ സൈൻ ചേഞ്ച് ചെയ്യുക. ദെൻ പുറത്തുള്ള എലമെൻറ്റ് എത്രയാണോ, സംടൈംസ് ഇതേപോലെ മൈനസ് ആണ് വരുന്നതെങ്കിൽ ഒബ്വിയസ്ലി എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ആകും. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഈക്വൽ ടു 2x 0x x എന്ന് എ ഇൻവേഴ്സ് 1 0 -1 2 ആണ്. സോ നമുക്കൊരു ഫോമുലയുണ്ട്, എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ആണ്. പ്രോപ്പർട്ടിയാണ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ. സോ ദാറ്റ് ഇംപ്ലൈസ് 2x 0x x 1 0 -1 2. Identity matrix means 2 by 2 matrix in 1 0 0 1. That implies the product എടുക്കുമ്പോൾ ഈ മെട്രിക്സിൻ്റെ LHSലുള്ള മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2x, then first row second column 0, then first row first column x minus x 0, then first row second column 2x is equal to 1 0 0 1. So that implies നമുക്ക് എന്ത് പറയാം? 2x എന്ന് പറയുന്ന ഈക്വൽ മെട്രിക്സ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. 2x എന്ന് പറയുന്ന 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് x is equal to 1 by 2. സോ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടി എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്താണ്? ഐ ആണ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, then necessary and sufficient condition for a square matrix to possess inverse possess ചെയ്യണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ 1 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് 1 ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. റാങ്ക് ഓഫ് ഐഡൻറ്റിറ്റി ഓർ യൂണിറ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ n. ഒബ്വിയസ്ലി റാങ്ക് എത്ര ആയിരിക്കും? n ആയിരിക്കും. ബിക്കോസ് 1 0 1 n എത്ര എലമെൻ്റ് ഉണ്ടോ അത്ര ഒരു n by n സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അതിൻ്റെ റാങ്ക് n ആയിരിക്കും. A is a non singular matrix of order n, then rank of A. So non singular എന്ന് പറഞ്ഞാൽ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെർഫോർ നമുക്ക് എന്തായിരിക്കാം റാങ്ക്?
അവിടെ വെച്ച് നമുക്ക് എന്ത് പറയാം, n ആയിരിക്കും. Then rank of matrix, റാങ്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. One, 1, 1, 1, 2, 1, 1, 2, 3, 1, 4, 9. So നമുക്ക് ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുക. 1 into 18 minus 12 minus 1 into 9 minus 3 plus 1 into 4 minus 2. That means 6 minus 6 plus 2. അതാണ് 2 ആണ് കിട്ടുക. നോട്ട് ഈക്വൽ ടു 0 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആണ്. Therefore നമുക്ക് എന്താ പറയാം, റാങ്ക് 3 ആയിരിക്കും. സോ ഇത് വേണമെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ചെയ്ത് നോക്കാം. ട്രാൻസ്ഫോം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇത് നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് 3 എന്ന് പറയാം. സോ ഇതിൻ്റെ അടുത്ത മെട്രിക്സ് തന്നിരിക്കുന്നു. റാങ്ക് ചോദിച്ചിരിക്കുന്നു എ. സോ ഡിറ്റർമിനന്റ് ഓഫ് എ എടുത്ത് ഞാൻ ഒബ്വിയസ്ലി 1 into a raised to 4 minus a raised to 4 minus 1 into a raised to 4 minus a raised to 4 plus 1 into a raised to 4 minus a raised to 4, and that means 0 ആണ്. ഒബ്വിയസ്ലി ലെസ് ദാൻ 3 ആയിരിക്കും. ദെൻ നമ്മൾ നോക്കിയാൽ അറിയാം, ശരിക്കും ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ ഇതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, ഇതിനെ എ സ്ക്വയർ എ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ദാറ്റ് മീൻസ് രണ്ടെണ്ണം ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മിച്ചം ഒന്നാണ് വരുന്നത്. എങ്കിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കാം. 1 1 1 എ ക്യൂബ്. സോ നമുക്ക് വേണ്ടത് ഇതിന് താഴെയുള്ള ഈ രണ്ട് എലമെൻറ്റ്സ് 0 ആക്കും ഇതിൻ്റെ ബേസിസിൽ. ദാറ്റ് മീൻസ് 1 1 1 0 ആണെങ്കിൽ ഫസ്റ്റ് ടൈമിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് എല്ലാം 0 കിട്ടും. ഇത് 0 ആകണമെങ്കിൽ ഫസ്റ്റ് റോയെ എ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് 0 0 0. ഓക്കെ, രണ്ട് റോസും ഫുള്ള് 0 ആയി. നോൺ 0 ആയിട്ട് വരുന്ന ഒരേ ഒരു റോയേ ഉള്ളൂ. ദാറ്റ് മീൻസ് ആൻസർ 1. റാങ്ക് ഓഫ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു 1. സോ നോർമലി നമുക്ക് റാങ്ക് 3 എന്ന് തന്നെ എഴുതാം. ബിക്കോസ് 3/3 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ നമ്മൾ പ്രൂവ് ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് എക്സാമിന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 3 ആൻസർ 3യിലേക്ക് എത്താം. 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും അതാണ് അങ്ങനെ എഴുതാൻ പറ്റുമോ, അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിൽ ചെയ്തപ്പോഴും ആൻസർ എന്ത് തന്നെ വന്നു, 3 എന്ന രീതിയിൽ തന്നെ ആൻസർ കിട്ടും. Two 0 0 8 16 minus 0. Obviously മോഡലസ് എടുത്ത് ഞാൻ 0 വരത്തില്ല. ഡിറ്റർമിനന്റ് ഓഫ് 0 വരത്തില്ല. therefore റാങ്ക് ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം, റാങ്ക് 2. ഓക്കെ, ക്ലിയർ അല്ലേ? 2. Clear ആണ്. Next one. Rank of matrix A. 1 2 4 1 2 4.
ഒബ്വിയസ്ലി രണ്ട് ഇവിടെ ചെയ്ത പോലെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് റോസ് ഐഡൻറ്റിക്കലായിട്ട് വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിൻ്റ് എന്തായിരിക്കും, ഇത് 0 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 3 താഴെ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഇവിടെ ഏതെങ്കിലും നമുക്ക് ഈ മെട്രിസസ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. ബിക്കോസ് നമുക്ക് എന്താ പറയുക, ഇൻട്രസ്റ്റ് പോർഷൻ പ്ലസ് അതിന് തുടങ്ങി വെക്കണം. പിന്നെ ആനുവിറ്റി എന്ന് പറയുന്ന പോർഷൻ കൂടെ നമുക്ക് ഇന്ന് ഫുള്ളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നമുക്കത് പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് ഒരു 4-5 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. അതോടെ ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഞാൻ ഇതൊന്ന് ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 2 4 1 2 5 1 2 4 നമുക്ക് ഈ 1ഉം ഇത് 2ഉം 0 ആക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് 1 2 4 സോ 1 നേരെ കുറച്ചാൽ മതി. ഇത് 0 ആക്കണമെങ്കിൽ റോ 1 കുറച്ചാൽ മതി. 2 - 2 0 വരും. 5 - 4 1 വരും. ഇവിടെയും അതേപോലെ 0 0 2 - 2 4 - 4 0 2. സോ ഒബ്വിയസ്ലി നോക്കിയാൽ ലാസ്റ്റ് റോ കംപ്ലീറ്റ് എന്തായി, 0 ആയി. ദാറ്റ് മീൻസ് ഓർഡർ എത്രയായി, 2. എക്കലോൺ ഫോമിലോട്ട് വന്നു. ആൻസർ 2. എം വന്നിരിക്കുന്ന I3 - A ആണ്. സോ എം എന്ന് പറഞ്ഞ I3 1 0 0 0 0 1 0 1 0 0 0 1 minus 5 0 2 0 1 0 minus 4 0 minus 1. So that means m എത്ര കിട്ടും, -4 0 -2 0 0 0 then 4 0 2. എക്കലോൺ ഫോമിൽ ആക്കാനായിട്ട് ഈ പറയുന്ന പ്രിൻസിപ്പൽ ഡയലിന് ഈ 4 കൂടെ 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ജസ്റ്റ് ഫസ്റ്റ് റോയിൽ നിന്ന് -4 ഉണ്ട്. ഒബ്വിയസ്ലി ഡയറക്റ്റ് കിട്ടുന്നതാണ്. -4 0 -2 0 0 0 0 0 0. ഒബ്വിയസ്ലി രണ്ട് റോയും ഫുള്ള് 0 ആയിട്ട് മാറി. ഒരൊറ്റ റോയേ ഉള്ളൂ നോൺ 0 ആയിട്ടുള്ളത്. ദെയർഫോർ റാങ്ക് എത്ര വന്നു, 1. റാങ്ക് ഇസ് ഈക്വൽ ടു 1. റാങ്ക് 1. ദെൻ സോ ഇവിടെ അടുത്തത് റാങ്ക് ഓഫ് മാട്രിക്സ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ എടുക്കുമ്പോഴത്തേക്കും 1 × 21 - 20 - 2 × 10 - 9 plus 3 × 10 - 2 × 14 - 12 3 × 10 - 9 1 -4 plus 3. So obviously equal to 0 വന്നു. സോ 3 താഴെ വരുള്ളൂ. നോക്കിയാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആൻസറിലേക്ക് വരാനുള്ള എളുപ്പത്തിന് 1 2 3 ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 2, 1 ആഡ് ചെയ്താൽ 3, 1 ആഡ് ചെയ്താൽ 4. ദാറ്റ് മീൻസ് ഒരെണ്ണം ഒരു റോ ഡിപ്പെൻഡൻ്റ് ആണ്. ദെയർഫോർ അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2 കിട്ടും ആൻസറിലേക്ക് വരുമ്പോഴത്തേക്കും. എന്നിട്ട് നമുക്ക് എക്കലോൺ ഫോമിൽ ഒന്ന് സോൾവ് ചെയ്യാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയും സോൾവ് ചെയ്താൽ ഒറ്റയടിക്ക് 2 റോ ഐഡൻറ്റിക്കലായിട്ട്, ഐഡൻറ്റിക്കൽ അല്ല
ഡിപ്പെൻഡൻ്റ് ആണ്. സെക്കൻഡ് റോ ഫസ്റ്റ് റോയിൻ്റെ എലമെൻ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് റോ കിട്ടുന്നുണ്ട്. ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ദെയർഫോർ നമുക്ക് 2 എന്നുള്ള ആൻസറിലേക്ക് എത്താം. നമുക്ക് എന്തായാലും എക്കലോൺ ഫോമിൽ ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. 1 2 3 ദെൻ ഈ ടേം 0 ആക്കാനായിട്ട് അതിൽ നിന്ന് × 2 എടുക്കുക. ദാറ്റ് മീൻസ് 0 4 മൈനസ് ചെയ്യുമ്പോൾ -1 4 6 -2. അടുത്തത് ഈ ഒരു ടേം ഇത് 0 ആക്കാനായിട്ട് 0 5 6 -1 then 7 -3 -2. സോ ഇത് ഇനി നമുക്ക് ഈ ടേമാണ് 0 ആക്കേണ്ടത്. ഈ റോയുടെ ബേസിസിൽ സെക്കൻഡ് റോയുടെ ബേസിസിൽ 1 2 3 0 -1 -2 0 n ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി 0 കിട്ടാനായിട്ട്. അടുത്തതും 0 വരും. സോ ദാറ്റ് മീൻസ് നോക്കി ദ ലാസ്റ്റ് റോ 0 ആയി. ദെൻ റിമൈനിങ് നോൺ 0 ആയിട്ടുള്ള 2 റോസ്. 2 ഫോർമാറ്റിലും 2 രീതിയിൽ ചെയ്തപ്പോഴും ആൻസർ 2. 2 രീതിയിൽ ചെയ്താലും ആൻസർ ഇസ് ഈക്വൽ ടു 2. ദെൻ നെക്സ്റ്റ് വൺ. സോ ഇവിടെ ഇതേപോലെ എ ബി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റാങ്ക് ഒന്ന് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലിക്കേഷനാണ്. നോക്കാം, ഇതൊരു 2/3 മെട്രിക്സ് ആണ്. ഇതൊരു 3/2 മെട്രിക്സ് ആണ്. സോ ഫസ്റ്റ് മെട്രിക്സിന് നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന് നമ്പർ ഓഫ് റോസും 3 ആണ്. എ ബി പോസിബിൾ ആണ്. ചെയ്ത് നോക്കി എ ബി കണ്ടുപിടിക്കുക. ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ദെൻ അത് വെച്ചിട്ട് ആൻസറിലേക്ക് വരിക, കണ്ടുപിടിക്കുക ആൻസർ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റാങ്ക് ഓഫ് മെട്രിക്സ് എ ഇൻറ്റു എ കോംപ്ലിമെൻറ്റ്. സോ ഇത് നമുക്കൊരു തിയറിയാണ്. എ ട്രാൻസ്പോസിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ എക്സാക്ട്ലി സെയിം റാങ്ക് ഓഫ് മെട്രിക്സ് എ ആണ്. അങ്ങനെ ആൻസറിലേക്ക് എത്തുക. ദെൻ 28 സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ക്രാമേഴ്സ് റൂൾ ആപ്ലിക്കബിൾ ആകണമെങ്കിൽ m = n ആയിരിക്കണം. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് മെട്രിക്സ് ഇസ് നോൺ സിംഗുലാർ ആണെങ്കിലാണ് നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റുന്നത്, ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്. ഏത് ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്യാനായിട്ട്. Ax = 0 n unknowns are non trivial solution. സോ ഇവിടെ നോക്കേണ്ടത് ട്രിവിയൽ മീൻസ് യുണീക്ക്. മോഡുലസ് ഓഫ് ഇറ്റ് ഐ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നോൺ ട്രിവിയൽ മീൻസ് ഇൻഫിനിറ്റ് കേസ് വരുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ നോൺ ട്രിവിയൽ ഒബ്വിയസ്ലി ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു അല്ലെങ്കിൽ ഡേറ്റ 0 വരുമ്പോഴത്തേക്കും എന്താണ് അതിലും താഴെ ആയിരിക്കും. ദാറ്റ് മീൻസ് പി ഓഫ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു എ ലെസ് ദാൻ എൻ ആയിരിക്കും. ദെൻ സിസ്റ്റം ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ Ax = b and unknowns is consistent ആകുന്നത് P of A, rank of A is equal to rank of B. Rank of A is equal to rank of B. Rank of A is equal to rank of B. So ഇത്രയാണ് നമ്മുടെ matrices and determinants വരുന്നത്. സോ നമുക്കൊരു 10 minutes ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നിങ്ങൾ പലരും കഴിഞ്ഞ ക്ലാസ്സിലും ചോദിച്ചിട്ടുള്ള മേജർ ഏരിയ ഇൻട്രസ്റ്റ് പ്ലസ് നമ്മുടെ ആനുവിറ്റി എന്ന് പറയുന്ന ഏരിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ബ്രേക്ക് എടുക്കാം.
സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ബ്ലോക്ക് 4 അല്ലെങ്കിൽ ചാപ്റ്റർ യൂണിറ്റ് 4 ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ്. കേൾക്കാമോ എല്ലാവർക്കും? നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദെൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഈ ഒരു ചാപ്റ്ററിൽ. ദെൻ അടുത്ത ചാപ്റ്ററിലാണ് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, ഈ പറയുന്ന ആനുവിറ്റി എന്താണ്, പെർപെച്യൂറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആനുവിറ്റി, അതിൻ്റെ ആപ്ലിക്കേഷൻ, പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, അതിൻ്റെയും ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ നോക്കാം. ഫസ്റ്റ് ഇൻട്രസ്റ്റ്. ജനറലി എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് ഇൻട്രസ്റ്റ്? സോ നമുക്ക് നോക്കാം. ഒരാൾ ഇൻട്രസ്റ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദ ബോറോവർ ഫോർ ദ യൂസ് ഓഫ് ലെൻഡേഴ്സ് മണി. സോ ഒരാൾ ലെൻഡറാണ്. ലെൻഡർ ബോറോവർക്ക് എന്താണ് ഒരു സം ഓഫ് മണി കൊടുത്തു ഫോർ എ പീരീഡ് ഓഫ് ടൈം പീരീഡ്, ഫോർ എ ടൈം പീരീഡ് 5 ഇയേഴ്സിലേക്ക്. സോ 5 ഇയേഴ്സ് കഴിയുമ്പോൾ സോ ഒരു 1000 rupees ഒരാൾ ലെൻഡ് ചെയ്തു, ബോറോവർ 1000 rupees വാങ്ങിച്ചു. 5 ഇയേഴ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 ഇയേഴ്സ് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ എക്സാക്ട്ലി 1000 കൊടുത്താൽ മതിയാകുമോ? സോ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ ബോറോവർ എന്ത് ചെയ്യണം? ലെൻഡർക്ക് ഈ എടുത്ത എമൗണ്ട് ഓഫ് സം പ്ലസ് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്, ഒരു എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യണം. ഈ എക്സ്ട്രാ കൊടുക്കുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻട്രസ്റ്റ്. സോ അത് 2 ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആകാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആകാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകാം. സോ നമ്മൾ ഒരു ബാങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, 500 rupees ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 5000 rupees ഇൻവെസ്റ്റ് ചെയ്തു. ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 year ഐ എം ഗെറ്റിംഗ് 5500 rupees എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ കിട്ടിയ 500 rupeesനെയാണ്, അല്ലെങ്കിൽ ഞാൻ ലോൺ എടുക്കുകയാണെങ്കിൽ ഞാൻ എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ജനറലി ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ലോൺ എടുക്കുന്ന അല്ലെങ്കിൽ ബോറോ ചെയ്യുന്നതാണെങ്കിൽ എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻട്രസ്റ്റ്. ക്ലിയർ ആണോ? ദെൻ നമുക്ക് ഇതിനകത്ത് ഫോമിലോട്ട് വരുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ അറിയണം. പ്രിൻസിപ്പൽ. സോ ഇവിടെ ശ്രദ്ധിക്കുക, പ്രിൻസിപ്പൽ, ഇനീഷ്യൽ വാല്യൂ. നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, നമ്മൾ ബോറോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ബോറോ ചെയ്യുന്ന ഇനീഷ്യൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനീഷ്യൽ വാല്യൂ. സോ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ 5000 rupees ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പൽ എന്താണ്? 5000 ആണ്. സോ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ ഈസ് ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് ബോറോയിങ്, അല്ലെങ്കിൽ ഇനീഷ്യൽ വാല്യൂ ഓഫ് ലെൻഡിങ്, അല്ലെങ്കിൽ ഇനീഷ്യൽ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഒരു ഇനീഷ്യൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ. സോ ദാറ്റ് മീൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5000 rupees ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പൽ എന്താണ്? 5000 ആണ്. 5000 rupees ഞാൻ ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പൽ എന്താണ്? 5000. ഇനീഷ്യൽ വാല്യൂ ഓഫ് ലെൻഡിങ് ആകാം, ബോറോയിങ് ആകാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആകാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ. നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും? ക്യാപിറ്റൽ P കൊണ്ട് ഡിനോട്ട് ചെയ്യും. then അറിഞ്ഞിരിക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ നമ്മൾ ഒബിയസ്ലി ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും നമുക്ക് നിങ്ങൾ ഇത്ര ചെയ്താൽ ഞങ്ങൾ 10% ഇൻട്രസ്റ്റ് തരാം. ഒബിയസ്ലി നമുക്ക് എപ്പോഴും റേറ്റ് പറയുന്നത് പെർ ആനം ആയിരിക്കും. The rate at which interest is charged on a defined length of time for the use of principal, generally on yearly basis. Generally on yearly basis. So that means നമുക്ക് വേണമെങ്കിൽ R%. ഇപ്പോഴും എന്താണ് റേറ്റ് അല്ലെങ്കിൽ എമൗണ്ട്? ഇത് ചാർജ്ഡ് ഓൺ ഇയർലി ബേസിസ്. ദാറ്റ് മീൻസ് എങ്ങനെയായിരിക്കും പറഞ്ഞിപ്പോൾ 10% ആണെങ്കിൽ 10% പെർ ആനം, ഒരു വർഷത്തേക്ക് 10% എന്ന രീതിയിലായിരിക്കും എന്ത് പറയുക? ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് R കൊണ്ട്, ക്യാപിറ്റൽ R കൊണ്ട് ഡിനോട്ട് ചെയ്യും. ദെൻ അക്യൂമുലേറ്റഡ് എമൗണ്ട്.
accumulated amount. ശ്രദ്ധിക്കുക, അക്യൂമുലേറ്റഡ് എമൗണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഞാനൊരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 5,000 rupees ഇൻവെസ്റ്റ് ചെയ്തു. 5,000 rupees ഇൻവെസ്റ്റ് ചെയ്തു. ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 year ഐ എം ഗെറ്റിംഗ് ബാക്ക് 4,500 എന്ന് വിചാരിക്കുക. 5,500 അങ്ങനെയാണെങ്കിൽ എൻ്റെ അക്യൂമുലേറ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വാല്യൂ ഓഫ് എമൗണ്ടിനെയാണ് നമ്മൾ എന്താണ് ഫൈനൽ വാല്യൂ. സോ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്യൂമുലേറ്റഡ് എമൗണ്ട്. വേണമെങ്കിൽ നമുക്ക് എ കൊണ്ട് നോട്ട് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് എമൗണ്ട്, കിട്ടിയ എമൗണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൽ ഇട്ട എമൗണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്ത്. ലോൺ എടുക്കുകയാണെങ്കിലും എന്ത് തന്നെയാണ്? നമ്മൾ എടുത്ത എമൗണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ലോണും കൂടെ. നമ്മൾ 50,000 rupees ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമ്മൾ 65,000 അത് ആഡ് ചെയ്ത് വരുന്ന എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയണം. ബിക്കോസ് ഇത് തന്നു വെച്ചിട്ട് നമ്മൾ ഏത് ഫോമുല യൂസ് ചെയ്യണം എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തിട്ട് ആ ഫോമുല അപ്ലൈ ചെയ്യുക, പെട്ടെന്ന് ആൻസറിലേക്ക് വരിക. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ₹1,000 is invested in a bank at 10% per annum, after 1 year he gets an amount of ₹1,100. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ്, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇവിടെ പ്രിൻസിപ്പൽ, ഈ ക്വസ്റ്റ്യനിൽ പ്രിൻസിപ്പൽ എത്രയാണെന്ന് പറയാം? പ്രിൻസിപ്പൽ പി എത്രയാണ്? ഇനീഷ്യൽ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇനീഷ്യൽ വാല്യൂ. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ. ദാറ്റ് മീൻസ് 1,000. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ആർ എത്രയാണത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10% അല്ലെങ്കിൽ 10/100 അല്ലെങ്കിൽ 0.10 എന്ന് പറയും. 10% പെർ ആനമാണ്. 10% per annum. Then accumulated amount. A equal to accumulated amount അല്ലെങ്കിൽ final value accumulated amount. A എത്ര വരും? accumulated amount എത്രയാണ്? accumulated amount ₹1,100 ആണ്, 100 അല്ല. ശ്രദ്ധിക്കണം, ₹1,100. ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. നമുക്ക് IO അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുള്ളതനുസരിച്ച് ഇവിടെ നമ്മൾ ഒബ്വിയസ്ലി സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. I എന്ന് വേണമെങ്കിൽ പറയാം. എത്രയാണ്? ₹100. സോ ദാറ്റ് മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട്, ഫൈനൽ വാല്യൂ ഇനീഷ്യൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻട്രസ്റ്റ്. ക്ലിയർ അല്ലേ? സോ പ്രിൻസിപ്പൽ മീൻസ് ഇനീഷ്യൽ വാല്യൂ, and rate of interest എന്നാവും. accumulated amount means principal plus interest amount. accumulated amountൽ നിന്ന് പ്രിൻസിപ്പൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്ട്രാ മീൻസ് എന്താണ്? ഡെഫിനറ്റ്ലി അതിനെ എന്താണ് വിളിക്കുന്നത്? ഇൻട്രസ്റ്റ്. ക്ലിയർ? ഓക്കെ അല്ലേ? ബേസിക്സ് പ്രിൻസിപ്പൽ ഉദാഹരണം. ബിക്കോസ് നമുക്ക് എന്താണോ കണ്ടുപിടിക്കുന്നത് അതനുസരിച്ച് ഒരു ഫോമുല അപ്ലൈ ചെയ്യും. ദ ഹെൽപ്പ് ഓഫ് കാൽക്കുലേറ്റർ നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് വരും. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ്, നമ്മൾ മേജർ ഏരിയയിലേക്ക് വരികയാണ്. എന്താണ് ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ്? നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഒരു ഡിഫറൻസ് പറയാൻ പറ്റുക? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കുകയാണ്. ഒരു ഇൻട്രസ്റ്റിനെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്?
സിമ്പിൾ ഇൻട്രസ്റ്റ്. പറയാം എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? ആരെങ്കിലും നോക്കാം. ഓക്കെ, ഫോമുലയിലോട്ടും അതിൻ്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. ഫോമുല പ്ലസ് 2-3 ഷോർട്ട് കട്ട് ഫോമുല. ഇത്ര അറിയെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് ടൈം ലിമിറ്റിൽ ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റൽ ക്ലാരിറ്റിയോടെ ഫോമുല ഓർത്ത് വെക്കുക, ആൻസറിലേക്ക് വരിക. സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ ഇവിടെ നോക്കാം, നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇതൊരു ഡിസ്കഷൻ വരുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടഡ് ഓൺ ദ പ്രിൻസിപ്പൽ ഫോർ ദ എൻറ്റയർ പീരീഡ്. എൻറ്റയർ പീരീഡ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്താണ്. ദാറ്റ് മീൻസ് എന്ത് കിട്ടില്ല? ഇൻ ബിറ്റ്വീൻ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ ബാലൻസ് ആൻഡ് നോട്ട് ഓൺ ഇൻട്രസ്റ്റ് ഏൺഡ് പ്രീവിയസ്ലി. ദാറ്റ് ഈസ് നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഡ്യൂറിങ് ദ ടേം. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡിൽ അല്ലെങ്കിൽ ലോൺ പീരീഡിൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് നമ്മൾ എന്തെടുക്കില്ല? ഇൻട്രസ്റ്റ് എടുക്കില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഫോമുലയിലോട്ട് വരുന്നതിന് മുമ്പ്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. എക്സാമ്പിളാണ്. ₹10,000 ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 10% per annum simple interest. Compute interest and in 5 years. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തു. അവർ പറയുന്നുണ്ട് 10% per annum. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു 10% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 5 വർഷം കൊണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ, ഏത് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന എന്തിൻ്റെ പുറത്ത് മാത്രമായിരിക്കും? ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്ത് മാത്രമായിരിക്കും. ഇവിടെ ഒന്ന് നോക്കുക, ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. സോ നമ്മളിവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്ര കിട്ടും? 10% ഇൻട്രസ്റ്റ്. നോക്കാം, 10,000-ൻ്റെ 10% എത്രയാണ്? 10,000-ൻ്റെ 10% 1,000 ആണ് അല്ലേ? സോ 1,000 rupees എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ സാധാരണക്കാരൻ എന്ത് വരും? നമ്മൾ ബാങ്കിൽ 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തു. ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് എന്താണ്? 1,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടണമല്ലോ. സോ ദാറ്റ് മീൻസ് ആൾ വിചാരിക്കും എന്താണ്? ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 1,100 ഉണ്ടല്ലോ, 11,000 ഉണ്ടല്ലോ. 10,000 പ്ലസ് ഈ ഒരു 1,000. ദെൻ രണ്ടാമത്തെ വർഷം എന്താണ്? അയാൾ വിചാരിക്കും എന്താണ്? എനിക്ക് ഈ 11,000-ൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കും. ശരിയാണോ അത്? സോ ബാങ്കേഴ്സ് നമുക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് തരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ നിങ്ങൾ തന്നത് എത്രയാണോ അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഇൻട്രസ്റ്റ് തരും. അല്ലാതെ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻ ബിറ്റ്വീൻ പീരീഡ് ഞങ്ങൾ തന്ന ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് എന്ത് തരൂല? ഇൻട്രസ്റ്റ് തരില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ? ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്ത് മാത്രമേ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ദർ വിൽ നോട്ട് ബി എനി ഇൻട്രസ്റ്റ് ഓൺ ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഡ്യൂറിങ് ദ പീരീഡ്. ഈ 1,000 rupees നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ഞങ്ങൾ തന്ന ഇൻട്രസ്റ്റ് അല്ലേ? ഞങ്ങൾ തന്ന ഇൻട്രസ്റ്റിന് പുറത്ത് ഞങ്ങൾ എന്ത് തരില്ല? ഇൻട്രസ്റ്റ് തരില്ല. സോ ദാറ്റ് മീൻസ് സെക്കൻഡ് ഇയറിൽ എത്ര കിട്ടും? ഇതേപോലെ 10,000-ന് 10% അല്ലാണ്ട് 11,000-ന് കിട്ടില്ല. എക്സാക്ട്ലി 1,000. ദെൻ അതേപോലെ തേർഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും 1,000. ഫോർത്ത് ഇയറിലും 1,000. ഫിഫ്ത്ത് ഇയറിലും 1,000. ദാറ്റ് മീൻസ് എന്താണ് പ്രത്യേകത? ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ ഓൺലി. സോ ദാറ്റ് മീൻസ് നമുക്ക് നോക്കാണ്ടോ, എല്ലാ വർഷവും 1,000 വെച്ച് കിട്ടി. 5 വർഷം കൊണ്ട് ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ എത്രയാണ്? 5,000. ഇതാണ് ഡെഫിനിഷൻ പ്രകാരം നമ്മൾ സോൾവ് ചെയ്തത്. ഇനി നമ്മൾ ഫോമുലയിലോട്ട് വരികയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫോമുല സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോമുല P × R/100 × T. സോ P പ്രിൻസിപ്പലാണ്, R ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, T ടൈം പീരീഡ് ഇൻ ഇയേഴ്സ് ആണ്. ഇവിടെ നമുക്ക് നോക്കാം P എത്രയാണ്? 10,000. നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻ മറ്റേ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ ചെയ്ത ആൻസറിലേക്ക് എത്തി. ഈ നമ്മുടെ ഫോമുല 10% മീൻസ് 10 ഡിവൈഡഡ് ബൈ 100 × 5. 10 ഡിവൈഡ് ബൈ 100 × 5.
സോ ദാറ്റ് മീൻസ് എത്ര കിട്ടും? 5000. എക്സാക്ട്ലി സെയിം കിട്ടിയില്ലേ നമുക്ക് ഡെഫിനിഷൻ പ്രകാരമുള്ള അതേ ആൻസർ. സോ ഡെഫിനിഷൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ്. എത്ര വർഷമാണെങ്കിലും നമുക്ക് എന്തിൻ്റെ പുറത്ത് മാത്രമേ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ? കിട്ടുന്നതെല്ലാം എന്തിൻ്റെ പുറത്ത് മാത്രമായിരിക്കും? ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്ത് മാത്രമായിരിക്കും ഇൻട്രസ്റ്റ്. ഡ്യൂറിങ് ദ പീരീഡ് കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടില്ല. സോ ഒബ്വിയസ്ലി നമുക്ക് അക്യൂമുലേറ്റഡ് എമൗണ്ട് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? പി പ്ലസ് എസ് ഐ. പ്രിൻസിപ്പലിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യാം? പി ഇൻറ്റു ആർ ബൈ 100 ഇൻറ്റു ടി. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അല്ല, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ. ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ ബാലൻസ്. സോ ദാറ്റ് മീൻസ് ഞാനിവിടെ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണ്? എൻ്റെ പ്രിൻസിപ്പൽ എത്രയാണ്? 10,000 rupees ആണ്. ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന 1000 ആണ്. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എനിക്ക് ബാങ്കേഴ്സ് ആണ് തന്നത് 1000 rupees. അതെൻ്റെ പ്രിൻസിപ്പൽ അല്ല, എനിക്ക് കിട്ടിയ എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. സോ ഔട്ട്സ്റ്റാൻഡിങ് ഞാൻ കൊടുത്ത എമൗണ്ടിനെ, ഇനീഷ്യൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രിൻസിപ്പൽ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ ഫോർമുല? സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർമുല ക്ലിയർ അല്ലേ? ഡെഫിനിഷൻ പ്ലസ് ഫോർമുല ക്ലിയർ ആയിരിക്കണം. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഡെഫിനിഷന്. ബിക്കോസ് ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ അത് കിട്ടും. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ഫോർമുല? ദെൻ നമുക്ക് 1-2 ഷോർട്ട് കട്ട് ഫോർമുലയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ യൂസ് ചെയ്യാവുന്ന ഫോർമുലയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് അൺനോൺ, സം ഓഫ് മണി ഡബിൾസ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോൺ. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ട് സമ്മ്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ സമ്മ് ഡബിൾ ആകാണ്ടിരിക്കാൻ, ദാറ്റ് മീൻസ് പി ഇൻവെസ്റ്റ് ചെയ്താൽ 2p അല്ലെങ്കിൽ 1000 ഇൻവെസ്റ്റ് ചെയ്താൽ 2000 ആകാൻ എടുക്കുന്ന ടൈം പീരീഡ് ചോദിച്ചാൽ റേറ്റ് ഗീവൺ സം ഡബിൾസ് ഇൻ, അതിന് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് 100 ഡിവൈഡഡ് ബൈ ആർ. സോ ആർ എന്ന് പറയുന്ന പെർസെൻറ്റേജ്, 10% ആണെങ്കിൽ ആർ 10 ആണ്. 10 അത്രയും ഇയേഴ്സ്. 100 ഡിവൈഡഡ് ബൈ ആർ ഇയേഴ്സ് യൂസ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട് ഫോർമുലയാണ്. നമുക്ക് എന്താ സിമ്പിൾ 10% ഇൻട്രസ്റ്റിൽ സമ്മ് ഡബിൾ ആകാൻ എടുക്കുന്ന ടൈം ചോദിച്ചു കഴിഞ്ഞാൽ നേരെ 100 ഡിവൈഡഡ് ബൈ 10. 100 ഡിവൈഡഡ് ബൈ 10. ദെൻ നെക്സ്റ്റ് വൺ. സോ ഇവിടെ നമുക്ക് ടൈം പീരീഡ് തന്നിരിക്കുന്നു. സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ ഡാഷ് ഇയേഴ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എത്ര ഏതായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഫോർമുല നമ്പർ ഓഫ് ഇയേഴ്സ് ഗിവൺ, ദെൻ സം ഡബിൾസ്. 10 വർഷം കൊണ്ട് സമ്മ് ഡബിൾ ആകുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്യാം. 100 ഡിവൈഡഡ് ബൈ ടി, ടൈം പീരീഡ് ഇൻ ഇയേഴ്സ്, അത്രയും പെർസെൻറ്റേജ്. 100 ഡിവൈഡഡ് ബൈ ടി, അത്രയും പെർസെൻറ്റേജ്. ദെൻ പിന്നീട് നമുക്ക് ചോദിക്കാവുന്ന, if interest rate is given and sum of money becomes n times, sum of money നേരത്തെ ഡബിൾ മീൻസ് 2 times ആയിരുന്നു. സോ 3 times 4 times ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എത്ര ഇയേഴ്സ് കൊണ്ടാണ് സമ്മ് 3 times അല്ലെങ്കിൽ 4 times ആകുന്നതെന്ന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഫോർമുലയാണ് ഇൻട്രസ്റ്റ് റേറ്റ് given sum becomes n times in n minus 1 into 100 divided by r. ഇത്രയും ഇയേഴ്സ്. ഇവിടെ നോക്കുക എക്സാക്ട്ലി ഈ ഫോർമുലയാണ്. സം ഡബിൾ ആകുക മീൻസ് n സ്ഥാനത്ത് 2 വരും. 2 minus 1 into 100 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എത്രയാണ്? 100 ആണ് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഫോർമുല 100 by r, അത്രയും ഇയേഴ്സ് വരുന്നത്. സം ബിക്കംസ് n times in n minus 1 into 100 divided by r, അത്രയും ഇയേഴ്സ്. Then so important formula. രണ്ട് രീതിയിൽ തന്നാൽ സം ഓഫ് മണി ബിക്കംസ് n1 times, സം ബിക്കംസ് n1 times in t1 years and same sum becomes n2 times in t2 years. Then നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആയിട്ട് തന്നിട്ട് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ നമുക്ക് ഏത് ഷോർട്ട് കട്ട് ഫോർമുല എടുക്കാം? t1 ഡിവൈഡഡ് ബൈ t2 is equal to n1 minus 1 divided by n2 minus 1. t1 divided by t2 is equal to n1 minus 1 divided by n2 minus 1.
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കും. നോർമൽ വേയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ആൻസർ കണ്ടുപിടിച്ച് ഇക്വേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഈ ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്താൽ പെട്ടെന്ന് ആൻസറിലേക്ക് വരാം. എവിടെയാണ് ആ ഫോമുല യൂസ് ചെയ്യുന്നുള്ള ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. സം ഓഫ് മണി becomes 2 times in 10 years, then the sum becomes 3 times in dash years. Simple interest. ഇരട്ടിയാകാനായിട്ട് 10 വർഷം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 3 ഇരട്ടിയാകാനായിട്ട് എത്ര വർഷം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. സം ഓഫ് മണി ബിക്കംസ് 2 ടൈംസ്. ദാറ്റ് മീൻസ് N1 എന്ന് പറയുന്നത് 2 ആണ്. T1 എന്ന് പറയുന്നത് 10 ഇയേഴ്സ് ആണ്. ദെൻ സം ഓഫ് മണി ബിക്കംസ് 3 ടൈംസ്. N2 എന്ന് പറയുന്നത് 3 ആണ്. ദെൻ T2 കണ്ടുപിടിക്കണം. സോ നമുക്ക് ഏത് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യാം. അല്ല എങ്കിൽ 2 ടൈംസ് ആകാൻ 10 ഇയേഴ്സ് ആണെങ്കിൽ അത് വെച്ച് റേറ്റ് കണ്ടുപിടിക്കണം. ആ റേറ്റ് യൂസ് ചെയ്ത് n ടൈംസ് ആകാൻ n-1 × 100 ഡിവൈഡഡ് ബൈ റേറ്റ് എന്നുള്ള രണ്ട് ഫോമുല യൂസ് ചെയ്ത് ആൻസറിലേക്ക് വരേണ്ടതിന് പകരം നമുക്ക് ഏത് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യാം. T1 ഡിവൈഡഡ് ബൈ T2 ഇസ് ഈക്വൽ ടു n1 - 1 ഡിവൈഡഡ് ബൈ n2 - 1. സോ ഇവിടെ T1 എത്രയാണ്? 10 ആണ്. T2 കണ്ടുപിടിക്കണം. n1 എത്രയാണ്? 2 ആണ്. 2 - 1 ഡിവൈഡഡ് ബൈ 3 - 1. സോ ദാറ്റ് മീൻസ് T1 ഡിവൈഡഡ് ബൈ T2. 10 divided by T2 is equal to 2 - 1 1, 3 - 1 2, cross multiply ചെയ്യുക. That implies in the answer T2 is equal to 20 years. T2 is equal to 20 years. Clear ആണോ? Okay. So very important shortcut formula. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലും ഈ ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുണ്ട് നമ്മുടെ ബുക്കിലുള്ള ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് തന്നെ നോർമൽ വേയിൽ ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്താൽ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താം. ഇത്രയും കാര്യങ്ങളാണ്. കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് മീൻസ് എന്തിൻ്റെ പുറത്ത് മാത്രം ഇൻട്രസ്റ്റ്. ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്ത് മാത്രം ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് എന്തിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് ഇല്ല? ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് ഇല്ല. എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? സെയിം എമൗണ്ട് ആയിരിക്കും അല്ലേ? എല്ലാ വർഷവും ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്തല്ലേ നമ്മൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോമുല SI is equal to P × R/100 × T. അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ദെൻ നമ്മൾ ഷോർട്ട് കട്ട് ഫോമുല കുറച്ചു. 2 ടൈംസ് ആകാനാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് 100 ഡിവൈഡ് ബൈ 6. ടൈം പീരീഡ് ആണ് വന്നിരിക്കുന്നത് 100 ഡിവൈഡ് ബൈ T. n ടൈംസ് ആണ് n - 1 ഡിവൈഡ് ബൈ 6. n1 ടൈംസ് ഇൻ T1 ഇയേഴ്സ് ആൻഡ് n2 ടൈംസ് ഇൻ T2 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏത് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യാം. T1 ഡിവൈഡ് ബൈ T2 ഇസ് ഈക്വൽ ടു n1 - 1 ഡിവൈഡ് ബൈ n2 - 1. ഓക്കെ. ദെൻ ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കോൺസെപ്റ്റ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഹലോ, കേൾക്കാമോ? ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ എന്തുകൊണ്ടാണ്? കേൾക്കാമോ?
കേൾക്കാമോ? സ്റ്റാർട്ട് ചെയ്യാവോ? സോ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നിങ്ങൾ തന്നെ ഒന്ന് പറയാമോ, എന്താണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്? സോ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് എന്താണ്, ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യും. ദാറ്റ് മീൻസ് പ്രിൻസിപ്പലിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു എമൗണ്ടിൻ്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, അടുത്ത പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏത് പീരീഡിലാണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യേണ്ടത്, അത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. സോ അതിന് നമ്മൾ പറയുന്നത് സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ് എന്നാണ്. സോ ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് is the interest that accrues when earnings of each period അല്ലെങ്കിൽ conversion period of time is added to the principal, thus increasing the principal base on which subsequent interest is computed. So that means simple interest in the case പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്ത് മാത്രം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താണ്, സ്പെസിഫൈഡ് പീരീഡിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിനെ കൂടെ ആഡ് ചെയ്തിട്ട് ദെൻ അടുത്ത സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡിലേക്ക് എങ്ങനെ കണ്ടുപിടിക്കും, ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് വീണ്ടും ആഡ് ചെയ്ത് പോകും. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ്. നോക്കാം. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ നമുക്ക് എങ്ങനെ പറയാം, പ്രിൻസിപ്പൽ റിമൈൻസ് ദ സെയിം ത്രൂ ഔട്ട്. സോ ദാറ്റ് മീൻസ് ഏത് പീരീഡിൽ ഏത് വർഷം എടുത്താലും നമ്മൾ എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്ത് മാത്രമാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ബട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ഇൻക്രീസസ് വിത്ത് സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ്. സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പൽ ഇൻക്രീസ് ചെയ്യും. ഓരോ കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡിൽ എന്താണ്, ഈ ഇൻക്രീസ് ചെയ്ത പ്രിൻസിപ്പലിൻ്റെ പുറത്ത് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ഓക്കെ. സോ എന്താണ് ഈ സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ്? ഈസ് അറ്റ് ദ പീരീഡ് at the end of which interest is compounded is called conversion period. സോ ഇവിടെ നിന്നാണ് നമുക്ക് ഈ സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ് കിട്ടുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ. സോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കോമ്പൗണ്ടഡ് ആനുവലി എന്നാണെങ്കിൽ എന്നാണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ കൺവേർഷൻ പീരീഡ് എന്താണ്, 12 മാസം കൂടുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യും. 12 മാസം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു ഇയർ ആണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ് ആ കേസിൽ എത്ര വരും, ഒരു കൺവേർഷൻ പീരീഡ് ആയിരിക്കും വരിക. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ കോമ്പൗണ്ടഡ് സെമി ആനുവലി എന്നാണ് വരുന്നതെങ്കിൽ 6 മന്ത്സ് കൂടുമ്പോഴാണ് കൺവേർഷൻ പീരീഡ് വരുന്നത്. ദാറ്റ് മീൻസ് ഒരു വർഷം നമുക്ക് എന്താണ് 2 മാസം കൂടുമ്പോഴല്ലേ ഒരു വർഷമാകുന്നത്. ഒരു വർഷം എത്ര കൺവേർഷൻ പീരീഡ്സ് ഉണ്ടാവും, 6 മന്ത്സിൻ്റെ 2 കൺവേർഷൻ പീരീഡ്സ്. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്ന് പറഞ്ഞാലോ 3 മന്ത്സ് ആയിരിക്കും കൺവേർഷൻ പീരീഡ്. ഒരു വർഷം 3 മാസത്തിൻ്റെ 4 ക്വാർട്ടേഴ്സ് ആണുള്ളത്, 4 കൺവേർഷൻ പീരീഡ് ഉണ്ടാവും. കോമ്പൗണ്ടഡ് മന്ത്ലി ആണെങ്കിൽ ഓരോ മന്ത് കൂടുമ്പോഴാണ് കൺവേർഷൻ പീരീഡ്. ദാറ്റ് മീൻസ് 12 കൺവേർഷൻ പീരീഡ്സ് ഉണ്ടാവും. കോമ്പൗണ്ടഡ് ഡെയിലി ആണെങ്കിൽ 365, ലീപ്പ് ഇയർ ആണെങ്കിൽ 366 കൺവേർഷൻ പീരീഡ്സ് ഉണ്ടാകും. ഓക്കെ അല്ലേ? ഓരോ കൺവേർഷൻ പീരീഡ് കഴിയുമ്പോഴും ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു, തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്താണ് എന്ത് വരുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ സെനാരിയോ അല്ല. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താണോ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ അതിൻ്റെ പുറത്ത് മാത്രം ഇൻട്രസ്റ്റ്. ബട്ട് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓരോ കൺവേർഷൻ പീരീഡിലെയും ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്തിട്ട് അടുത്ത കൺവേർഷൻ പീരീഡിലേക്ക് ഇൻക്രീസ് ചെയ്ത പ്രിൻസിപ്പലിൻ്റെ പുറത്ത് വീണ്ടും ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു, അത് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്ത് ഈ പറയുന്ന എത്ര കൺവേർഷൻ പീരീഡ്സ് ഉണ്ടോ അത്രയും താളത്തേക്ക് എടുക്കുന്നു. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് എ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്ത് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. സോ എ ഈസ് ഈക്വൽ ടു ഏത് ഫോമിലെടുക്കാം, പ്രിൻസിപ്പൽ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 1 +
r by 100 the whole raised to n. Then the accumulated amount ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി a minus p. So that means a എന്ന് പറഞ്ഞാൽ p into 1 plus r by 100 the whole raised to n minus p. That means p into 1 plus r by 100 the whole raised to n minus 1. So ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് പോർഷൻ മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ. then ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ഫോർമുല എങ്ങനെ ചേഞ്ച് ആക്കണം. സോ accumulated amount if compounded annually. ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? a is equal to കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം എന്താണ്? ആനുവലി, അതായത് ഓരോ വർഷവുമാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ദെർഫോർ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. p into 1 plus r by 100 the whole raised to n അല്ലെങ്കിൽ 1 into t. ടൈം പീരീഡിനെ എത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ എത്ര കൺവേർഷൻ പീരീഡ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. ദെൻ കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ കോമ്പൗണ്ടഡ് സെമി ആനുവലി a is equal to p into 1 plus ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് r ഡിവൈഡഡ് ബൈ r by 100 ആണ് പെർ ആനം വരുന്നത്. ഇവിടെ സെമി ആനുവലി ആണ്. നമുക്ക് എത്ര കൺവേർഷൻ പീരീഡ്സ് ഉണ്ട്? 2 കൺവേർഷൻ പീരീഡ്സ് 6 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ദെർഫോർ r ഡിവൈഡഡ് ബൈ 200 ദ ഹോൾ റേസ് ടു ടൈം പീരീഡിനെയും എന്താക്കണം? കൺവേർഷൻ പീരീഡ്സിലൊക്കെ ആക്കി മാറ്റണം. ബിക്കോസ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് കൺവേർഷൻ പീരീഡിനാണ്, ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലല്ല കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ വരുന്നത്. ദെൻ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ ഇത് വരും a is equal to p into 1 plus r by ക്വാർട്ടർ ആകുമ്പോൾ 4 ക്വാർട്ടർ ഉണ്ടാവും. ഓരോ ക്വാർട്ടറിലെയും ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് r എന്ന് പറയുന്നത് പെർ ആനം ആണ്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് r പെർസെൻറ്റേജിനെ ഡെസിമലിലേക്ക് ആക്കാൻ by 100, ദാറ്റ് മീൻസ് 4 into 100 400 raised to 40. ദെൻ കോമ്പൗണ്ടഡ് മന്ത്ലി ആണെങ്കിലോ എങ്ങനെ വരും? a is equal to p into 1 plus r by 1200 the whole raised to 12t. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കണം. കോമ്പൗണ്ടഡ് ആനുവലി ആണോ, കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണോ, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണോ, കോമ്പൗണ്ടഡ് മന്ത്ലി ആണോ, അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഫോമിലേക്ക് ഏതാണ് PO AO എന്താണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് ഇട്ട് കൊടുക്കുക, ആൻസറിലേക്ക് വരിക. ഓക്കെ അല്ലേ? സോ വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ ഫോർമുല? സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല a is equal to p into 1 plus r by 100 the whole raised to n. കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ എങ്ങനെ മാറും? p into 1 plus r by 200 എന്നുള്ളത് താഴെ ഒരു 2 കൂടെ വരും, the whole raised to 2t. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിലോ a is equal to p into 1 plus r by 400 the whole raised to 40. കോമ്പൗണ്ടഡ് മന്ത്ലി ആണെങ്കിലോ a is equal to p into 1 plus r by 1200, that means 12 into 100 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്, the whole raised to 12t. ഓക്കെ, ക്ലിയർ ആണോ ഫോർമുല? Then
ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ₹2000 is invested at the rate of 10% per annum. What is the amount after 2 years if compounding is done? So നമുക്ക് accumulated amount കണ്ടുപിടിക്കണം. ₹2000 at 10% per annum for 2 years. Find a accumulated amount if compounding is done. 3 കേസ് നമ്മൾ എടുക്കണം, 4 കേസ്. കോമ്പൗണ്ടിങ് ഈസ് ഡൺ ആനുവലി ആണെങ്കിൽ എന്താണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ? ആനുവലി എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഒരു ചേഞ്ചും ഇല്ല. A is equal to P into 1 plus R by 100 the whole raised to T. T ഇവിടെ എത്രയാണ്? 2 years ആണ്. P എത്രയാണ്? ഇനീഷ്യൽ വാല്യൂ 2000 into 1 plus 10 by 100 the whole raised to 2. So that means 2000 into 1.10 by 100 എത്രയാണ്? 1 ആണ്. 1 plus 0.1 എത്രയാണ്? 1.1 സ്ക്വയർ. കാൽക്കുലേറ്ററിൽ 1.1 ഇൻറ്റു ഈക്വൽ അടിക്കുമ്പോൾ 1.21 കിട്ടും ഇൻറ്റു 2000. റൈറ്റ് ആൻസർ 2420 കിട്ടും. 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 2420 ആണ്. 2420. ക്ലിയർ ആണോ? ആനുവലി ആണെങ്കിൽ നെക്സ്റ്റ് വൺ കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണ്. കോമ്പൗണ്ടഡ് സെമി ആനുവലി A is equal to P into 1 plus സെമി ആനുവലി ആകുമ്പോൾ 2 ക്വാർട്ടർ 6 മാസം വെച്ചുള്ള 2. സോ ദാറ്റ് മീൻസ് നമുക്ക് 6 എന്ന് പറഞ്ഞ 1 വർഷത്തേക്കാണ് വന്നിരിക്കുന്നത്. അതിനെ പകുതി ആക്കണം. R divided by 200 the whole raised to 2T. അതായത് ഇപ്പോൾ ടൈം പീരീഡിന് എന്താണ്? എത്ര വർഷം ഉണ്ടോ അതിനെ എത്രയാണ്? നമുക്ക് കോമ്പൗണ്ടഡ് സെമി ആനുവലി ആയതുകൊണ്ട് എന്താണ്? 6 മാസം കൂടുമ്പോഴുള്ള ടോട്ടൽ കോമ്പൗണ്ടിങ് കൺവേർഷൻ പീരീഡ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ദാറ്റ് മീൻസ് 2000 into 1 plus 10 divided by 200 the whole raised to 4. That means 2000 into 10 divided by 200 0.05. That means 1.05 raised to 4. So try to answer 1.05 into equal അടിക്കുമ്പോൾ കാൽക്കുലേറ്ററിൽ 2 times കിട്ടും. 3 ഒന്നുകൂടി ഈക്വൽ അടിക്കുമ്പോൾ 3 times, ഒന്നുകൂടി ഈക്വൽ അടിക്കുമ്പോൾ 4 times. അതേ ഇൻറ്റു 2000. Try to answer. Final answer 2431.01. കോമ്പൗണ്ടഡ് സെമി ആനുവലി ആയപ്പോൾ 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട്. 2420 പകരം നമുക്ക് എത്ര കിട്ടും? 2431. ഡെസിമൽ കിട്ടിയാൽ 2431. ദെൻ ഇത് ശ്രദ്ധിക്കേണ്ടത് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. Compounded quarterly. A is equal to P into 1 plus R by 400 the whole raised to 4T. That means 2000 into 1 plus 0.025 the whole raised to 8. That means 2000 into 1.025 raised to 8. And കണ്ടുപിടിക്കാം. കാൽക്കുലേറ്ററിൽ 1.025 into equal equal 2 times, ഒന്നുകൂടി equal equal 3 times, 4, 5, 6, 7, 8 into 2000. റേറ്റും 2436.805. ക്വാർട്ടർലി ആയപ്പോഴത്തേക്കും എമൗണ്ട് വീണ്ടും കുറച്ചുകൂടെ ഇൻക്രീസ് ഉണ്ടായി. ദെൻ നെക്സ്റ്റ് വൺ കോമ്പൗണ്ടഡ് മന്ത്ലി ആണെങ്കിൽ എന്തുവരും? A is equal to P into 1 plus R by 1200 the whole raised to 12T. That means
A is equal to 2000 into 1 plus 10 divided by 1200 the whole raised to 24. So that means 2000 into 10 divided by 1200 0.00833 എടുക്കുക 1.00833 എല്ലാവർക്കും ഒരേ ആൻസർ 33333 അങ്ങനെ പോകുന്നുണ്ട് 233 വരെ എടുക്കുക raised to 24. So that means 1.00833 into equal to times 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 into 2000 right to 2440.588 2440.588 ക്ലിയർ ആണോ ക്വസ്റ്റ്യനിൽ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് വാല്യൂ കണ്ടുപിടിക്കുകയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ ആണോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും നമുക്ക് ചോദിക്കേണ്ടത് ഇതാണ് നമുക്ക് ക്ലക്സ് അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെ ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഏത് ഫോമുല യൂസ് ചെയ്യണം അപ്ലൈ ദാറ്റ് ഫോമുല യൂസ് കാൽക്കുലേറ്റർ ആൻഡ് ആൻസർ ക്ലിയർ ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്കൊന്ന് രണ്ട് ഷോർട്ട് കട്ട് ഫോമുല ഉണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലും സം becomes n times in t years, then the sum becomes n raised to m times in m into t years. The question example at sum becomes 2 times in 3 years. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് വേറെ ഫോമുലയാണ് T1 ഡിവൈഡ് ബൈ T2 ആണ് ഇവിടെ ദെൻ സം ബിക്കംസ് 8 ടൈംസ് സം ബിക്കംസ് അല്ലെങ്കിൽ 32 ടൈംസ് സം ബിക്കംസ് 32 ടൈംസ് ഇൻ ഡാഷ് ഇയേഴ്സ് ജനറലി നമ്മൾ ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് വെച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ദെൻ 32 ടൈംസ് ആകാറുള്ളത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സം ഓഫ് മണി ബിക്കംസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ 2 ടൈംസ് അതായത് n ഈക്വൽ ടു 2 ആണ് ഇൻ 3 ഇയേഴ്സ് t ഈക്വൽ 32 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ് 2 റേസ് ടു 5 ആണ് 32 ദാറ്റ് മീൻസ് n റേസ്ഡ് ടു m എന്നുള്ള m എത്രയാണ് 5 ആണ് അങ്ങനെയാണെങ്കിൽ m ഇൻറ്റു ടി എം എത്രയാണ് 5 ആണ് ഇൻറ്റു 3 ദാറ്റ് മീൻസ് 15 ഇയേഴ്സ് കൊണ്ടായിരിക്കും എന്ത് സംഭവിക്കുക 32 ടൈംസ് ആകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റില ക്ലിയർ ആണോ സോ റിട്ടൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഫോമുല സോ കോസ്റ്റ് ഓഫ് അസറ്റ് സി ആണെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ കണ്ടുപിടിക്കാൻ ഫോമുല കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റൈസ് ടു എൻ സോ ഇവിടെ സി ആണ് കോസ്റ്റ് ഓഫ് അസറ്റ് I be the rate of depreciation, N be the life of asset. സോ ഇത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം സോ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോമുല സി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റൈസ് ടു എൻ സി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റൈസ് ടു എൻ ഇത്ര വർഷം കഴിഞ്ഞിട്ടുള്ള ഡിപ്രീഷിയേറ്റ് വാല്യൂ ഇതാണ് അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യാം ഇവിടെ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ വർക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം ആണ്
2 വർഷം കഴിയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻസ്. ഒബിയസ്ലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടുതൽ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഏത് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യാം? പി ഐ സ്ക്വയർ. പി പ്രിൻസിപ്പളാണ്, ഐ അല്ലെങ്കിൽ നമ്മൾ ആറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പി ആർ സ്ക്വയർ. പി ആർ സ്ക്വയർ. അതേപോലെ 3 വർഷത്തേക്കാണെങ്കിൽ 2 വർഷത്തേക്ക് ഫസ്റ്റ് ഇയറിലാണെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? പി ഇൻറ്റു ഇൻട്രസ്റ്റ് സ്ക്വയർ. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ആർ ആണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ പി ആർ സ്ക്വയർ ഇൻറ്റു 3 പ്ലസ് ആർ. സോ ഇവിടെ എല്ലാം ശ്രദ്ധിക്കണം. ആർ ഇൻ ദ സെൻസ് ഡിവൈഡഡ് ബൈ 100% അല്ല, ഡെസിമലിലാണ് പി ആർ സ്ക്വയർ അല്ലെങ്കിൽ പി ആർ ഡിവൈഡഡ് ബൈ 100. 6 ഡിവൈഡഡ് ബൈ 100 വരുന്നുണ്ട്. ഇൻ കേസ് ഓഫ് 10% ആണെങ്കിൽ 10 ഡിവൈഡ് ബൈ 100 ദാറ്റ് മീൻസ് 0.10 ആണ് നമ്മൾ 6 ആയിട്ട് എടുക്കേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ സോ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫോമുല. An interest is called nominal if the frequency of compounding is not identical. That means usually year ഒരു ഇയർ അല്ല. ദാറ്റ് മീൻസ് കോമ്പൗണ്ടഡ് സെമി ആനുവലിയോ അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് ക്വാർട്ടർലിയോ വരുന്ന കേസിലാണ് നമുക്ക് 1 വർഷം. സോ ആക്ച്വലി ഞങ്ങൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് തരുന്നത്? വി ആർ പ്രൊവൈഡിങ് ദിസ് മച്ച് പെർ ആനം, ബട്ട് വി ആർ പ്രൊവൈഡിങ്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എന്ത് മനസ്സിലാവും? ഒന്നുകിൽ കോമ്പൗണ്ടഡ് സെമി ആനുവലി ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് മന്ത്ലി ആയിരിക്കാം. ആ കേസിൽ നമ്മൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് ഈ കിട്ടുന്ന ഇൻട്രസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ട് നമ്മൾ 1 വർഷത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ, 1 വർഷത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് മീൻസ് നോമിനൽ റേറ്റ് 10% ആണ്, ബട്ട് വി ആർ പ്രൊവൈഡിങ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് സെമി ആനുവലി എന്ന രീതിയിൽ വന്നാൽ, ആനുവലി ആണെങ്കിൽ നമുക്ക് നോ ഇഷ്യൂസ്. നമുക്കിവിടെ ഫോമുല എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിനോട്ടഡ് ബൈ ആർ ഇ. ഇവിടെ ആർ ഇ എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ആർ ഇ ഒന്നുമില്ല, നോക്കാം. ആർ ഇ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എൻ ഡിവൈഡഡ് ബൈ എം the whole raised to m minus 1 into 100. So that means R എന്ന് പറഞ്ഞാൽ നോമിനൽ റേറ്റ് ആണ്, M നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ്. സോ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് മൂന്ന് കാര്യങ്ങൾ വേണമെങ്കിൽ വരാം. കോമ്പൗണ്ടഡ്, ഇവിടെ ശ്രദ്ധിക്കുക, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് കോമ്പൗണ്ടഡ് സെമി ആനുവലി. സെമി ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 1 പ്ലസ് ആർ എൻ, റേറ്റ് എത്രയാണോ കോമ്പൗണ്ട് നോമിനൽ റേറ്റ് എത്രയാണോ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ റേസ് ടു 2 മൈനസ് 1 ഇൻറ്റു 100 എടുക്കുന്ന പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഡെസിമൽ ആൻസർ കിട്ടും. സോ ഇതാ കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നെങ്കിലോ 1 പ്ലസ് ആർ എൻ ഡിവൈഡഡ് ബൈ 3 മാസത്തെ, അതായത് ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ റേസ് ടു 1 വർഷത്തെ മൈനസ് 1 ഇൻറ്റു 100. ദെൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് കോമ്പൗണ്ടഡ് മന്ത്ലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ എഴുതാം? ആർ പ്ലസ് ആർ എൻ ഡിവൈഡഡ് ബൈ 12 the whole raised to 12 minus 1 into 100. R1 plus Rn, അതായത് നോമിനൽ റേറ്റ് ഡിവൈഡ് ബൈ മന്ത്ലി ആയതുകൊണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? മന്ത്ലി ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 12 1 മാസത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ദെൻ എത്ര തവണ കോമ്പൗണ്ട് ചെയ്യണം? 12 തവണ. ഓരോ മാസവും ഇൻട്രസ്റ്റ് കിട്ടും, അത് ആഡ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്യേണ്ടത്. അതാണ് റേസ് ടു 12 മൈനസ് 1 ഇൻറ്റു 100. ദാറ്റ് മീൻസ് ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് മോർ ദാൻ വൺസ് ഇൻ എ ഇയർ, ദാറ്റ് മീൻസ് നോമിനൽ റേറ്റ് തന്നിട്ട് ഒന്നിൽ കൂടെ അതായത് ഇയർലി അല്ലാതെ കോമ്പൗണ്ട് ചെയ്യുന്ന കേസിലാണ് എന്ത് കോൺസെപ്റ്റ് തന്നെ വരുന്നത്? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു നോർമൽ ലേമാൻ അറിയണം. സോ അവിടെ ചെല്ലുമ്പോൾ പറയുന്നു വി ആർ പ്രൊവൈഡിങ് 10% per annum കോമ്പൗണ്ടഡ് സെമി ആനുവലി എന്ന് പറയുമ്പോൾ അയാൾക്ക് പറയണം എനിക്കിതെല്ലാം അറിയേണ്ടത് ആക്ച്വലി നിങ്ങൾ എന്ത് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് വെച്ചിട്ട് 1 വർഷം കൊണ്ട് ഞാൻ ഇട്ട സമ്മിൻ്റെ പുറത്ത് എനിക്ക് എത്ര
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യാം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളവിടെ ഫോമുല എടുക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പളിൻ്റെ പുറത്ത് മാത്രം കണ്ടുപിടിക്കുന്ന ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PRT ബൈ 100 എന്ന് വേണമെങ്കിൽ എടുക്കാം. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എമൗണ്ട് ഡബിൾ ആകാൻ ഇൻട്രസ്റ്റ് റേറ്റ് തന്നാൽ 100 ഡിവൈഡ് ബൈ R. സിമ്പിൾ ഇൻട്രസ്റ്റിന് n ടൈംസ് ആവുകയാണെങ്കിൽ n-1 into 100 ഡിവൈഡഡ് ബൈ R. Then sum of money becomes n1 times in t1 years and n2 times in t2 years. Then t1 divided by t2 is equal to n1 minus 1 divided by n2 minus 1. Then compound interestലേക്ക് വരുമ്പോൾ എന്താണ് പ്രത്യേകത? ഓരോ കൺവേർഷൻ പീരീഡ് എവിടെ നിന്നാണ് കൺവേർഷൻ പീരീഡ് കിട്ടുന്നത്? ഡിസ്ക്രിപ്ഷനിൽ നിന്ന്, ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. അതനുസരിച്ച് എന്ത് ഫോമുല അപ്ലൈ ചെയ്യുക? A is equal to P into 1 plus R by 100 the whole raised to n ലേക്ക് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ഫോമുല ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ആൻസറിലേക്ക് വരിക. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് n times in t years and n raised to m times in m into t years. ഇതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആകുന്നതാണ്. ദെൻ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാൻ C into 1 minus I divided the whole raised to n. ദെൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒന്നിൽ കൂടുതൽ തവണ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നോമിനൽ റേറ്റ് എന്ന് പറയും, ആ തന്നിരിക്കുന്ന റേറ്റിനെ. സോ അതിൻ്റെ എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് കോമ്പൗണ്ടഡ് സെമി ആനുവൽ ആണെങ്കിൽ എന്തൊരു ഫോമുല? 1 plus Rn divided by 2 the raised to 2 minus 1 into 100. ക്വാർട്ടർലി ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, the whole raised to 4. മന്ത്ലി ആണെങ്കിൽ 1 plus Rn divided by 12 the whole raised to 12 minus 1 into 100. സോ ഇത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് വരുന്ന ഫോമുല. ദെൻ ഈ ഫോമുല ബേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. ക്ലിയർ ആണോ? നമുക്ക് 5 ബ്രേക്ക് എടുക്കാം. ഉച്ചയ്ക്ക് 2 മണിക്ക് ബ്രേക്കിന് ശേഷം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്ലസ് നിങ്ങൾ പറഞ്ഞ പോലെ ആനുവിറ്റി. ബിക്കോസ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറിഞ്ഞാലാണ് നമുക്ക് ആനുവിറ്റിയിലേക്ക് വരുന്നത്. ഓക്കെ, സോ ബ്രേക്ക് 1:30 അല്ല 2 o'clock സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്.
കേൾക്കാമോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ നമ്മൾ മോർണിംഗ് സെഷനിൽ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the simple interest on rupees 50,000 at 20% per annum for a period of 2 years? So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല എന്ത് യൂസ് ചെയ്യാം? P into R by 100 into T. സോ ഇവിടെ P എത്രയാണ്? പ്രിൻസിപ്പൽ 50,000 into R 20 divided by 100 into 2. So എത്രയായിട്ട് ആൻസർ? So 50,000 into 0.2 20,000 is the right answer. 40 അല്ല 20,000 ആണ്. Okay, then next one. Calculate the simple interest due on a 6-month loan of rupees 2,500 rupees if the rate of interest is 4.5%. ഇവിടെ നോക്കാം. Calculate the simple interest ആണ് due on a 6-month loan of 2,500 for a period rate at the rate interest 4.5%. So simple interest കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? again P into R by 100 into T. So ഇവിടെ P എത്രയാണ്? P എത്രയാണ്? 2,500 into R by 100 4.5 divided by 100 into T. T എത്ര വരും ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മൾ പറഞ്ഞായിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ടൈം പീരീഡ് എപ്പോഴും എന്താണ്? ഇയറിലായിരിക്കണം. 6 മാസം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 6 മാസം. അതിനെ നമ്മൾ ഇയറിലേക്ക് ആക്കുകയാണെങ്കിൽ 6 months ക്യാൻ ബി. ഇയറിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മന്തിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6 divided by 12 ദാറ്റ് മീൻസ് 1/2 അല്ലെങ്കിൽ 0.5 years, പകുതി, അര വർഷം. സോ ദാറ്റ് മീൻസ് നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? അര വർഷം കൊണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ട സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ 2,500 into 0.045 divided by 2. റെഡി ആൻസർ? എത്രയാണ് ആൻസർ? റെഡി ആൻസർ 30. ക്ലിയർലി ഇവിടെ ഇതിനകത്ത് ഈ 6 months എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. മന്തിനെ ഇയറിലേക്ക് ആക്കുമ്പോൾ 6/12 ദാറ്റ് മീൻസ് 1/2. ഇത്ര ഒന്നും ആൻസർ. ഫൈനൽ ആൻസർ 56.25 അല്ലേ? 56.25 കറക്റ്റാണ്. ദെൻ കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ rupees 18,000 in 2 years at 15% per annum. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. P into 1 പ്ലസ് കോമ്പൗണ്ട് 15% per annum. കോമ്പൗണ്ടഡ് ആനുവലി ആണ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇയർലി ആണ്. സോ R by 100 the whole raised to 2 minus 1
So that means 18,000 into 1 plus 15 divided by 100 the whole square minus 1. So that means നമുക്ക് എങ്ങനെ എഴുതാം ഇത് 18,000 into 1.15 square minus 1. So ടെടി കാൽക്കുലേറ്റർ ചെയ്യാം. 1.15 into ഈക്വൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ അടിച്ചു കഴിഞ്ഞാൽ 1.15 സ്ക്വയർ കിട്ടും minus 1 into 18,000. Pretty final answer. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കേണ്ട ഇവിടെ ശ്രദ്ധിക്കണം 23,000 അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് കറക്റ്റാണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്കിവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ല. ശ്രദ്ധിക്കണം, എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ ചിലപ്പോൾ രണ്ടും കാണും ചോയ്സിൽ. അതുകൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയാണ്? 5,805. പറഞ്ഞ കറക്റ്റാണ്. 23,805 ഈസ് ദ അക്യൂമുലേറ്റഡ് എമൗണ്ട്. ബട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോർഷൻ മാത്രമാണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി ഇയേഴ്സ് will rupees 2,000 amounts to rupees 2,662 10% compound interest. 10% compound interest. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫസ്റ്റ് ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹൗ മെനി ഇയേഴ്സ് rupees 2,000 amounts to rupees 2,662 at 10% compound interest. So that means ഇത് P ആണ്. 2,000 amounts to, that means ഇൻട്രസ്റ്റും കൂടെ ചേർന്ന് at the end ഫൈനൽ വാല്യൂ അതിനാണ് എന്ത് വിളിക്കുന്നത്? A, accumulated amount 2,662. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഫോർമുല എന്താണ്? A is equal to P into 1 plus R by 100 the whole raised to n. ഇതെന്താണ്? കോമ്പൗണ്ടഡ് ആനുവലി ആണ്. പ്രത്യേകിച്ച് ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല. കോമ്പൗണ്ടഡ് സെമി ആനുവലിന്നോ കോമ്പൗണ്ടഡ് ക്വാർട്ടർലിന്നോ ഇല്ലാത്തത് കൊണ്ട് എന്താണ്? കോമ്പൗണ്ടഡ് ആനുവലി. സോ ദാറ്റ് മീൻസ് നമുക്കിനി വാല്യൂസ് ഇട്ട് കൊടുക്കാം. എ എത്രയാണ്? 2,662. പി എത്രയാണ്? 2,000 ഇൻറ്റു 1 പ്ലസ് എത്രയാണ്? 10 divided by 100 the whole raised to n. 10 divided by 100 the whole raised to n. So that implies നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഈ 2,000 ഇങ്ങോട്ട് വരുമ്പോൾ എഴുതാം 2,662 divided by 2,000 is equal to 1.1 raised to n. 2,662 divided by 2,000 എത്ര വരും? 1.331 is equal to 1.1 raised to n. സോ നമുക്ക് കണ്ടോ 1.1 raised to something 1.331 കിട്ടണം. ഓക്കെ, എങ്ങനെ നോക്കാം? 1.1 ഇൻറ്റു ഈക്വൽ അടിക്കുമ്പോൾ 2 times, then ഒന്നുകൂടി ഈക്വൽ അടിക്കുമ്പോൾ 3 times. എക്സാക്ട്ലി എന്ത് കിട്ടുന്നുണ്ട്? അതായത് 1.1 ദ ഹോൾ റേസ് ടു 3 ആണെന്ത് 1.1 ദ ഹോൾ റേസ് ടു n. സോ രണ്ട് ഇൻഡീസസ് ഈക്വൽ ആയിരിക്കുന്നു. ബേസിസ് സെയിം ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് n is equal to എന്തായിരിക്കും? 3. 3 വർഷം കൊണ്ടാണ് 3 ഇയേഴ്സ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന 2,000 rupees 2,662 ആകുന്നത് 10% per annum കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റില. ക്ലിയർ ആണോ? സോ ഇവിടെ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലായി. 1.331 1.1നെ എത്ര തവണ പവർ ചെയ്താൽ അല്ലെങ്കിൽ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താൽ. സോ അതിന് വേണ്ടി കാൽക്കുലേറ്ററിൽ നമ്മൾ എടുക്കും 1.1 ഇൻറ്റു ഈക്വൽ എന്ന് പറഞ്ഞാൽ 1.1 ഇൻറ്റു 1.1 മീനിങ് ആണ്. 1.1 ഇൻറ്റു ഈക്വൽ അടിക്കുമ്പോൾ 2 times, അത് 1.21 കിട്ടും. ഒന്നുകൂടി ഈക്വൽ അടിക്കുമ്പോൾ എത്രയാണ്? 1.31 കിട്ടും. 1.331 കിട്ടും. അതായത് 1.1 ഇൻറ്റു 1.1 ഇൻറ്റു 1.1, അതായത് 1.1 റേസ് ടു 3 ആണ് 1.331 കിട്ടിയത്. അങ്ങനെയാണ് n 3 ആയത്. സോ ലാസ്റ്റ് ടൈം 1 വന്നുകൊണ്ട് ഏകദേശം നമുക്ക് മനസ്സിലായി 1.1നെ എത്രയോ തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അത് കിട്ടിയത്. അങ്ങനെ കിട്ടും. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. On what sum of money
Will difference between simple interest and compound interest for 2 years at 5% per annum be equal to rupees 25? So simple interest and compound interest നമ്മളുടെ ഡിഫറൻസ് 2 വർഷത്തെ ഡിഫറൻസ് തന്നിരിക്കുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ 2 വർഷത്തെ ഡിഫറൻസ് തന്നിരിക്കുന്നു. അത് എത്രയാണ്? 25 ആണ്. ബട്ട് ഇവിടെ നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മളുടെ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് is equal to for 2 years. ഏത് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യാം? ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ രണ്ടിനെ ഇൻ ടേംസ് ഓഫ് പി വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ PR² is equal to 25. നേരെ ആറിന് വാല്യൂ ഇട്ട് കൊടുക്കാമല്ലോ. P into 5% means 0.05 അല്ലേ? 5 divided by 100 the whole square equal to 25. That implies P is equal to 25 divided by 0.05 square. That means 25 divided by 0.05 square. Right answer 10,000. Okay. Then next question. Find the effective rate equivalent to nominal rate of 6% converted അല്ലെങ്കിൽ compounded quarterly. നമുക്ക് അറിയേണ്ടത് റേറ്റും ഡിസ്ക്രിപ്ഷനും കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ് റേറ്റ് കൺവേർട്ടഡ് ക്വാർട്ടർലി. സോ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ RE നമുക്ക് എങ്ങനെ എടുക്കാം? ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് effective rate. So RE is equal to 1 plus RM divided by quarterly and divided by 4 the whole raised to 4 minus 1 into 100. And it would go 1 plus RM 0.06 because 6% means 6 by 100 divided by 4 the whole raised to 4 minus 1 into 100. So that means ഇത് എങ്ങനെ എഴുതാം? 1 plus 0.06 divided by 4 0.015 raised to 4 minus 1 into 100. So that implies നമുക്ക് എങ്ങനെ എഴുതാം? 1.015 raised to 4 minus 1 into 100. നേരെ കാൽക്കുലേറ്ററിൽ 1.015 into equal to equal 2 times, ഒന്നുകൂടി equal to equal 3 times, ഒന്നുകൂടി equal to equal 4 times, minus 1 into 100, right? 6.1363%. 6. N. Middle answer. So quarterly ആയതുകൊണ്ട് MF4 വരും. സെമി ആനുവലി ആണെങ്കിൽ 2 വന്നേനെ, മന്ത്ലി ആണെങ്കിൽ 12 വന്നേനെ. ആണ് വ്യത്യാസം വരുന്നത്. Next question. Find the nominal rate compounded semi annually equivalent to 5% effective. ഇവിടെ എഫക്റ്റീവ് റേറ്റ് തന്നിരിക്കുന്നു, നോമിനൽ റേറ്റ് കണ്ടുപിടിക്കണം. സോ എഫക്റ്റീവ് റേറ്റ് 5% ഞാൻ തന്നിരിക്കുന്നു, നോമിനൽ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. സോ RE is equal to 1 plus RN divided by M the whole raised to M minus 1 into 100. സോ എത്രയാണ്? 5 എന്ന് കിട്ടിയിരിക്കുന്നു. 1 plus സെമി ആനുവലി ആണ്. സെമി ആനുവലി
1 plus 0.05 divided by 2 the whole square, Rn divided by 2 the whole square minus 1 into 100. So into 100, ഈ 100 ഇപ്പുറത്തെ കൊണ്ടുവരുമ്പോൾ 5 divided by 100 0.05 വരും is equal to 1 plus Rn divided by 2 the whole square minus 1. So 0.05 is equal to 1 plus Rn divided by 2 the whole square minus 1. ഈ minus 1 LHSലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ് സൈൻ മാറിയിട്ട് പ്ലസ് ആകും. That means 1 plus 0.05 is equal to 1 plus Rn divided by 2 the whole square. 1.05 equal to 1 plus Rn by 2 the whole square. So indices in the property applyable 1 plus Rn by 2 is equal to ഇതിൻ്റെ സ്ക്വയർ ആണ് ഇത് കിട്ടുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 1.05. 1.05 റൂട്ട് എടുക്കുക. So that means നോക്കുക എങ്ങനെ കിട്ടും 1 plus Rn divided by 2 is equal to 1.024695. So that implies Rn by 2 ഈ 1 ബ്രേക്ക് വരുമ്പോൾ മൈനസ് 1 ആകും. സോ ഡെസിമലിന് മുമ്പുള്ള 1 കുറയ്ക്കുമ്പോൾ പോകും. therefore മിച്ചം എന്ത് കിട്ടും 0.024695. that implies Rn cross multiply ചെയ്യുമ്പോൾ 2 into 0.024695. So try to answer 0.049. So that means into 100 എടുക്കുമ്പോൾ percentage എഴുതാൻ 4.93%. 4.93%. എടുക്കണമെന്നില്ല, നമുക്ക് രണ്ടോ മൂന്നോ ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ മെറ്റീരിയൽ കാണുന്നതെല്ലാം 2 ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് കാണുന്നത്. അങ്ങനെ എടുത്താൽ എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ നമുക്ക് പിക്ക് ചെയ്താൽ മതിയാവും. ഡെസിമൽ കഴിഞ്ഞ് എക്സാക്ട്ലി ഫുൾ എഴുതി സമയം കളയണമെന്നില്ല. നമ്മൾ കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്കും എഴുതിയെടുത്താൽ മതി. അതാണ് വന്നതെന്ന് കാണിക്കാനായിട്ട് ഞാൻ ഫിഗർ കാണിച്ചാണ്. റൂട്ട് എടുത്തപ്പോൾ അതാണ് കിട്ടിയത്. നമ്മളിപ്പോൾ ഒരു ഓൺലൈനായിട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് തന്നെയാണ് കിട്ടിയത് എന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ആ ഒരു ഫുൾ ഫിഗർ എഴുതിയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ. A bank offers 8% nominal rate of interest with quarterly compounding. What is the effective rate of interest? ഒന്ന് കണ്ടുപിടിച്ച ആൻസർ പറയാമോ? Again, effective rate of interest in the question. RE is equal to 1 plus Rn by m the whole raised to m minus 1 into 100 into 100 എടുക്കുന്ന പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഡെസിമലാണ് ആൻസർ കിട്ടുന്നത്. കണ്ടുപിടിക്കാനായിട്ട് 1 plus 0.08 divided by quarterly compounding. That means divided by 4 raised to 4 minus 1 into 100. 1.02 raised to 4 minus 1 into 100 into equal to times 3 4 minus 1 into 100. Right answer പറയാമോ? $8.24 അല്ലേ? 8.24%. ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് വൺ. A borrower offers 6% nominal interest rate with quarterly compounding. What is the effective rate of interest? കണ്ടുപിടിക്കാവോ? Again effective rate of interest in the question. So നിങ്ങളുടെ
യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽ കൂടുതലും എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ RE is equal to 1 plus Rn divided by M the whole raised to M minus 1 into 100. 1 plus 0.16 quarterly compounding, so etra divide cheyanam 4 undu, the whole raised to 4 minus 1 into 100. So that means 1.04 raised to 4 minus 1 into 100. Calculate nokka. 1.04 into equal 2 times 3 4 minus 1 into 100 ready 16.985%. That means ഇത്ര അടുത്താണ് വരുന്നത്. വേണമെങ്കിൽ 17% എന്നൊക്കെ ചോയ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് പിക്ക് ചെയ്യാം. ഈക്വലൻ ടു 17% വേണമെങ്കിൽ പിക്ക് ചെയ്യാം. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ. If the effective rate is 12% per annum, then find the nominal rate of per annum and effective rate per compounding period is compounding occurs half yearly. So nominal rate 12% when the information language compounding is done half yearly. Compounding is done half yearly. Therefore, effective rate തന്നിട്ടുണ്ട്, nominal rate കണ്ടുപിടിക്കണം. So RE is equal to 1 plus Rn divided by M the whole raised to M minus 1 into 100. So 12 equal to 1 plus Rn divided by 2 the whole square minus 1 into 100. So ഇവിടെ 2 ടൈം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് into 100 എന്നുള്ളത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 divided by 100 LHSലേക്ക് വരുമ്പോൾ, so that implies 0.12 is equal to നേരത്തെ ചെയ്ത പോലെ തന്നെ 1 plus Rn divided by 2 the whole square minus 1. minus 1 LHSലേക്ക് വരുമ്പോൾ 1.12 is equal to 1 plus Rn divided by 2 the whole square. So that implies 1 plus Rn divided by 2 the whole square ആണ് 1.12. Therefore 1 plus Rn divided by 2 എത്ര കിട്ടും? root of 1.12. root of 1.12. root of 1.12. കാൽക്കുലേറ്റർ അടിക്കുക. 1.12 അതിൻ്റെ റൂട്ട് അടിക്കുമ്പോൾ 1.0583. 1.12 sorry 1 plus 1 plus Rn by 2 ആണിത്. That implies Rn by 2 is equal to 0.0583. That implies Rn is equal to 0.1166. That implies 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11.66%. 11.66%. 11.66%. Okay, then next one. A man wants to invest rupees 10,000 for 5 years. He may invest the amount at 10% per annum compound interest accruing at the end of each quarters of the year, or may invest at 10.25% compound interest accruing at the end of each year. Which investment is better? Which investment give better return? So that means അത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തിൻ്റെ ക്വസ്റ്റൻ ആണ്? ഒരു എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റൻ ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എ മാൻ വാണ്ട്സ് റുപ്പീസ് 10,000 5 years. He may invest amount at 10% compound interest accruing at the end of each quarter. So that means 10% compounding at the end of each quarter of the year, or he may invest at rupees at 10.25% per annum compounded at a year ending. So that means ഏതാണ് ബെറ്റർ? സോ നമുക്ക് രണ്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. എഴുതുകയാണെങ്കിൽ
രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. 10% per annum കോമ്പൗണ്ടിങ് ക്വാർട്ടർലി, അല്ലെങ്കിൽ 10.25% per annum കോമ്പൗണ്ടിങ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ആനുവലി ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ ആനുവലി പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ രണ്ടും എന്തിലേക്ക് വരണം? ഇയറിലേക്ക് വരണം. ഒരു വർഷത്തെ എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കണം. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 10% per annum കോമ്പൗണ്ടിങ് ക്വാർട്ടർലി. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എഫക്റ്റീവ്ലി ഒരു വർഷത്തേക്ക് എത്ര റേറ്റ് കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് പക്ക എന്തിൻ്റെ ക്വസ്റ്റൻ ആണിത്? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് റേറ്റ് കൂടുതൽ തരുന്ന ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഇതിൻ്റെ എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല RE is equal to 1 plus RN divided by RN എത്രയാണ്? ഫോർമുല ഒഴിവാക്കുകയാണ് ഇത്ര ചെയ്തുകൊണ്ട് 0.10 divided by quarterly and 4 the whole raised to 4 minus 1 into 100. So that means ഇങ്ങനെ വരും 1.025 raised to 4 minus 1 into 100. So that implies നമുക്ക് ഇങ്ങനെ എഴുതാം 1.025 into equal to 2 times, ഒരു equal to 3 times, ഒരു equal to 4 times minus 1 into 100. റെഡി? 10.38% ആണ് ഇതിൻ്റെ എന്താണ് എഫക്റ്റീവ്ലി ഇയർലി നമുക്ക് കോമ്പൗണ്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ എത്രയേ ഉള്ളൂ? 10.25% ഉള്ളൂ. ഒബ്വിയസ്ലി ഏതാണ് ബെറ്റർ ഓപ്ഷൻ? ഇതാണ് ബെറ്റർ. 10.38% വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ. ദാറ്റ് മീൻസ് 10% per annum കോമ്പൗണ്ടിങ് ക്വാർട്ടർലി ആണ് ബെറ്റർ. സോ ആനുവലി 10% അല്ല, 10% per annum കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ബെറ്റർ. ക്ലിയർ? നെക്സ്റ്റ് വൺ. A company made investment of rupees 2,50,000 at interest rate 12% compounded quarterly. Calculate the annual effective rate of interest. അവിടെ നമുക്ക് തോന്നും ഈ പറയുന്ന 2,50,000 പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഇല്ല. നമുക്കറിയാം എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല RE is equal to 1 plus ഇവിടെ ക്വാർട്ടർലി 0.12 divided by 4 the whole raised to 4 minus 1 into 100. 1.03 raised to 4 minus 1 into 100. 1.03 into equal to times 3 4 minus 1 into 100. Ready? Right answer. Priority answer പറയാമോ? ആൻസർ കറക്റ്റ് ആണ്. 12.5508. ദാറ്റ് മീൻസ് 12.55%. 2 ഡിജിറ്റ്സിലേക്ക് എടുത്തു. 12.55%. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളെന്ന് പറയാം. What is the formula for calculating simple interest? Then PRT divided by 100. Choice A. Direct question. Then next one. In case of simple interest, the interest is calculated on the original principal amount for the entire loan period
the principal and the interest accumulated at the end of each period, the interest accumulated at the end of each year, the final amount at the end of loan period. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒറിജിനൽ പ്രിൻസിപ്പലിൻ്റെ പുറത്ത് എൻറ്റയർ പീരീഡ് അല്ലേ? സോ ദാറ്റ് മീൻസ് ചോയ്സ് എ. The next one, how is compound interest calculated? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോമുല അല്ല തന്നിരിക്കുന്നത്, ഇൻട്രസ്റ്റിൻ്റെ ജനറൽ ഫോമുല വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും നമുക്ക് എന്താണ്? ഫൈനൽ എമൗണ്ട്, അക്യൂമുലേറ്റഡ് എമൗണ്ട് മൈനസ് ഒറിജിനൽ പ്രിൻസിപ്പൽ അല്ലേ? അതിനല്ലേ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ജനറലി നമ്മൾ അവസാനം ഫൈനൽ വാല്യൂവിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ലോൺ എടുത്തത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്ട്രാ പേ ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടിയത് തന്നെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻട്രസ്റ്റ്. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയാലും. The nominal rate of interest is the rate at which interest is compounded annually, the interest rate without considering the effect of compounding, the interest rate adjusted for the number of compounding periods, the rate adjusted for number of compounding period, the rate that applies when interest is compounded continuously. The answer, okay. The interest rate adjusted for the number of compounding periods. എത്ര പീരീഡ് ആണോ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്താണ് ഇയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. The effective rate of interest is the effective rate of effective rate ഇവിടെ ചോദിച്ചിരിക്കുന്ന നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ നോമിനൽ റേറ്റ് ഇൻട്രസ്റ്റ് എന്ത് വരും? ദ ഇൻട്രസ്റ്റ് റേറ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദ എഫക്റ്റ് ഓഫ് കോമ്പൗണ്ടിങ്. എന്നല്ലേ നോമിനൽ റേറ്റ് എന്ന് പറയുന്നത്? നോമിനലാണ് ചോദിച്ചിരിക്കുന്നത്, എഫക്റ്റീവ് റേറ്റ് അല്ല, നോമിനൽ റേറ്റ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് എന്ത് വരും? ദ ആക്ച്വൽ റേറ്റ് ആഫ്റ്റർ കൺസിഡറിങ് effect of compounding. Okay, then what is the relationship between nominal rate and effective rate of interest? Effective rate is always higher than nominal rate. Effective rate is same as nominal rate. Obviously effective rate ഉറപ്പായിട്ടും nominal rate നേക്കാളും higher ആയിരിക്കും, because നമുക്ക് എങ്ങനെ പറയാം? ഉറപ്പായിട്ടും എഫക്റ്റീവ് നോമിനൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി റേറ്റ് എന്നിട്ടുണ്ട്, ബട്ട് കോമ്പൗണ്ടിങ് മോർ ദാൻ വൺസ് ഇൻ എ ഇയർ. ഒബ്വിയസ്ലി നമ്മൾ ഒരു വർഷത്തേക്ക് അത് എഫക്റ്റീവ്ലി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഒബ്വിയസ്ലി എഫക്റ്റീവ് റേറ്റ് നോമിനൽ റേറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയാമോ? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഒറിജിനൽ പ്രിൻസിപ്പൽ എമൗണ്ട്. ദ ഫൈനൽ എമൗണ്ട് റിമൈൻസ് ദ സെയിം ഫോർ ഈച്ച് പീരീഡ്. The principal is increased by the interest after each compounding period. So എന്താണ്? ഓരോ കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ ഓരോ സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് പീരീഡ് കഴിയുമ്പോഴും എന്താണ്? പ്രിൻസിപ്പൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് പ്രിൻസിപ്പൽ ഇൻക്രീസ് ചെയ്യും. കറക്റ്റ് ആണ് ആൻസർ. ഓക്കെ അല്ലേ എല്ലാവർക്കും? സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, and borrowed ₹1,000 at 10% per annum simple interest from a cooperative society on January 1st, 2018. He cleared the loan by paying 1,020. The amount was paid on. So 1,000 rupees 10% per annum simple interest from a cooperative society January 1st, 2018. ടോട്ടൽ ഫൈനൽ വാല്യൂ എത്രയാണ്? 1,020 ആണ്. 1,000 rupees ആണ് ലോൺ എടുത്തത്. 20 റുപ്പിയാണ് എ. സോ ദാറ്റ് മീൻസ് എ ഈക്വൽ ടു 1,020, പി ഈക്വൽ ടു 1,000. സോ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണ്? ഇത് എയിൽ നിന്ന് പി കുറയ്ക്കുന്നല്ല ഇൻട്രസ്റ്റ്. സോ 20 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോമുല എന്താണ്? പി ഇൻറ്റു ആർ ബൈ 100 ഇൻറ്റു
t. So that implies നമുക്ക് എന്താ പറയാം 20 is equal to 1000 into 0.10 into t. So that implies 20 equal 100 t. That implies t is equal to 20 divided by 100. 20 divided by 100. .2 years. So that means year ne നമുക്ക് ഇവിടെ ഇയർ ഒരു ഇയറിലേക്ക് ഒന്നും പോകുന്നില്ല, മന്തിലേക്ക് ആക്കാനായിട്ട് 0.2 ഇൻറ്റു 12 ഇത്രയാണ് 0.24. So 2 months, January, .4 months. 2.4 months എന്ന് പറയുമ്പോഴത്തേക്കും സോ 2 months ആകുമ്പോൾ തന്നെ ജാനുവരി കഴിഞ്ഞു, ഫെബ്രുവരി മാർച്ച്. സോ മാർച്ച് ഫസ്റ്റ്, ദെൻ 0.4. സോ ഇൻറ്റു 30 എടുത്തു കഴിഞ്ഞാൽ ഒരു 12. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇതിലേക്ക് എത്താം ആൻസർ 2.4. ഓക്കെ, സോ 2.4 ആണ്. ബട്ട് 2.4 എന്ന രീതിയിലല്ല, നമുക്ക് 2 months പ്ലസ് 0.4 month. 0.4 month കണ്ടുപിടിക്കാൻ 0.4നെ നമ്മൾ 30 കൊണ്ട് ഒരു മന്ത് ആവറേജ് 30 days എന്ന രീതിയിൽ എടുത്തു. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് വരും? ആൻസർ 2 മാസവും 12 ദിവസവും കഴിയുമ്പോൾ, ദാറ്റ് മീൻസ് നമുക്ക് 2 മാസം എന്ന് പറയുമ്പോൾ മാർച്ച് 1, 12 ദിവസം കൂടെ കഴിയുമ്പോൾ മാർച്ച് 13. ഇവിടെ നമുക്ക് നോർമലി എടുത്തിരിക്കുന്നത് എന്താണ് മാസം, ഇത് 30 days ആവറേജ് വെച്ചിട്ടാണ്. ജനറലി നമ്മൾ എടുക്കുന്ന മന്ത് പോലാണ്. സോ ആക്ച്വലി ഇത് എക്സാക്ട്ലി 2018 നമുക്ക് ഫെബ്രുവരിയിൽ ഇത്ര ദിവസമേ വരത്തുള്ളൂ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, സോ ഡിവൈഡ് ബൈ 30 അല്ല, ഇൻറ്റു 30 ആണ് വരേണ്ടത്. സോ 0.4 ഇൻറ്റു 30 ഡേയ്സിലേക്കാണ് മാറ്റുന്നത്, ഡേയ്സിലേക്ക്. സോ മന്തിനെ ഡേയ്സിലേക്ക് മാറ്റാനായിട്ട് എത്രയാണ്? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അങ്ങനെ നമുക്ക് 13. സോ സംടൈംസ് നമുക്ക് ഒന്നുകൂടെ 2018 ഫെബ്രുവരി ഇത്ര ദിവസമേ ഉള്ളൂ എന്ന രീതിയിൽ 28 അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാർച്ച് 15 ആൻസർ ആയിട്ട് എടുക്കാം. ബട്ട് നോർമൽ സെനാരിയോയിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നത് മന്ത് എന്നുള്ളത് 2 മാസം കഴിയാൻ മീൻസ് ഫെബ്രുവരി, മാർച്ച്, ദെൻ ഇത്ര ദിവസം കൂടി ഒരു 30 days എന്നുള്ള രീതിയിലാണ് ആവറേജ് എടുക്കുന്നത്. സോ 31 days ഉള്ള മന്ത് ഉണ്ട്, 28 days, 29 days ലീപ് ഇയറിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ ജനറലി എടുക്കുന്ന ഒരു ഫോർമാറ്റിലാണിത് സോൾവ് ചെയ്തിരിക്കുന്നത്. 30 days പോലെ എടുത്തു. ആൻസർ എന്ത് വന്നു? 13th March 2018. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, പി തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, ആർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാം. പി ആർ ടി by 100. 300 is equal to 5000 into R into 2 divided by 100. Right answer. Bravo. .03 അല്ലെങ്കിൽ 3%. 3%. കിട്ടിയ ആൻസർ? Then third question. A sum of money at simple interest becomes 1 point times of itself in 3 years. In how many years the same triple itself? ഇവിടെ നമുക്ക് ഏത് ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്യാം? Sum becomes 1.5 times in 3 years. Then it will become triples. Triple aga means 3 times in dash years.
സോ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? T1 divided by T2 is equal to N1 minus 1 divided by N2 minus 1. And ഇത് യൂസ് ചെയ്തില്ല എങ്കിൽ 0.5 ടൈംസ് ആകാൻ 3 ഇയേഴ്സിൻ്റെ റേറ്റ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഒരുപാട് സ്റ്റെപ്പിലേക്ക് പോകും. സോ നമുക്ക് ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്യുക. ദാറ്റ് ഇംപ്ലൈസ് നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണുള്ളത്? 3 ഉണ്ട്. T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. 1.5 minus 1 divided by 3 minus 1. ക്രോസ് മൾട്ടിപ്ലൈ ആയത് 0.5 divided by 2 6. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരു ആൻസർ? T2 is equal to 3 into 2 divided by 0.5 12 years. Good answer. Okay, next question. The simple interest on a certain sum for 15 months at 8% per annum is rupees 50 more than the simple interest on the same sum for 8 months at 10%. Then sum borrowed. Okay, 15 monthsil കിട്ടിയ സം എന്ന് പറയുന്നത് 8 മന്ത്സിൽ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റിനെക്കാട്ടിലും 50 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് 15 മന്ത്സിന് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 15 സിമ്പിൾ പി ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു പി ആർ ടി. 15 മന്ത്സിൽ കണ്ടുപിടിക്കാം. പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു 0.08 8/100 എന്നുള്ളത് 8%. 15 മന്ത്സ് ദാറ്റ് മീൻസ് 15 ഡിവൈഡഡ് ബൈ 12 അതെന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? പി ഇൻറ്റു 0.10 ഇൻറ്റു 8/12 പ്ലസ് 50 ഈക്വൽ ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് 0.08 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 12. LHS എടുക്കുമ്പോൾ 0.1 പി ആണ്. RHS എടുക്കുമ്പോൾ 0.1 0.0666 പി പ്ലസ് 50. .0333 P is equal to 50. That implies P is equal to 50 divided by ഈ വാല്യൂ കൊണ്ട് കിട്ടും 1499.99. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 1500 Okay, next question. They wish to aim a monthly interest of 800 rupees. The interest rate is 12% per annum, but it paid every month. He must invest. Simple interest 800 കിട്ടണം. സോ അതിനായിട്ട് ഓക്കെ അല്ലേ? 800 പി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു 6 12%. 12 divided by 100 0.12 divided by 1/12. So time period should be in years. Then നമുക്ക് നേരെ എന്ത് ചെയ്യാം? പി കണ്ടുപിടിക്കാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 800 ഇൻറ്റു 12 divided by 0.12. That means എത്ര കിട്ടും? 80,000. 80,000 is the right answer. 80,000.
ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Y invested rupees 40,000 in 2 parts. On the one part, he gets interest at the rate 10%, while on the other, he gets 6%. His income on the total investment is 7.5%. Then the two parts are in the ratio. Two parts are in the ratio. So, നമുക്ക് total income എന്ന് പറയാനായിട്ട് investment income from total investment 40,000 into 7.5%. So, income equal to 40,000 into 7.5%. ഒരു വർഷത്തേക്കെന്നുള്ള ഇതിൽ എടുത്തിരിക്കുന്നത് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് അതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. PRT ആണ് എടുത്തിരിക്കുന്നത്. സോ ഇത്രയായിട്ട് നമുക്കതൊരു 3,000 rupees ആണ് ഇൻകം കിട്ടുന്നത്. ഇതെങ്ങനെയാണ്? ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് 40,000-നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. സോ അത് പാർട്ട് കണ്ടുപിടിച്ചതിന് ശേഷം റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എക്സ് ആയിട്ടും, സോ ഒബ്വിയസ്ലി സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും? ടോട്ടലിൽ നിന്ന് ഫസ്റ്റ് പാർട്ട് കുറച്ചത് 40,000 മൈനസ് എക്സ്. സോ ദാറ്റ് ഇംപ്ലൈസ് 3,000 is equal to x into 10%. 10 divided by 100 into 1 plus remaining portion of 40,000 minus x into 6 divided by 100 into 1. So that means 3,000 is equal to 10 divided by 100, 0.10x plus 0.10x. So 40,000 into 0.06, 2,400, അതായത് 6 divided by 100 0.06 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. മൈനസ് 0.06x. സോ ഈ 2,400 LHSലേക്ക് വരുമ്പോൾ 3,000 മൈനസ് 2,400 എത്രയാവും? 600 is equal to 600 is equal to 0.1 minus 0.06, 0.1 minus 0.06. That means 0.04x. That implies x is equal to 600 divided by 0.04. Throw to answer 15,000. So x 15,000 ആണെങ്കിൽ x 15,000 ആണെങ്കിൽ സെക്കൻഡ് പോർഷൻ എത്രയായിരിക്കും? 25,000. സോ എത്രയാണ്? 40,000 മൈനസ് 15,000 ആണ്. അങ്ങനെ 25,000. സോ ദാറ്റ് മീൻസ് റേഷ്യോ, ആ ഡിവൈഡ് ചെയ്ത എമൗണ്ടിൻ്റെ റേഷ്യോ എങ്ങനെ വരും? റേഷ്യോ therefore ratio is equal to 15,000 is to 25,000. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എടുക്കുമ്പോൾ നമുക്ക് 5,000 വെച്ചെടുത്താൽ 3:5 is the right answer. Choice A. Clear ആണോ? നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. 40,000 rupees ഉണ്ട് കയ്യിൽ. അത് 2 പാർട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ 10% ഇൻട്രസ്റ്റ് കിട്ടും, രണ്ടാമത്തെ പാർട്ടിൽ 6% ഇൻട്രസ്റ്റ് കിട്ടും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? ടോട്ടൽ എമൗണ്ടിൻ്റെ 7.5% ആണ്. സോ ദാറ്റ് മീൻസ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഇയർ പറയാത്തതുകൊണ്ട് ഒരു വർഷത്തേക്ക് എടുത്തു. 40,000 7.5% 3,000 ആണ്. അതാണ് നമ്മുടെ ആക്ച്വൽ ഇൻകം, അതായത് ഇൻട്രസ്റ്റ് ഇൻകം. സോ 40,000 നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 10ഉം 6ഉം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ആവറേജ് 7.5 കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന എമൗണ്ട് ഒന്ന് എക്സും ആണെങ്കിൽ മറ്റേ എത്രയായിരിക്കും? 40,000 മൈനസ് എക്സ് ആയിരിക്കില്ലേ? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് 40,000 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് പാർട്ട് എക്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി രണ്ടാമത്തെ പാർട്ട് എന്താണ്? ടോട്ടലിൽ നിന്ന് ഫസ്റ്റ് പാർട്ട് കുറയ്ക്കുന്നല്ലേ? അതാണ് ഈ ചെയ്തിരിക്കുന്നത്. എക്സും 40,000 മൈനസ് എക്സ്. ദെൻ
3000. അതായത് നമ്മൾ ഓരോന്നിൻ്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 40,000-ൻ്റെ 7.5%, അതായത് 3000 കിട്ടണം. ഫസ്റ്റ് പാർട്ടിനകത്ത് 10% ഇൻട്രസ്റ്റ്, അതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പ്ലസ് സെക്കൻഡ് പാർട്ടിനകത്ത് 6% ഇൻട്രസ്റ്റ്. ദെൻ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്തു. 10 ഡിവൈഡ് ബൈ 100 ആണ് 0.10. സോ ഇവിടെ 6 ഡിവൈഡ് ബൈ 100 0.06 കിട്ടും. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40,000-നെ 0.06 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2,400. എക്സിനെ 0.06 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.06 എക്സ്. ഈ 2,400 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 3,000 മൈനസ് 2,400, അതാണ് 600. ഈ 0.1 എക്സിൽ നിന്ന് 0.04 എക്സ് കുറയ്ക്കുമ്പോൾ 0.06 എക്സ് കുറയ്ക്കുമ്പോൾ 0.04 എക്സ്. 4 എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ 15,000. ഇക്വല്ലോ നമുക്ക് ഇന്ന് തന്നെ ഈ പറയുന്ന PDF ആൻസർ ഉൾപ്പെടെ ഉള്ളത് ഷെയർ ചെയ്യുമല്ലോ. ക്വസ്റ്റ്യൻ സെറ്റ് ലാസ്റ്റ് ഡേ അയച്ചതുപോലെ അയക്കും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. At certain rate of simple interest, 1,000 becomes 2,000 in 5 years. At a different rate of interest, it becomes 3,000 in 12 years and 4,000 in 18 years. Better rate of interest is. So 1,000 become 2,000 in 5 years. So that means 1,000 becomes 2,000. 1,000 2,000 ആകുക മീൻസ് എത്രയാണ്? ഇൻട്രസ്റ്റ് 1,000 ആണ് അല്ലേ? 2,000 മൈനസ് 1,000 സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് then 1,000 into r into 5. So that means r, that implies r is equal to 1,000 divided by 5,000. 20% ആണ്. രണ്ടാമത്തെ കേസിൽ ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇറ്റ് ബിക്കംസ് 3,000. അതായത് 1,000 3,000 ആകുക മീൻസ് എക്സ്ട്രാ എന്ത് കിട്ടി? 1,000 3,000 ആവുകയാണെങ്കിൽ 2,000 ആണ്. സോ നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്നത് അടുത്തത് ആനുവിറ്റി കൂടെയാണ്. തൗസൻഡ് 3,000 ആകുക മീൻസ് 1,000 3,000 ആകുക മീൻസ് 2,000 ഇൻട്രസ്റ്റ് കിട്ടി. 3,000 minus 1,000 2,000 interest കിട്ടി. So 1,000 into R into 12. So that means ഇവിടെ R എത്ര കിട്ടും? 2,000 divided by 12,000. 116.6 0.66%. In third case 4,000 ആകുക മീൻസ് എക്സ്ട്രാ എത്ര കിട്ടി? 3,000 ഇൻട്രസ്റ്റ്. ഇതാണ് 1,000 into r by 18. സോ അവിടെയും r എത്രയാണ്? 3,000 ഡിവൈഡഡ് ബൈ 18,000 into 100, 16.66%. സോ ഇതിൽ ഏതാണ് ബെറ്റർ? 20 ആണ് കൂടുതൽ കിട്ടുന്നത്. therefore ഫസ്റ്റ്. Then next one, 8th question. Out of rupees 70,000 rupees, I invested rupees 30,000 at 4% and 20,000 at 3% simple interest. At what rate of interest must I invest the balance so as to get a return of 5% on all amount? So കിട്ടേണ്ട റിട്ടേൺ എത്രയാണ്? 70,000 into 5
പെർസെൻറ്റേജ് എത്രയാണത് 3500 ആണ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് 3500 ഇസ് ഈക്വൽ ടു 30,000 30,000ൻ്റെ 4/100 into 1 plus remaining 20,000 3/100 into 1. So 30 plus 20 50 ആണ്. Then remaining 20,000 എത്ര റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Okay, so 3,500 is equal to 1,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും 1,200 പ്ലസ് 600 പ്ലസ് 20,000 ഇൻറ്റു റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് 20,000 into dash. So that means 3,500 equal to 1,800 plus 20,000 into x എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഈ 1,800 ഇപ്പോഴേക്ക് വരുമ്പോഴത്തേക്കും മൈനസ് ആകും. സോ മിച്ചം എത്ര വരും 3,500 minus 1,800. So that implies 1,700 is equal to 20,000x. So that implies x is equal to 1,700 divided by 20,000. That means at rate 8.5%. 8.5%. So last വരുന്ന 20,000 8.5 ഇട്ടാലാണ് നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നത് 3,500. 3,500. Okay, then next question. Third question നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ effective rate of interest ന്റെ question. Effective rate of interest corresponding to nominal rate of 7% convertible quarterly. 1 plus 0.07 divided by 4 raised to 4 minus 1 into 100. 0.07 divided by 4 plus 1 kitty into equal 2 times 3 4 minus 1 into 100 ready 7.18% അങ്ങനെ ചോയ്സ് ഇല്ല. none of these ഉള്ളതുകൊണ്ട് നമുക്ക് ചോയ്സ് എന്തെടുക്കാം none of these. The compound interest on rupees 16,000 for 1.5 years at 10% payable half yearly. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സോ കണ്ടുപിടിക്കാനായിട്ട് ഏത് ഫോർമുല യൂസ് ചെയ്യാം CI is equal to P into 1 plus 0.10 divided by 2 the whole raised to half yearly and 2 into time period എത്രയാണ് 1.1 and 1/2 1.5 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം 1.5 ഇയേഴ്സിലേക്ക് എഴുതുമ്പോൾ then minus 1. സോ ഇവിടെ എത്രയാണ് 16,000 into 1.05 raised to 3 minus 1. ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുക കാൽക്കുലേറ്ററിൽ 1.05 into equal to 2 times ഒന്നുകൂടി equal to 3 times minus 1 into 16,000. So 2,522. 2,522. 2,522. 2,522. Good answer.
Next question. The compound interest on a certain sum for 2 years is 2,700 rupees and simple interest on the same sum for the same period is 2,500. Then the rate will be. So compound interest 2 വർഷത്തെയാണ് compound interest എത്രയാണ് 2,700. 2 വർഷത്തെ simple interest എത്രയാണ് 2,500. സോ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഫോമുല നമുക്കറിയാം എന്താണ് CI minus SI for 2 years നമുക്ക് എത്രയാണ് PI സ്ക്വയർ ഡിഫറൻസ് എത്രയാണ് 2,700 മൈനസ് 2,500 എന്ന് പറയുന്നത് ഡിഫറൻസ് 200 ആണ്. സോ ദാറ്റ് മീൻസ് PI സ്ക്വയർ എത്ര കിട്ടി 200 ആണ്. സോ ഇവിടെ നമുക്ക് P അറിയില്ല, I കണ്ടുപിടിക്കാൻ വേണം. So that means നമുക്ക് ഇതിൽ നിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിന് എന്ത് ഫോമുല എടുക്കാം സിമ്പിൾ ഇൻട്രസ്റ്റ് PRT PI സ്ക്വയർ അല്ലെങ്കിൽ PR സ്ക്വയർ. സോ 2,500 ആണ് P ഇൻറ്റു R ഇൻറ്റു T എത്രയാണ് 2 years. സോ ദാറ്റ് മീൻസ് PR is equal to 2,500 E2 multiplication and 2 നേരെ ഡിനോമിനേറ്ററിലേക്ക് വരും 1,250. ഇത് വെച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് വരാം. PR സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് PR ഇൻറ്റു R is equal to 200. PR നമുക്ക് എന്ത് ചെയ്യാം ഈ വാല്യൂ ഈ കിട്ടിയ വാല്യൂ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ എഴുതാം 1,250 ഇൻറ്റു R is equal to 200. That implies R is equal to 200 divided by 1250. 200 divided by 1,250. That means 0.16 അല്ലെങ്കിൽ 16%. 16%. Then sum of money becomes 6,500 after 3 years and 10,562.50 after 6 years. Compound interest sum is. So 3 years A 3 years formula നമുക്ക് എന്തെടുക്കാം P into 1 plus R by 100 the whole raised to 3 is equal to 6,500 A. 6 years P into 1 plus R by 100 the whole raised to 6 is equal to 10,562.50. in equation 1 എന്നും in equation 2 എന്നും കൊടുക്കുക. 3 വർഷത്തെ അക്യൂമുലേറ്റഡ് എമൗണ്ടും 6 വർഷത്തെ അക്യൂമുലേറ്റഡ് എമൗണ്ടും തന്നിട്ടുണ്ട്. നമ്മളത് ഫോമുല പ്രകാരം ആക്കി ഇത്രേ ഉള്ളൂ. Equation 1 പ്രകാരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6,500 divided by P is equal to 1 plus R by 100 the whole raised to 3. Then second equation P into 1 plus R by 100 the whole raised to 6 എങ്ങനെ എഴുതാം P into 1 plus R by 100 the whole raised to 3 into 2 6 not 3 into 1 is equal to 10,562.50. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
P into 1 plus R by 100 the whole raised to 3 the whole square can be written as 10,556. Then ഈ ഒരു വാല്യൂ നമുക്കറിയാം, ഈ ഒരു ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ വാല്യൂ നേരെ, so that implies P into 6,500 divided by P the whole square is equal to 10,562.50. സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും P into 6,500 square divided by P square equal to 10,562.50. കട്ട് ചെയ്യുമ്പോഴത്തേക്കും P. So that means P is equal to 6,500 into equal to divided by 10,562.5. Right answer 4,000. 4,000 is the right answer. 4,000. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജനറലി കണ്ടിരിക്കുന്നില്ല. അതിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ. അടുത്തത് ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഫോമിൽ അറിയില്ലെങ്കിൽ നമുക്ക് n നമ്പർ ഓഫ് സ്റ്റെപ്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The difference between compound interest and simple interest on a sum for 3 years. So 3 years sum വരുമ്പോൾ PR square into R plus 3 is equal to 122. So അറിയാം P into 0.05 5% ആണ് 0.05 into 3.05 equal to 122. So that implies P is equal to 122 divided by 3.05 then ഇതിൻ്റെ സ്ക്വയർ കിട്ടും. Try to answer. P is equal to 16,000. 16,000. 16,000. 16,000. Okay ആണോ? The next one. Find the least number of completed years in which a sum of money put out at 25% compound interest will be more than double. More than double. Okay. More than double. So double നെക്കാട്ടിലും കൂടുതലാണ്. So that means നമുക്ക് ഡബിൾ ആകാനായിട്ട് എടുക്കാം. P ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഡബിൾ ആകാൻ മീൻസ് എത്രയാണ്? 2P എന്ന് പറയുന്നത് എന്താണ്? അക്യൂമുലേറ്റഡ് എമൗണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്. So 2P is equal to double control time കണ്ടുപിടിക്കുകയാണ്. P into 1.25 divided by 100 0.25 the whole raised to n. So that means ഇവിടെ നമുക്ക് P get cancel. അതായത് 1.25 raised to n എത്ര തവണ പവർ ചെയ്താലാണ് 2 അല്ലെങ്കിൽ അതിനടുത്തോ കിട്ടുന്നത് നോക്കാം. That means 1.25 into equal 2 times 1.5 3 1.95 4 2.5 2.44. that means more than 3 ആകുമ്പോഴത്തേക്കും അതായത് 1.25 into 2 times ആണെങ്കിൽ 1.56 ആണ്, 3 times ആണെങ്കിൽ 1.951 2വിനെക്കാട്ടിലും കുറവാണ്, 4 അടിക്കുമ്പോൾ എത്രയാണ്? 2.44 ആണ്. മോർ ദാൻ ഡബിൾ, ഡബിളിനെക്കാട്ടിലും കൂടുതൽ വരുന്ന എത്രയാണ്? 4 ഇയേഴ്സിലാണ്. 4 ഇയേഴ്സിലാണ് ഡബിളിനെക്കാട്ടിലും കൂടുതൽ വരുന്ന മോർ ദാൻ ഡബിൾ in 4 years. Okay ആണോ? Then next one. R bought a flat in 15K apartments for ₹1,000 for ₹1,000. Then the future value of the flat after 2 years, if the value is compounded semi-annually
at 11%, semi-annually at 11%. So 2 years കഴിയുമ്പോൾ semi-annually 11%. So future value അല്ലെങ്കിൽ accumulated amount. semi-annually ആണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഇൻഫാക്ട് അതിനാണ് വരുന്നത് 1000 ഇൻറ്റു 1 പ്ലസ് ആർക്കാണ് 22, that means 0.22 divided by 2, the whole raised to 2 years, 2 into 2, that means 1000 into 1.11 raised to 4, 1.11 into equal 2 times 3, 4 into 1000, 1518.07 ആണ് വരേണ്ടത്. സോ ഇവിടെ 1518 ചോയ്സ് ഒന്നും തന്നെ ഇല്ല, മിസ്റ്റേക്ക് വന്നായിരിക്കും. 1518 ആണ്. ഇസ് ദ റൈറ്റ് ആൻസർ. സോ ചോയ്സ് കൊടുത്തപ്പോൾ ഒന്ന് മിസ്റ്റേക്ക് ആയിരിക്കാം. ഈ പറയുന്ന ആൻസർ ഒന്നും തന്നെയല്ല വരുന്നത്. Okay, then next one. What is the net present of a plot of property which would have valued at 2 lakh rupees at the end of 2 years? Annual rate of increase is 5%. So present value, see actually the present value ഉണ്ട്, question പോലെ ഉണ്ട്. So 2 lakh divided by 1.05 square, 1.05 square. $1.81405 lakhs. So the present value in a concept പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. ഉടനെ തന്നെ അത് ഡിസ്കസ് ചെയ്യും. The next one. A certain strain of epidemic bacteria made its appearance in so and so, sending all medical staff into frenzy. It reproduces itself at the rate of 10% every 5 minutes. Time would double itself. ഡബിൾ ആകാം. സോ നമുക്ക് ഡബിൾ ആകുക. ഈ പറയുന്ന റേറ്റിൽ എപ്പോഴും കോമ്പൗണ്ട് ആണ് ചെയ്യുന്നത്. ഡബിൾ ആകുക മീൻസ് പി ഉണ്ടായിരുന്നു, അത് 2p ആകുന്നു എന്ന് എടുക്കാം. 2p is equal to p into 1 plus r, the whole raised to n. So that means 2p is equal to p into 1.10%, 1 raised to n. So p get cancelled. നമുക്ക് നോക്കുകയാണെങ്കിൽ 1.1 2 is equal to 1.1 raised to n. So 1.1 into equal 2 times 3, 4, 5, 6, 7, 8. So 7, 8 ഇടയ്ക്കാണ് വരുന്നത് 7. So that means 7 എടുക്കുകയാണെങ്കിൽ n ഇൻറ്റു 5 മിനിറ്റ്സിലല്ലേ, 7 into 5 35 ആണ്. ബട്ട് ആക്ച്വലി 7 അല്ല, 7നും 8നും ഇടയ്ക്കാണ്. സോ 8 into 5 എടുക്കുകയാണെങ്കിൽ 40 വരും. ദാറ്റ് മീൻസ് 35ക്കും 40ക്കും ഇടയ്ക്കുള്ള വാല്യൂ ഏതാ വരുന്നത്? 38 മിനിറ്റ്സ്. നമ്മൾ എൻ്റെ കണ്ടുപിടിച്ചു 7 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. സോ 7 പോയിന്റ് സംതിങ് 7 വന്നാൽ 7 ഇൻറ്റു, ബിക്കോസ് 5 മിനിറ്റ്സ് കൂടുമ്പോഴാണ് 10% ഇൻക്രീസ് എടുത്തത്. നമ്മൾ n ഇൻക്രീസ് ഉണ്ട്. ദാറ്റ് മീൻസ് ടൈം എടുക്കുമ്പോൾ ആ കിട്ടിയതിനെ എന്ത് ചെയ്തു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7 ആണെങ്കിൽ 35, 8 ആണെങ്കിൽ 40, ഇൻ ബിറ്റ്വീൻ വാല്യൂ ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 38 മിനിറ്റ്സ്. 38 മിനിറ്റ്സ്. 38 മിനിറ്റ്സ്. ഓക്കെ അല്ലേ? 5 മിനിറ്റ്സ് കൂടുമ്പോൾ 10% ഇൻക്രീസ് ചെയ്യും. ഡബിൾ ആകാൻ എടുക്കുന്ന ടൈം ചോയ്സ് ഉള്ളതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ഫിഗർ എടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി
കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോഗിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നു. A certain sum invested at 4%, per annum, compounded semi-annually, amounts to rupees 7,803 at the end of 1 year. Then sum is 7,803 is equal to P into compounded semi-annually 1 plus 0.04 divided by 2 the whole raised to 2. 7,803 is equal to P into 1.02 square. 1.02 into equal to 7803. That answer 7,000. That implies P is equal to 7,500. So 7,803 and don't divide the 1.025 the whole square. P is equal to 7,500. 7,500. 7,500. Okay, then next question. Population of village is 24,000. It is increasing at the rate of 5% every year. Growth of population after 3 years. So 3 വർഷം കഴിഞ്ഞുള്ള population കണ്ടുപിടിക്കാൻ ഗ്രോത്ത് റേറ്റിൽ എന്ത് ചെയ്താൽ മതി? കോമ്പൗണ്ട് ചെയ്യുക. ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യുക. So future population after 3 years കണ്ടുപിടിക്കാനായിട്ട്. So ഇപ്പോഴത്തെ population 24,000 അതിനകത്ത് ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യുക 1.05 അല്ലെങ്കിൽ 1 plus 5 divided by 100 the whole raised to 3. So that implies 24,000 into 1.05 raised to 3. 1.05 into equal to 2 times 3 into 24,000. Third answer 27,783. സോ അവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്രോത്ത് ഇൻ 3 വർഷം കഴിയുമ്പോൾ പോപ്പുലേഷനിലെ ഗ്രോത്ത് ഇൻ പോപ്പുലേഷൻ ആഫ്റ്റർ 3 years എക്സാക്ട്ലി ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് റൈറ്റ് നൗ 24 ആണെങ്കിൽ ഗ്രോത്ത് 3 വർഷം കഴിഞ്ഞിട്ടുള്ള 27,783 നിന്ന് 24,000 കുറയ്ക്കുക. സോ എത്ര ആൻസർ 3,783. എക്സാക്ട് ഗ്രോത്ത് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. A man borrows 8,000 rupees at a 10% compound interest payable every 6 months. He repays 2,500 at the end of every 6 months. The third payment he has to make at the end of 18th month in order to clear the entire loan. So entire loan നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 8,000 rupees ആണ് ബോറോ ചെയ്ത് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് പേയബിൾ എവറി 6 months ആണ്. ദാറ്റ് മീൻസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി പോലെ വരും. എല്ലാ 6 മാസം കൂടുമ്പോൾ എത്രയാണ് 12,500 ആണ് അയാൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 18ാമത്തെ മാസം 3ാമത്തെ പേയ്മെൻറ്റിൽ എത്ര കൊടുത്താൽ അയാൾക്ക് കംപ്ലീറ്റ് ലോൺ ക്ലോസ് ചെയ്യണം? സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താണ് ഒരു കോമ്പൗണ്ടിങ് ആണ് വരുന്നത് 6 വർഷം കൂടുമ്പോൾ. ദാറ്റ് മീൻസ് 6 മാസം കഴിയുമ്പോഴുള്ള ഫസ്റ്റ് കോമ്പൗണ്ടിങ് പീരീഡ് കഴിയുമ്പോഴുള്ള ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഫസ്റ്റ് 6 മന്ത് കഴിയുമ്പോൾ എത്രയാണ് 8,000 into 1 plus 0.10 divided by 2 the whole raised to ഒരു പീരീഡ് ആയതുകൊണ്ട് 1. 2 into 0.5 ആണ് വരുന്നത്. അങ്ങനെ 1 വരും. ഓക്കെ, ദാറ്റ് മീൻസ് 8,000 into 1.05. 8,000 into 1.05 8,400. 8,400 ആവും ഇൻട്രസ്റ്റ് ഉൾപ്പെടെ. സോ അപ്പോൾ 6 മാസം കഴിയുമ്പോൾ എത്ര പേയ്മെൻറ്റ് നടത്തും? ഒരു 2,500 പേയ്മെൻറ്റ് നടത്തും. സോ ദാറ്റ് മീൻസ് മിച്ചം എത്രയുണ്ട് 5,900.
ദെൻ ഇൻട്രസ്റ്റ് കൂടി ആ ഒരു പേയ്മെൻറ്റ് കുറച്ചതും കൂടെ വന്നിട്ട് കുറവ് എമൗണ്ട്. സെക്കൻഡ് 6 മന്ത്സ് കഴിയുമ്പോൾ ഇപ്പോൾ 5,900 ആണ് അയാളുടെ ഇതുള്ളത്, ലയബിലിറ്റി ഉള്ളത്. എഗെയിൻ വീണ്ടും എന്ത് വരും? 1.1 പ്ലസ് 0.10 ഡിവൈഡ് ബൈ 2 ദ ഹോൾ റേഷ്യോ. ദാറ്റ് മീൻസ് 5,900 ഇൻറ്റു 1.05. 5,900 ഇൻറ്റു 1.05 ഇതാണ് 6,195. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ ഇത്രയാണ് ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്. സെക്കൻഡ് ഇയറിൽ അപ്പോൾ എന്ത് ചെയ്യും? ഒരു 2,500 കൊണ്ട് അടയ്ക്കും. സെക്കൻഡ് പേയ്മെൻറ്റ്, അതായത് 6 മാസം കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോഴുള്ള സിനാരിയോ ആണ്. മൈനസ് 2,500 ത്രെഡ് 3,695 ആണുള്ളത്. 3,695. 3,695. 3,000. ദെൻ തേർഡ് ഇയറിൽ തേർഡ് 6 മന്ത്. ദാറ്റ് മീൻസ് ഇപ്പോൾ 3,695 ഉണ്ട്. അതിൻ്റെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊണ്ട് കോമ്പൗണ്ട് ചെയ്യണം. 1 പ്ലസ് 0.10 ഡിവൈഡ് ബൈ 2 ദ ഹോൾ റേഷ്യോ 1. 3,695 ഇൻറ്റു 1.05 ഇൻറ്റു 1.05 കിട്ടും 3,879.75. നോക്കുക, 3,879.75 എക്സാക്ട്ലി സെയിം ആൻസർ തന്നെ ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോർമലി ഇത്രയും ടെസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ലായിരിക്കാം. ബട്ട് നിങ്ങളുടെ മെറ്റീരിയൽ ഉള്ള എക്സ്ട്രാ എക്സസൈസ് പോലെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത് നമ്മളിപ്പോൾ സോൾവ് ചെയ്തത്. ബാക്കിയെല്ലാം നമുക്ക് നോർമലി 95 അല്ലെങ്കിൽ 98% നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എത്താവുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലേ? നമുക്കൊരു 5 minutes ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഏരിയ ആനുവിറ്റി ഏരിയ ഡിസ്കസ് ചെയ്യാം.
സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാമോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ദെൻ ആന്യൂറ്റി, അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ഏരിയ ആണ്. ഫസ്റ്റ് ആന്യൂറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് ഒരു ആന്യൂറ്റി? നമുക്കൊരു സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ സീരീസ് ഓഫ് റെസീറ്റ്സ്. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഓർ സീരീസ് ഓഫ് റെസീറ്റ്സ്, അത് ആന്യൂറ്റി ആകണമെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആൻ ആന്യൂറ്റി ഇഫ് എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ്, എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ് must be constant or the period and time interval between two consecutive payments or receipt must be the same. സോ നിങ്ങളെല്ലാം കേട്ടിരിക്കുന്ന EMI എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മളൊരു ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യുന്നു, നമ്മളെന്താണ് സെയിം എമൗണ്ട്, എല്ലാ മാസവും സെയിം എമൗണ്ട്, അതെന്താണ് നമുക്ക് വന്ന ആ എമൗണ്ട് പ്ലസ് അതിനകത്ത് ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് സെയിം എമൗണ്ട് അടയ്ക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? EMI. സോ EMI എന്തിന് എക്സാമ്പിളാണ്? ഒരു ആന്യൂറ്റിക്ക് എക്സാമ്പിളാണ്. ബിക്കോസ് സോ അവിടെ എന്താണ്, നമുക്ക് സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ആകാം, റെസീറ്റ്സ് ആകാം, രണ്ട് രീതിയിൽ നമുക്കാകാം. അത് ആന്യൂറ്റി ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ എന്തായിരിക്കണം? എമൗണ്ട് പേ ചെയ്തിരിക്കുന്നത് സെയിം ആയിരിക്കണം, ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ്സും സെയിം ആണെങ്കിൽ ഈ പറയുന്ന മൂന്ന് കണ്ടീഷൻസ്, ദാറ്റ് മീൻസ് സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ സീരീസ് ഓഫ് റെസീറ്റ്സ് ഉണ്ടാവണം, പ്ലസ് എമൗണ്ട് പെയ്ഡ് സെയിം ആയിരിക്കണം, പ്ലസ് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ്സ് സെയിം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആന്യൂറ്റി. സോ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ്, അത് ആന്യൂറ്റി ആണോ എന്ന് പറയണം. ഇയർലി പേയ്മെൻറ്റ് എടുക്കണം, ഇയർ പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെസീറ്റ്, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ. സോ ഒരു 5 ഇയർ പേയ്മെൻറ്റ് എടുക്കുകയാണ്. 100, 200, 300, 400, 500. ഇതൊരു ആന്യൂറ്റി ആണോ? ഇതൊരു ആന്യൂറ്റി ആണോ എന്ന് പറയാ? ഇതൊരു ആന്യൂറ്റി ആണോ? ആന്യൂറ്റി ആണെങ്കിൽ 3 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇവിടെ നോക്കാം, ഇവിടെ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ടോ? ഉണ്ട്. 1, 2, 3, 4, 5 പേയ്മെൻറ്റ്സ് ഉണ്ട്. ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ്, ഫസ്റ്റ് ഇയറിൽ ഒരു പേയ്മെൻറ്റ്, സെക്കൻഡ് ഇയറിൽ പേയ്മെൻറ്റ്, തേർഡ് ഇയറിൽ പേയ്മെൻറ്റ്. ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ് സെയിം ആണ്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണോ? ഇൻക്രീസ് സെയിം ആണെന്നല്ല പറഞ്ഞത്. ആന്യൂറ്റി ആണെങ്കിലുള്ള 3 കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കണം? സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ടാകണം, ഇവിടെ അതുണ്ട്. ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ്സ് ഇവിടെ 1 ഇയർ ആണ്. പക്ഷേ എന്താണ്? എമൗണ്ട് പെയ്ഡ് ഷുഡ് ബി പെയ്ഡ് ഓർ റിസീവ്ഡ് മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ പീരീഡ്. എല്ലാ വർഷവും കൊടുക്കുന്ന എമൗണ്ട് സെയിം എമൗണ്ട് ആണോ? അല്ല ഡിഫറെൻറ്റ് എമൗണ്ട് അല്ലേ? ദെയർഫോർ ഇത് എന്തല്ല? നോട്ട് ആൻ ആന്യൂറ്റി. ഇതെന്തല്ല? ആന്യൂറ്റി അല്ല. ബിക്കോസ് എമൗണ്ട് പെയ്ഡ് നോട്ട് സെയിം അല്ലെങ്കിൽ നോട്ട് കോൺസ്റ്റൻറ്റ്. ക്ലിയർ? സോ കോൺസ്റ്റൻറ്റ് എമൗണ്ട് ആയിരിക്കണം. ഇത് ഡിഫറെൻറ്റ് എമൗണ്ട് ആണ്. എല്ലാം 100 ആയിരുന്നുവെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാണ്. 3 കണ്ടീഷൻ ക്യുമുലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്താലേ അതെന്താവും? ആന്യൂറ്റി ആവും. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഓർ റെസീറ്റ്സ് ഉണ്ടാവണം, ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ് സെയിം ആയിരിക്കണം ത്രൂ ഔട്ട് ദ പീരീഡ്, പ്ലസ് എന്തായിരിക്കണം? എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ് മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സെയിം ത്രൂ ഔട്ട് ദ പീരീഡ്. ദെൻ വേറെ ഒരു എക്സാമ്പിൾ, നിങ്ങളൊന്ന് ആൻസർ പറയണം. അത്രത്തോളം ഈ ആന്യൂറ്റി അറിയാമെങ്കിൽ പ്ലസ് 4 ഫോമുലയും കൂടെ അറിഞ്ഞാൽ ഈ ഏരിയ വളരെ സിമ്പിളാണ്. ബാക്കി എല്ലാം കോൺസെപ്ച്വലി ആന്യൂറ്റിയുടെ ബേസിസിൽ പ്രസൻറ്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ എന്ന് മനസ്സിലാക്കി
കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് വരാം. ബട്ട് ആനുവിറ്റി ആണോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ഇയർ പേയ്മെൻറ്റ് receipt. First year 200, second year 200, third year ഇല്ല, fourth year 200, fifth year 200. ഇത് ആനുവിറ്റി ആണോ? ആനുവിറ്റി ആണോ? ഈ പറഞ്ഞ എക്സാമ്പിൾ ആനുവിറ്റി ആണോ? ആനുവിറ്റി ആണോ? ആൻസർ പറയാമോ? സോ നോക്കാം നമുക്ക് കണ്ടീഷൻ. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സ് ഉണ്ടല്ലോ. 1 2 3 4 പേയ്മെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ റെസീറ്റ്സ് ഉണ്ട്. എമൗണ്ട് പെയ്ഡ് എല്ലാം 200 ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ആനുവിറ്റി ആണോ എന്നുള്ളതിൽ 3 കണ്ടീഷൻ. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്, എമൗണ്ട് പെയ്ഡ് എല്ലാം 200 ആണ്. നോക്കിയാൽ ഫസ്റ്റ് പേയ്മെൻറ്റ് സെക്കൻഡ് പേയ്മെൻറ്റ് തമ്മിലുള്ള ടൈം ഇൻ്റർവൽ എത്രയാണ്? 1 ഇയർ ആണ്. സെക്കൻഡ് പേയ്മെൻറ്റും തേർഡ് പേയ്മെൻറ്റും തമ്മിലുള്ള ടൈം ഇൻ്റർവല്ലോ 2 years. സോ ദാറ്റ് മീൻസ് എന്ത് സെയിം അല്ല? കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ്സ് തമ്മിലുള്ള ടൈം പീരീഡ്, ടൈം ഇൻ്റർവെൽ ഡിഫറെൻ്റ് ആണ്. സോ ആനുവിറ്റി, നോട്ട് ആൻ ആനുവിറ്റി, നോട്ട് ആൻ ആനുവിറ്റി, ബിക്കോസ് ടൈം ഇൻ്റർവെൽ എന്താണ്? ഡിഫറെൻ്റ് ആണ്. ടൈം ഇൻ്റർവെൽ ഡിഫറെൻ്റ് ആണ്. സോ കൊണ്ടെന്നല്ല, ആനുവിറ്റി അല്ല. ദെൻ നെക്സ്റ്റ് സെനാരിയോ, ഇയർ പേയ്മെൻറ്റ് റെസീറ്റ്. ഫസ്റ്റ് ഇയർ ഒരു 500, സെക്കൻഡ് ഇയർ 500, തേർഡ് ഇയർ 500, ഫോർത്ത് ഇയർ 500, ഫിഫ്ത്ത് ഇയർ 500. ഇതൊരു ആനുവിറ്റി ആണോ? ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഒരു ആനുവിറ്റി ആണോ? യെസ്, ക്ലിയർലേ. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്, എമൗണ്ട് പെയ്ഡ് സെയിം ആണ്, 500 ആണ്. ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു, ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ്സിൻ്റെ ടൈം ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാൽ 1 ഇയർ ആണ്. 3 കണ്ടീഷനും ക്യുമുലേറ്റീവായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ ആനുവിറ്റി. So clearly annuity definition clearly annuity definition. Okay, then types of annuity. That's മെറ്റീരിയൽ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇതാണ് എടുത്തിരിക്കുന്നത്. ആനുവിറ്റി സർട്ടൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, an annuity in which payment begin and end at fixed date is known as certain annuity. ഇന്ന പീരീഡിൽ സ്റ്റാർട്ട് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര പേയ്മെൻറ്റ്സ് ഉണ്ടാവും. അതിനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? ആനുവിറ്റി സർട്ടൻ. ആനുവിറ്റി സർട്ടൻ. ആനുവിറ്റി, പെർപ്പച്വൽ ആനുവിറ്റി ഓർ പെർപ്പച്വിറ്റി. An annuity in which payment begin at a fixed date but continue forever. Begin on a fixed date but indefinite ആയിട്ട് continue forever ആയിട്ട് continue ചെയ്യുന്ന ആനുവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആനുവിറ്റി, പെർപ്പച്വൽ ആനുവിറ്റി അല്ലെങ്കിൽ പെർപ്പച്വിറ്റി. Then contingent annuity, an annuity whose payment continue for a period of time depending upon events whose date of occurrence cannot be accurately foretold is called contingent annuity. Then നമുക്ക് മെയിൻലി നമുക്ക് ഈ ഓർഡിനറി ആനുവിറ്റി ഡ്യൂവും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും നമുക്ക് വരുന്നത്. ഓർഡിനറി ആനുവിറ്റി മീൻസ് an annuity in which payment are made at the end of each period is called ordinary annuity. സോ അതിനെ ആനുവിറ്റി റെഗുലർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇവിടെ ഇമ്മീഡിയറ്റ്ലി ആനുവിറ്റി എന്ന് കൂടെ പറഞ്ഞിരിക്കുന്നു. ബട്ട് നോർമലി ആനുവിറ്റി റെഗുലർ അല്ലെങ്കിൽ ഓർഡിനറി ആനുവിറ്റി എന്നാണ് അതിനെ നമ്മൾ വിളിക്കാറ്. പിന്നെ ആനുവിറ്റി ഡ്യൂ, ശ്രദ്ധിക്കേണ്ട
ആനുവിറ്റി റെഗുലർ മീൻസ് അല്ലെങ്കിൽ ഓർഡിനറി ആനുവിറ്റി മീൻസ് എന്താണ്, പീരീഡ് എൻഡിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പീരീഡ് എൻഡിലായിരിക്കും. സോ ഒബ്വിയസ്ലി അടുത്ത പേയ്മെൻറ്റ് അടുത്ത പീരീഡ് എൻഡിൽ, തേർഡ് പേയ്മെൻറ്റ് തേർഡ് പീരീഡ് എൻഡിൽ. ദെൻ ആനുവിറ്റി ഡ്യൂ, പേയ്മെൻറ്റ്സ് മെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡ്. ദാറ്റ് മീൻസ് റൈറ്റ് നൗ ആനുവിറ്റിയുടെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെസീറ്റ് ഉണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആനുവിറ്റി ഡ്യൂ. Then deferred perpetuity, an annuity in which payment will commence after the lapse of deferred period and will continue forever is called a deferred perpetuity. Okay, so annuity എന്താണ്, series of payments, time period same, amount paid same. Then different types പറഞ്ഞിരിക്കുന്നു. പെർപ്പച്യൂറ്റി എപ്പോഴും ശ്രദ്ധിക്കണം, ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്ന ആനുവിറ്റിയാണ് നമ്മൾ പെർപ്പച്യൂറ്റി എന്ന് പറയുന്നത്. ദെൻ ഓർഡിനറി ആനുവിറ്റി അല്ലെങ്കിൽ ആനുവിറ്റി റെഗുലർ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. ആനുവിറ്റി ഡ്യൂ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. ദെൻ ഡെഫേർഡ് പെർപ്പച്യൂറ്റി മീൻസ് ലാപ്സ് ഇത്ര പീരീഡ് കഴിയുമ്പോഴത്തേക്കും ദെൻ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഫോർ എവർ പേയ്മെൻറ്റ് ഡെഫറിങ് ഈസ് കോൾഡ് എ ഡെഫേർഡ് പെർപ്പച്യൂറ്റി. ക്ലിയർ ആണോ? An annuity in which payment will be commenced after the lapse of deferred period and will continue forever is called a deferred perpetuity. Clear ആണോ? There are different types of annuity. So deferred perpetuity എന്ന് പറഞ്ഞാൽ an annuity in which payment will commence after the lapse of deferred period. So that means നമ്മൾ പറയണം, ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് 5 വർഷത്തിന് ശേഷം 5 വർഷം മുതൽ അല്ലെങ്കിൽ 6ാമത്തെ വർഷം മുതൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ എന്താ എന്ന് പറയുന്നതാണത്. 5 വർഷത്തിന് ശേഷം എല്ലാ വർഷം അല്ലെങ്കിൽ 5ാമത്തെ വർഷം മുതൽ എല്ലാ വർഷവും ഇത്ര എമൗണ്ട് പോകണം, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷം മുതൽ എല്ലാ വർഷവും ഇത്ര എമൗണ്ട് വെച്ച് പോകണം എന്ന രീതിയിൽ ഫണ്ട് കൊടുക്കുന്നതല്ല. ഇതിനെ നമുക്ക് ഡെഫർ ചെയ്തു, 5 പീരീഡ് ഡെഫർ ചെയ്തു. ദെൻ അതിനുശേഷം അതെന്താണ്, ആനുവിറ്റിയാണ്. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്, ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ് സെയിം ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെഫേർഡ് പെർപെച്യൂറ്റി. ക്ലിയർ ആണോ? ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ഓർഡിനറി annuity means payment is at the end of the period. Annuity due means payment is at the beginning of the period. Okay, ma'am. Then നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമൗണ്ട് ആഫ്റ്റർ സോ ആൻഡ് സോ പീരീഡ്, അല്ലെങ്കിൽ അതിന് ഫ്യൂച്ചർ വാല്യൂ. എമൗണ്ട് ആഫ്റ്റർ സോ ആൻഡ് സോ പീരീഡ് അതിന് അക്യൂമുലേറ്റഡ് എമൗണ്ട് എന്നും പറയാറുണ്ട്. നമ്മൾ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഇന്ന് എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റ് റേറ്റിൽ 5 വർഷം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഫ്യൂച്ചർ ഡേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് കോമ്പൗണ്ട് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ ഈസ് ദ ക്യാഷ് വാല്യൂ ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് സം ടൈം ഇൻ ഫ്യൂച്ചർ. സോ അത് 5 വർഷത്തിന് ശേഷമാകാം, 10 വർഷത്തിന് ശേഷമാകാം, 20 വർഷത്തിന് ശേഷമാകാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സം ടൈം ഇൻ ഫ്യൂച്ചർ. ഇറ്റ് ഈസ് ടുമോറോസ് വാല്യൂ ഓഫ് ടുഡേയ്സ് മണി കോമ്പൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ആനുവിറ്റി ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു പി. ഇന്നത്തെ വാല്യൂവിനെ ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യണം ഇൻ പീരീഡ്.
സോ ദാറ്റ് മീൻസ് ഇത് എന്ത് തന്നെയാണ് ഫ്യൂച്ചർ വാല്യൂ മീൻസ് സിംഗിൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോമുല എന്ത് തന്നെയാണ് അക്യൂമുലേറ്റഡ് എമൗണ്ട് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് എന്ത് ഫോമുല വരുന്നത് ഫ്യൂച്ചർ വാല്യൂ ഇൻ കേസ് ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ, അതായത് ആനുവിറ്റി അല്ലാത്ത സെനാരിയോ. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ordinary annuity, future value of ordinary annuity. So ഇതിനെ യൂസ് ചെയ്യുന്ന ഫോമുല ശ്രദ്ധിക്കാം. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഓർഡിനറി ആനുവിറ്റി ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഓർഡിനറി ആനുവിറ്റി. നമ്മൾ നിങ്ങളുടെ മെറ്റീരിയൽ പ്രകാരം എടുക്കുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ. സോ പി എന്ന് പറയുന്നത് ഓരോ പീരീഡിൽ നമ്മൾ ഈ എമൗണ്ട് പേ ചെയ്യത്തില്ലേ, ഈക്വൽ എമൗണ്ട് പേ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഓരോ വർഷവും എൻ പീരീഡ്. സോ ഇവിടെ 5 വർഷത്തിന് ശേഷമുള്ള ഫ്യൂച്ചർ വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് ഇൻറ്റു 1 പ്ലസ് ഐ റൈസ് ടു 5 മൈനസ് 1 ഡിവൈഡ് ബൈ ആർ എത്രയാണോ ആ എമൗണ്ട് എടുക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Then future value of annuity due. Future value of annuity due. So നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫോമുല P ഇൻറ്റു one plus r raised to n minus 1 divided by r into 1 plus r. നേരത്തെ കിട്ടിയതിനെ എന്തുകൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു തവണ കൂടി 1 പ്ലസ് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 പ്ലസ് ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു 1 പ്ലസ് ആർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് then future value of deferred annuityക്ക് നമുക്ക് ഈ ഒരു ഫോമുല യൂസ് ചെയ്യാം. P ഇൻറ്റു 1 പ്ലസ് ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ ആർ കൊടുക്കാം 1 പ്ലസ് ആർ ദ ഹോൾ റൈസ് ടു എം. n പീരീഡ്സ് ആണത്. m deferred period. m പീരീഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് n പീരീഡ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, ഡെഫർ ചെയ്ത് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നത്. സോ ഇതെല്ലാം നമുക്ക് കോൺസെപ്ച്വലി സോൾവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഈ പറയുന്ന രീതിയിൽ ഫോമുലാസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഫ്യൂച്ചർ വാല്യൂ മെയിനായിട്ട് അന്യൂറ്റി ഓർഡിനറി, അന്യൂറ്റി ഡ്യൂ, ഡെഫേർഡ് അന്യൂറ്റി, അന്യൂറ്റി റെഗുലർ അല്ലെങ്കിൽ ഓർഡിനറി അന്യൂറ്റിയുടെയും അന്യൂറ്റി ഡ്യൂവിൻ്റെയും ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ഫോമുലയാണ് നമ്മൾ കൂടുതലും ഓർത്തിരിക്കേണ്ടത് മെയിൻലി.
പ്രസൻറ്റ് വാല്യൂ. സോ ഇന്നത്തെ വാല്യൂ അറിയാമെങ്കിൽ ഇന്നത്തെ വാല്യൂ അറിയാം, അതിനെ നാളത്തെ വാല്യൂ വെക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്തു. 10 വർഷത്തിന് ശേഷമുള്ള വാല്യൂ അറിയാം, അതിൻ്റെ ഇന്നത്തെ വാല്യൂ ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫ്യൂച്ചർ വാല്യൂവിനെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രസൻറ്റ് വാല്യൂ. സോ ദാറ്റ് മീൻസ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ്, ഫ്യൂച്ചർ വാല്യൂവിനെ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്യണം. ദെൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ordinary annuity. Present value of ordinary annuity is equal to present value of ordinary annuity. So നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നൊരു ഫോർമുല ഇതാണ്, V is equal to A into PNI, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയും, PNI. സോ ദാറ്റ് മീൻസ് PNIക്ക് പകരം നോക്കുന്നത് V is equal to A into അല്ലെങ്കിൽ P ഇൻറ്റു കിടക്കുന്ന നമുക്ക് P ഇൻറ്റു PNI 1 പ്ലസ് I ദ ഹോൾ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ R. R into 1 plus R the whole raised to n. Okay, now formula P into ഇവിടെ നമുക്ക് ഷോർട്ട് കട്ട് ഫോമിൽ ആക്ച്വലി ഉണ്ട്, ഈ ഒരു വലിയ കാൽക്കുലേഷനിലോട്ട് പോകാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. V is equal to P into PNI. സോ ദാറ്റ് മീൻസ് നമുക്ക് ഈ PO തന്നിട്ടുണ്ടാവും. PNI കണ്ടുപിടിക്കാൻ ഈ ഒരു ഫാക്ടർ, ഇതാണ് നമ്മൾ ഈ വലിയ രീതിയിൽ കണ്ടുപിടിച്ച് പോകുന്നത്. സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് PNI കണ്ടുപിടിക്കാനായിട്ട് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ഈക്വൽ ടു NI അല്ലെങ്കിൽ R ഈക്വൽ ടു R ടൈംസ് ദെൻ കാൽക്കുലേറ്ററിൽ GT അടിച്ചാൽ മതി. ഇത്ര വലിയ അത് കിട്ടുന്നില്ല എങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഇതാണ്, ടൈം കൺസ്യൂം ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതാണ്. സോ ഇത് ചെയ്യുന്നില്ല എങ്കിൽ ഈ പറയുന്ന വലിയ മെത്തേഡ് 1 പ്ലസ് R ദ ഹോൾ റേസ് ടു n മൈനസ് 1 ഡിവൈഡ് ബൈ R ഇൻറ്റു 1 പ്ലസ് R ദ ഹോൾ റേസ് ടു n എന്നുള്ള ഫോർമുല ചെയ്യാം. Present value of ordinary annuity. Then present value of annuity due. Present value of annuity due. Present value of annuity due. So നമുക്ക് എഴുതുന്ന V is equal to A into P n minus 1 I പ്ലസ് എ എന്ന് പറയുന്ന ആനുവിറ്റി എമൗണ്ട് ആണ്. നിങ്ങളുടെ മെറ്റീരിയൽ P കൊണ്ടാണ് ആ എമൗണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ യൂസ് ചെയ്യാൻ നമുക്ക് P ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R ഈക്വൽ ടു n മൈനസ് 1 ടൈംസ് ദെൻ GT അടിക്കുക, പ്ലസ് അതിൻ്റെ കൂടെ P കൂടെ ആഡ് ചെയ്യുക. Then present value of deferred annuity is equal to V is equal to P into 1 plus R the whole raised to n divided by 1 plus R the whole raised to m plus n minus 1. M plus n minus 1. Then present value of perpetuity. Present value of perpetuity
വി ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ആർ. ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകണമെങ്കിൽ എത്രയാണോ എമൗണ്ട് അതിനെ ആർ കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. Then interest in case of continuous compounding. Interest in case of continuous compounding. Continuous compounding എന്ന് എഴുതാം. amount ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ a is equal to p into e raised to r into n. So e എന്ന് പറഞ്ഞാൽ 2.1783 approx. Then interest ആണ് ചോദിക്കുന്നതെങ്കിൽ വരും p into e raised to r into n minus 1. സോ ഇത്രയും ഫോർമുലാസ് ആണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ദെൻ സിങ്കിങ് ഫണ്ട് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ക്രെഡിറ്റഡ് ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് ബൈ വേ ഓഫ് പീരിയോഡിക് പേയ്മെൻറ്റ് ഓവർ ദ ടൈം പീരീഡ്. ദാറ്റ് മീൻസ് ഇത്ര ഫ്യൂച്ചറിലേക്ക് 10 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മെഷീനറി, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് എൻറ്റിറ്റിയാണ്, 10 വർഷം കഴിയുമ്പോൾ എൻ്റെ ഒരു മെഷീനറി റീപ്ലേസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ അവരോട് ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷം 10 lakh rupees പേ ചെയ്യണമെങ്കിൽ ഉണ്ടോ. ഇപ്പം ഞാൻ എന്ത് തീരുമാനിക്കും, ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ എന്നാണ് 10 വർഷം കഴിയുമ്പോൾ എനിക്ക് 10 lakh കിട്ടിയാൽ മതി. സോ അതിനുവേണ്ടി എടുക്കുന്നതാണ്. സോ സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടാൽ ഓർത്തോണം, അത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ആണ്. ജനറലി ആനുവിറ്റി റെഗുലർ. സോ സിങ്കിങ് ഫണ്ട് എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് r raised to n minus 1 divided by r. സോ ഇതായിരിക്കും സിങ്കിങ് ഫണ്ടിൻ്റെ കേസിൽ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി ഒന്നിൻ്റെ കേസ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തിൽ തിയറി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്ററിൽ നമുക്ക് ആ ഫോർമുല ഓർത്ത് വെക്കുക, ഓരോന്നിൻ്റെയും ഫോർമുല ഓർത്ത് വെക്കുക. ദെൻ കാൽക്കുലേറ്ററിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ആനുവിറ്റി ആണോ, ആനുവിറ്റി ആണെങ്കിൽ ആനുവിറ്റി റെഗുലർ ആണോ, ആനുവിറ്റി ഡ്യൂ ആണോ, അല്ലെങ്കിൽ ഡെഫേർഡ് ആനുവിറ്റി ആണോ, എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക, ആൻസറിലേക്ക് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർ ഈസ് എക്സ്പെക്ടിങ് ടു റിസീവ് 5,000 rupees for 4 years from now. Calculate present value of the sum if current market interest rate is 10% and interest rate compounded annually. എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സിംഗിൾ ക്യാഷ് ഫ്ലോ പോലെയാണോ വരുന്നത്, ആനുവിറ്റി ആണോ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്ന് പറയാം. Rohan is expecting to receive 5,000 rupees 4 years from now. That means ഇതിൻ്റെ മീനിങ് എന്താണ്? 4 വർഷം കഴിയുമ്പോൾ 4th ഇയർ എൻഡിൽ എന്ന് വേണം പറയാൻ. ഇയർ എൻഡിൽ എത്ര കിട്ടും? 5,000 rupees കിട്ടും. ഇവിടെ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? 4 വർഷം കഴിയുമ്പോൾ 5,000 കിട്ടണം. അതിനായിട്ട് ഇന്ന് എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് 4 വർഷം കഴിയുമ്പോഴുള്ള ഫ്യൂച്ചർ വാല്യൂ ആണ് 5,000. അതിൻ്റെ ഇന്നത്തെ വാല്യൂ ഇൻട്രസ്റ്റ് റേറ്റ് തന്നാൽ, സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ. ഈ ഒരു കാര്യമാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇല്ല, ദാറ്റ് മീൻസ് സിംഗിൾ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രസൻറ്റ് വാല്യൂ. സോ സിംഗിൾ ക്യാഷ് ഫ്ലോ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഫോർമുല P is equal to F by 1 plus R raised to N. എഫ് എത്രയാണ്? 4 വർഷം കഴിയുമ്പോഴുള്ള ഫ്യൂച്ചർ വാല്യൂ
5000 divided by 1.1 the whole raised to 4. Try to answer. $1.14. Try to answer. 3415.06 നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 3415 ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് റൗണ്ട് ഓഫ് ചെയ്തിട്ട് എന്ത് ആൻസർ കിട്ടി അത് പിക്ക് ചെയ്യാമായിരുന്നു. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ എഫക്റ്റീവ് റേറ്റ് ഈക്വലന്റ് ടു എ നോമിനൽ റേറ്റ് ഓഫ് 6% കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. നേരത്തെ വന്നാലും ആ ക്വസ്റ്റ്യനും കൂടെ കയറി വന്നിരിക്കുന്നു. സോ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർമുല എന്ത് വരും? ക്വാർട്ടർലി ആയതുകൊണ്ട് 1 plus 0.06 divided by 4 the whole raised to 4 minus 1 into 100. 0.06 divided by 4 plus 1 into 1, 2, 3, 4 minus 1 into 100. Try to answer. No. 6.13%. 6.1363 അങ്ങനെ പോകുന്നുണ്ട്. 6.13%. The next one, our deposit rupees 5,000 rupees at the end of each year for 5 years. And ഈ ക്വസ്റ്റ്യൻ തുടക്കത്തിന് എന്താണ്? 5,000 rupees വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്? ഓരോന്നും എത്ര? എൻഡ് ഓഫ് ദ പീരീഡ് ആണ് 5 ഇയേഴ്സിലേക്ക്. സോ ദാറ്റ് മീൻസ് ആനുവിറ്റി റെഗുലർ. അല്ലെങ്കിൽ ഓർഡിനറി ആനുവിറ്റി. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഓർഡിനറി ആനുവിറ്റി ആണ്. 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഹൗ മച്ച് വുഡ് ഹി റിസീവ് അറ്റ് ദ എൻഡ് ഓഫ് 5th ഇയർ? 5 വർഷം കഴിഞ്ഞുള്ള എമൗണ്ട് ചോദിച്ചിരിക്കുന്നു. ഇത് ആനുവിറ്റി ആണെന്ന് മനസ്സിലായി. 5 വർഷം കഴിഞ്ഞുള്ള എമൗണ്ട് എന്താണ്? ഫ്യൂച്ചർ വാല്യൂ. ദാറ്റ് മീൻസ് നമുക്ക് ഏത് ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഓർഡിനറി annuity. Future value of ordinary annuity. Future value of ordinary annuity. Future value of ordinary annuity. ശ്രദ്ധിക്കാം. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഓർഡിനറി ആനുവിറ്റി നമുക്ക് ഏത് ഫോമുല കൊടുക്കാം? K is equal to P into 1 plus R raised to n minus 1 divided by R. റേറ്റ് കൊടുക്കുക 5,000 into 1.05 raised to 4 minus 1 divided by 0.04 raised to 5. 0.04 റേറ്റ് കൊടുക്കുക 1.04 into equal to times 3, 4, 5 minus 1 divided by 0.04 into 5,000. 30. $5,000 into 1.217 minus 1 divided by 0.04. Ready answer. $27. The round of human 27,125. 27,125. Okay, then. Okay, next. Calculate the present value of an annuity. Rupees
5,000 received annually for 5 years, discount rate 4%. പ്രത്യേകിച്ച് റിസീവ് ചെയ്യുന്നത് എൻഡിലാണോ അല്ലെങ്കിൽ തുടക്കത്തിലാണോ എന്ന് പറയാത്തതുകൊണ്ട് അതെല്ലാം എന്താണ്, ഓർഡിനറി ആനുവിറ്റി ആണ്. ദാറ്റ് മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ordinary annuity, present value of 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 ordinary annuity. So നമുക്ക് ഏത് ഫോർമുല എടുക്കാം? V is equal to P into 1 plus r the whole raised to n minus 1 divided by r into 1 plus r the whole raised to n. So that means അങ്ങനെ എഴുതാം, p by r into simplify ചെയ്യുമ്പോഴത്തേക്കും 1 minus 1 by 1 plus r the whole raised to n. So ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ v is equal to a into p n വെച്ചും ചെയ്യാം. സോ ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p എത്രയാണ്? 5,000 divided by 0.04, 1 minus 1 divided by 1.04 raised to 5. 5,000 divided by 0.04, 1,25,000 into 1 minus 1 divided by 1.04 raised to 5 നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 1.217. സിംപ്ലിഫൈ ചെയ്യാം. 1 divided by 1.217, 1,25,000 into 1 minus 0.822. Third answer. നമ്മൾ ഇതുകൂടെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. APGP നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് നമുക്ക് ഇത്രയും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ജസ്റ്റ് പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്താലേ എക്സാമിന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 25,000 ഇൻറ്റു സോ ആൻസർ എത്ര ആയിട്ട് നോക്കാം? 22,250. 22,250. Next one, a deposit rupees 2,000 rupees at the beginning of every year. 2,000 at the beginning of year. Then annuity due on for 4 years. How much do these accumulate at the end of 4th year? So that means present future value of 4 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് വേണ്ടത്. Therefore future value of annuity due, future value of annuity due എഴുതാം p into 1 plus r the whole raised to n minus 1 divided by r into 1 plus r. $2,000 into 1.04 raised to 4 minus 1 divided by 0.04 into 1.04. So എങ്ങനെ എഴുതാം നമുക്ക്? 2,000 into 1.04 divided by 0.04, then 1.4 the whole raised to 4, 1.04.
0.17 minus 1. So 2000 into 1.04 divided by 0.04 into 0.17. Right? 8,840. Correct exactly. നമുക്ക് 2 ഡിജിറ്റ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നതുകൊണ്ടാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അല്ലെങ്കിൽ ഇതിനോട് അടുത്തൊരു ആൻസർ കിട്ടും, അത് ചോയ്സിൽ നിന്ന് പിക്ക് ചെയ്യുക. കിട്ടിയ ആൻസർ find out the compound value of rupees 2000. Interest rate is 20% compounded continuously for 5 years. So A is equal to P into R raised to N ആണ്. 2000 into E raised to E into R ആണ് 0.20 into 5. That means 2000 into E. That means 2000 into E raised to 1. E യുടെ value 2.7183. 2.1783. Point 7183. നേരത്തെ എഴുതിൽ 17 എഴുതി തോന്നും. ഒന്ന് മാറ്റിയേക്കാം. 2.7183 into 2000. 5436.6. 5436.6. Then next one. A sinking fund is credited for the redemption of debentures of rupees 1,20,000. So 1,20,000 worth debenture redeem cheyanappadana at the end of 25 years. How much money should be provided out of the profit of each for sinking fund if investment can earn interest rate 4%? Sinking fund എന്ന് കണ്ടാൽ ഓർത്തോണം 25 വർഷം കഴിയുമ്പോൾ 1,20,000 വേണം. അതിനായിട്ട് നമ്മൾ എന്താണ് ആനുവിറ്റി ആയിട്ട് പേയ്മെന്റ്സ് കൊടുക്കുകയാണ്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിങ്കിങ് ഫണ്ട് മീൻസ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇവിടെ നമുക്ക് ഓർഡിനറി ആനുവിറ്റി. സോ ഫോർമുല എന്തെടുക്കാം? A is equal to P into 1 plus R the whole raised to n minus 1 divided by R. 1,20,000 is equal to P into 1.04 raised to 25 minus 1 divided by 0.04. 1.04 equal to 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. So and come 2.66. So minus 1 divided by 0.04 equal to
plus 1,20,000 divided by so നമുക്ക് 2,881.43 നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തെടുത്താണ്. നിങ്ങളുടെ മെറ്റീരിയൽ 2,802 ഡിജിറ്റ്സിലേക്കൊക്കെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 2-3 ഡിജിറ്റിലേക്കൊക്കെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 2,890 എന്ന് പറയുന്ന ഒരു ആൻസർ തന്നിരിക്കുന്നു. 2,881.43 ആണ്. സോ കംപ്ലീറ്റ്, അതായത് 1.04 raised to 25 minus 1 അങ്ങനെ എടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ. നെക്സ്റ്റ് വൺ കിട്ടിയ ആൻസർ എല്ലാവർക്കും. A loan of rupees 5,000 is to be paid in 6 equal annual payments. Interest being at 8% compound interest rate. First payment may be made at the after a year. Find the amount of annual installment. So loan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, അത് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ. ദാറ്റ് മീൻസ് ഇന്ന് ലോൺ കിട്ടും, അത് തിരിച്ചടക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ എങ്ങനെ എടുക്കണം എന്നുള്ളത് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ എടുക്കാറ്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ഫോർമാറ്റിൽ ചെയ്യാം. ലോണിൻ്റെ കേസിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി, ഇവിടെ ഓർഡിനറി ആനുവിറ്റി, പേയ്മെൻറ്റ് ബീങ് മെയ്ഡ് അറ്റ് ആഫ്റ്റർ എ ഇയർ, ദാറ്റ് മീൻസ് അറ്റ് ദ എൻഡ്, ഒരു വർഷം കഴിഞ്ഞിട്ട്. P is equal to A into അല്ലെങ്കിൽ P into PNI. So that means 5,000 is equal to 5,000 is equal to P. 5,000 is equal to P. ആണ് കണ്ടുപിടിക്കേണ്ടത്. പി എൻ എ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്യുക. പി എൻ എ കണ്ടുപിടിക്കേണ്ടത് പി എൻ എത്രയാണ്? 6, ഐ 0.08. സോ ദാറ്റ് മീൻസ് ഇത് കണ്ടുപിടിക്കാനായിട്ട് പി ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ അല്ലെങ്കിൽ ഐ 1.08 എത്ര ടൈംസ്? ഈക്വൽ ടു 6 ടൈംസ്. ദെൻ ജി ടി എടുക്കുക, അല്ലെങ്കിൽ ആ വലിയ ഫോമുല എടുക്കുക, പി എൻ ഐയുടെ വലിയ ഫോമുല എടുക്കുക. നമുക്ക് ബെറ്റർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പെട്ടെന്ന് ആൻസർ കിട്ടാനായിട്ട് ഇപ്പോൾ 25 അത്രയും ടൈംസ് ഒക്കെ അടിച്ച് നമുക്ക് എടുത്ത് വാല്യൂ എടുത്ത് കിട്ടുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു ഫോർമാറ്റാണ്. ഓർത്ത് വെച്ചേക്കാം. പി എൻ ഐ, എൻ പീരീഡ്സിൻ്റെ എണ്ണം പ്ലസ് ഐ ഇൻട്രസ്റ്റ് റേറ്റ്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇതെങ്ങനെ എടുക്കാം? 1 ഡിവൈഡ് ബൈ 1.08, 1 2 3 4 5 6. ദെൻ ജി ടി അടിക്കുക കാൽക്കുലേറ്ററിൽ. സോ ദാറ്റ് മീൻസ് 5,000 equal to P into PNA value 4.62287966 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് P is equal to 5,000 divided by 1,081.57. സോ റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 1,082 എന്ന് റൗണ്ട് ഓഫ് ചെയ്യാം. 1,082. Okay, അല്ലേ? Next question. We invested rupees in a bond whose value is 20,000 rupees and matures in 15 years. The interest rate is 6% semi-annually and requires a return of 13%. Find out the current price of bond. So bond in the price. So bond in the price കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ബോണ്ടിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ബോണ്ട് സോ ഒരു 20,000 വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ വരുന്ന ബോണ്ടാണ്. 15 വർഷം കഴിയുമ്പോഴാണ് മെച്യൂർ ആകുന്നത്. ദാറ്റ് മീൻസ് ഇഷ്യൂ എന്ന കമ്പനി 20,000 കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് തരും. 15 വർഷത്തേക്ക് സെമി ആനുവലി 6% തരുന്നത്. നമ്മൾ റിക്വയർ ചെയ്യുന്നത് 13% ആണെങ്കിൽ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കണം. ബോണ്ടിൻ്റെ ഇന്നത്തെ വാല്യൂ.
സോ 20,000 ആണ് വാല്യൂ. സെമി ആനുവലി ആയതുകൊണ്ട് സെമി ആനുവലി ഉണ്ട് 6 നോക്കാൻ എടുക്കാം. 0.06 ഡിവൈഡഡ് ബൈ 2 0.03 കിട്ടും. 15 ഇയേഴ്സ് സെമി ആനുവലി ആയതുകൊണ്ട് ടോട്ടൽ പീരീഡ് n എന്ന് പറഞ്ഞ് നമുക്ക് എത്ര എടുക്കാം? 15 × 2 30. സോ നമുക്ക് ഒരു പീരീഡിലേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ബോണ്ടിൻ്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 20,000 × 0.03 ദാറ്റ് മീൻസ് 600. സോ ഇങ്ങനെ 600 നമുക്ക് എത്ര ടൈംസ് കിട്ടും? 30 പീരീഡിൽ നമുക്ക് 600 റുപ്പീസ് വെച്ച് കിട്ടും. നമ്മൾ ഈ ചെയ്താൽ 15 വർഷം കഴിയുമ്പോൾ എന്തുകൂടെ കിട്ടണം? 20,000 കൂടെ കിട്ടണം. ദാറ്റ് മീൻസ് 600 വെച്ചിട്ട് എത്ര ടൈം? 600 എത്ര ടൈംസ് ആണ്? 30 ടൈംസ്. എല്ലാ വർഷവും ഓരോ വർഷം കഴിയുമ്പോൾ 600 കിട്ടുക. മീൻസ് 30 തവണ 30 പീരീഡ് 6 മാസം കൂടുമ്പോൾ 600 വെച്ച് കിട്ടുക. മീൻസ് അതെന്തായിട്ട് മാറി? ഒരു ആനുവിറ്റി ആയിട്ട് മാറി. അതിൻ്റെ ബോണ്ടിൻ്റെ വാല്യൂ മീൻസ് ഇതിൻ്റെ എല്ലാം, ഈ കിട്ടുന്നതിൻ്റെ എല്ലാം ഇന്നത്തെ വാല്യൂ. സോ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? ഇന്ന് 20,000 മുടക്കിയാൽ 600 വെച്ചിട്ട് നമുക്ക് 30 തവണ കിട്ടും. 6 മാസം കൂടുമ്പോഴല്ല, അങ്ങനെ 30 തവണ കിട്ടും. ദാറ്റ് മീൻസ് അതൊരു ആനുവിറ്റി ആയിട്ട് മാറി. ആനുവിറ്റി ആണ് ഇത്. ദെൻ നമുക്ക് എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് 15 ഇയേഴ്സ് കഴിയുമ്പോൾ ബോണ്ടിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് എത്ര കിട്ടും? ഒരു 20,000 റുപ്പീസ് കിട്ടും. ബട്ട് കമ്പനി തരുന്നത് 6% സെമി ആനുവലി ആണ്. ബട്ട് നമ്മൾ റിക്വയർ ചെയ്യുന്ന എത്രയാണ്? 13% ആണ്. സോ 13% എന്ന് പറയുമ്പോഴത്തേക്കും സെമി ആനുവലി എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 0.13 ഡിവൈഡഡ് ബൈ 2 0.065 വേണം. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്നതിൻ്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ചെയ്യണം. ഒന്ന് ആനുവിറ്റി ആണ്. സോ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ബോണ്ട്, കറണ്ട് പ്രൈസ് ഓഫ് ബോണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ എഴുതാം. കറണ്ട് പ്രൈസ് ഓഫ് ബോണ്ട്. കറണ്ട് പ്രൈസ് ഓഫ് ബോണ്ട് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? 600 രൂപ വെച്ച് 30 ടൈംസ്. സോ നമുക്ക് ആനുവിറ്റി റെഗുലറിൻ്റെ ഓർഡിനറി ആനുവിറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഏത് ഫോമിൽ യൂസ് ചെയ്യാം? P × PNI. ദെൻ ഏറ്റവും എൻഡിൽ കിട്ടുന്ന ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ ഉള്ള 20,000, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ 20,000 ഡിവൈഡഡ് ബൈ 1 + R the whole raised to n. സോ ഇവിടെ 600 × P, n 30 ആണ്, I 0.065 ആണ്, പ്ലസ് 20,000 divided by 1.065 raised to 30. ഫസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ 600 × EPNI കണ്ടുപിടിക്കാൻ 1 ഡിവൈഡ് ബൈ 1.065 അടിക്കുക. ഈക്വൽ എത്ര ടൈംസ്? 30 ടൈംസ്. 30 തവണ ഈക്വൽ അടിച്ചിട്ട് GT ആ കിട്ടുന്നത് × 600 പ്ലസ് അടുത്ത വാല്യൂ 20,000 ഡിവൈഡഡ് ബൈ 1.065 raised to 30. 1.065 raised to 30. So that implies, അങ്ങനെ എഴുതാം, 1 ഡിവൈഡഡ് ബൈ 1.065. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. GT അടിക്കുക × 600. 7,835. 5.20 പ്ലസ് നോക്കുകയാണെങ്കിൽ 1.065 into equal 2 times 3, 4, 5, 6, 7, 8, 9, 10, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 20,000 divided by a value 3,023.6
7835.2 10,858.92. സോ റൗണ്ട് ഓഫ് ഡിഫറൻസ് നമ്മൾ നോർമൽ ഫോർമുലയിൽ ചെയ്യുമ്പോൾ ഉള്ള റൗണ്ട് ഓഫ് ഡിഫറൻസ് ഒരു ഇത് ഞാൻ ഫുള്ള് എടുത്താണ്. എന്താ വെച്ചാൽ 2 ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് വരാം. 10,800 സംതിങ് ആയിരിക്കും 64 അപ്രോക്സിമേറ്റ്ലി എന്ന് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ പറഞ്ഞിരിക്കുന്നു. സോ ആൻസർ 10,800 സംതിങ് ആയിരിക്കും. Okay, then next question. A company has rupees 20 lakhs, 6% debentures outstanding today. The company has to redeem the debentures after 5 years and is establishes a sinking fund to provide for the redemption. Sinking fund investments earns 10%. The investment are made at the end of each year. What annual payment must be the firm that needs rupees 20 lakh available on the designed date. So എത്ര വേണം? 20 lakh rupees വേണം. എന്നാണ് വേണ്ടത്? ഇന്നാണോ? എന്ത് വേണ്ടിയാണ്? 6% ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാനായിട്ടാണ്. 5 years കഴിയുമ്പോഴാണ് വേണ്ടത്. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി എന്താണ്? 5 years കഴിയുമ്പോൾ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട്. ദാറ്റ് മീൻസ് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് investments are made at the end of each years. That means sinking fund. Sinking fund എന്ന് കണ്ടാൽ ഓർത്തോണം എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഓർഡിനറി ആനുവിറ്റി. ഓർഡിനറി ആനുവിറ്റിയുടെ ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടാൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഓർഡിനറി ആനുവിറ്റി. സോ ദാറ്റ് ഇംപ്ലൈസ് future value is equal to P into 1 plus R raised to N minus 1 divided by R. Future value അറിയാം നമുക്ക് 20 lakhs ആണ് വേണ്ടത്. ഈക്വൽ ടു P ആണ് കണ്ടുപിടിക്കേണ്ടത്. 1. ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നത് 10% ആണ്. 6% ഡിബഞ്ചേഴ്സ് ആണ്. അത് ആ 6% കൊണ്ടിടുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ക്രക്സ്. 1.1 0 raised to 5 minus 1 divided by 0.10. So that implies P equal 1.1 into equal 2 times 3, 4, 5 minus 1 divided by 0.1. 20 lakh divided by 3,27,594.96. So the round of difference ആണ് exactly 2 digits ആയിട്ട് 2 or 3 digits ആയിട്ട് മെറ്റീരിയൽ റൗണ്ട് ഓഫ് ആയിരിക്കും. അതിൻ്റെയാണ് ആ ഡിഫറൻസ് കാണിക്കുന്നത്. 3,27,332 എന്ന് എടുത്തിരിക്കുന്നു. റൗണ്ട് ഓഫ് ചെയ്യാതെ ഫുൾ വാല്യൂ എടുത്താണ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ 3,27,000 സംതിങ് ആയിരിക്കും നമ്മുടെ ആൻസറിൽ. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും അടുത്ത് വരുന്നത് നിങ്ങളുടെ ബുക്കിലെല്ലാം തന്നെ 2 ഡിജിറ്റ് 3 ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആൻസർ പറയാം. സിങ്കിങ് ഫണ്ടിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ. സിങ്കിങ് ഫണ്ടിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ. The sinking fund is credited to replacing a machinery for rupees 54,000 after 25 years. The scrap value of machine at the end of the period is 4,000. How much should be set aside from the profit of each year sinking fund when the rate of interest compounded is 5%? So ഇവിടെ നോക്കാം. മെഷീനറി റീപ്ലേസ് ചെയ്യണം. 54,000 വരുന്ന മെഷീനറി റീപ്ലേസ് ചെയ്യണം. 25 വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഒരു എക്സ്പെക്ടേഷൻ കൂടെ ഉണ്ട്. എന്താണ് അത്? ആ പീരീഡിൽ 25 വർഷം കഴിയുമ്പോൾ ആ മെഷീനറി വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് 4,000 രൂപ കിട്ടും. ദാറ്റ് മീൻസ് 54,000 രൂപയുടെ മെഷീനറി മേടിക്കണം. 4,000 രൂപ ഓൾറെഡി കയ്യിലുള്ളത് എഫക്റ്റ് വരും. ദാറ്റ് മീൻസ് 50,000 വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ
replacement cost equal to rupees 54,000. Scrap after 25 years rupees 4,000. പക്ഷേ എത്ര വരും? 50,000 ആണ് നമുക്ക് എമൗണ്ട് റിക്വയർഡ്. സോ 25 വർഷം കഴിഞ്ഞ് മെഷീനറി റീപ്ലേസ് ചെയ്യാനായിട്ട് എത്ര വേണം? 50,000 rupees ആണ് വേണ്ടത്. സോ ദാറ്റ് മീൻസ് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട എത്രയൊക്കെയാണ്? ഫ്യൂച്ചർ വാല്യൂ ആയിട്ടുള്ള 50,000 വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കോമ്പൗണ്ട് റേറ്റ് എത്രയാണ്? 5%. സോ സിങ്കിങ് ഫണ്ട് എമൗണ്ട് ഇതാണ്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ P into 1 plus R the whole raised to n minus 1 divided by R. 50,000 is equal to P into 1.05 raised to 25 minus 1 divided by 0.05. 0.05 ചെയ്ത ആൻസർ പറയാമോ? $1.05 into equal 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. 3.38 minus 1 divided by 0.05. അടിക്കുക. 3.38 minus 1 divided by 0.05. Right to 1050.42. So ഏകദേശം 1050 rupees ആണ്. ഔട്ട് ഓഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് നിങ്ങളുടെ മെറ്റീരിയൽ 1046.9 വന്നിരിക്കുന്നത്. സോ നമുക്ക് റൗണ്ട് ഓഫ് എത്ര വരും? 1050 rupees ഈച്ച് ഇയർ ഒരു 5% ഇൻട്രസ്റ്റ് കിട്ടുന്ന അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ 25 വർഷം കഴിയുമ്പോൾ എത്രയാണ്? 50,000 rupees. $1,050. Okay, then next question. വണ്ണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് ആൻസർ പറയാമോ? സോ ഇതാണ് നോക്കാം. 54,000 ആണ് വാല്യൂ വരുന്നത്. 25 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മെഷീനറി വിൽക്കുമ്പോൾ 4,000 രൂപ കിട്ടും. അങ്ങനെ 50 അപ്പോൾ 4,000 രൂപ കയ്യിലുണ്ട്. 54,000 രൂപയാണ് 25 വർഷം കഴിയുമ്പോൾ ടോട്ടൽ വേണ്ടത്. അതുകൊണ്ട് നമുക്ക് 50,000 rupees മതി. അതാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്യുകയാണ് സിങ്കിങ് ഫണ്ട്. സോ സിങ്കിങ് ഫണ്ട് കണ്ടാൽ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. സോ P ഇൻറ്റു 1 plus I the whole raised to n minus 1 divided by R. R 5% ആണെന്ന് ഇട്ട് കൊടുത്തു. 1.05 കാൽക്കുലേറ്ററിൽ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാം. ചെയ്ത് 1.05 into equal 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. 3.386 അങ്ങനെ കിട്ടും. 3.386 അല്ലെങ്കിൽ 38 എന്ന് എടുത്തു ഞാൻ. then minus 1 ഡിവൈഡ് ബൈ 0.05 കിട്ടി. അതിന് എന്ത് ചെയ്തു? നേരെ 50,000 കൊണ്ട് 50,000 ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു.
3.38 minus 1 divided by 0.05 അടിക്കുക. അത് നേരെ കാൽക്കുലേറ്ററിൽ എം പ്ലസ് ചെയ്താൽ 47.6 കിട്ടും. ദാറ്റ് മീൻസ് 50,000 ഡിവൈഡഡ് ബൈ 47.6 എടുത്തപ്പോഴാണ് 1050 കിട്ടിയത്. 1050 ഓക്കെ ആണോ? Next one. A company has issued a bond having face value of rupees 1 lakh rupees carrying annual interest rate of 8% and maturing in 10 years. The market rate is 10%. Calculate the price of bond. ഇത് നമ്മൾ ചെയ്ത പോലെ തന്നെ ബോണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ 1 lakh rupees ബോണ്ടാണ്, 8% ആണ്. 1 lakh rupees ബോണ്ട് 8%. സോ 1 lakh rupees ബോണ്ട് 8% ആണ്. 10 years എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബോണ്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് മേടിച്ചാൽ നമുക്ക് കമ്പനി എത്ര 8% വെച്ച് തരും 10 വർഷം. 1 lakhൻ്റെ 8%, 8,000 വെച്ച് കിട്ടും നമുക്ക് 8 years. 8,000 for 10 years. എല്ലാ വർഷവും 10 വർഷവും എങ്കിലും എത്രയാണ്? 8,000 rupees വെച്ച് കിട്ടും. ദാറ്റ് മീൻസ് അതെന്തായിട്ട് മാറി? ഒരു ആനുവിറ്റിയാണ് അല്ലേ? 8,000 വെച്ചിട്ട് 10 വർഷം. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കണം. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് annuity, ordinary annuity, present value of ordinary annuity. Then bond 10 വർഷം കഴിയുമ്പോൾ എന്താണ്? ഞാൻ 1,000 rupees 1 lakh rupees കൊടുത്താലാണ് നമുക്കിത് കിട്ടുന്നത്. 10 വർഷം കഴിഞ്ഞ് എന്താണ്? ആ പറയുന്ന ഫണ്ടും തിരിച്ചു തരും. സോ ദാറ്റ് മീൻസ് 10th ഇയറിൽ എനിക്ക് എന്ത് കിട്ടും? 1 lakh rupees കൂടെ കിട്ടും. സോ ദാറ്റ് മീൻസ് ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 1 lakh divided by 1.10 the whole raised to 10. Present value of single cash flow, ഒറ്റ cash flow. അതായത് ആനുവിറ്റി അല്ലാത്തത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ, ആനുവിറ്റി അല്ലാത്തതിൻ്റെ കണ്ടുപിടിക്കണം. സോ ദാറ്റ് മീൻസ് പ്രൈസ് ഓഫ് ബോണ്ട് അല്ലെങ്കിൽ വാല്യൂ, പ്രൈസ് ഓഫ് ബോണ്ട് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? രണ്ട് കാര്യങ്ങൾ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓർഡിനറി ആനുവിറ്റി പ്ലസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓർഡിനറി ആനുവിറ്റി കണ്ടുപിടിക്കാൻ 8,000 ഇൻറ്റു പി എത്രയാണ്? 10. ഐ ഓൾസോ 0.10 പ്ലസ് 1 lakh divided by 1.10 raised to 10. നമ്മുടെ കാൽക്കുലേറ്റർ ട്രിക്കാണിത്. 8,000 ഇൻറ്റു ആ ഒരു വലിയ ഫോമുല യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് 1 പ്ലസ് 1.1 raised to 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു 10 1.1 raised to 10 എന്നുള്ള വലിയൊരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. 1 ഡിവൈഡഡ് ബൈ 1.1 ഈക്വൽ ടു 10 ടൈംസ് ഈക്വൽ അടിക്കുക. ദെൻ ജി ടി പ്ലസ് 1 lakh divided by 1.10 raised to 10 ഒന്ന് ചെയ്തിട്ട് ഏകദേശം ഒരു ആൻസർ പറയാമോ? ഗ്രൗണ്ട് ഔട്ട് ഡിഫറൻസ് ആണ് മെറ്റീരിയൽ, ബട്ട് ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്തിട്ട് ഫുൾ എടുത്ത് ചെയ്യുക. ബിക്കോസ് അതാണ് നമുക്ക് കാൽക്കുലേറ്ററിൽ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ നല്ലത്. റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് വീണ്ടും ആ ഫിഗർ എടുത്ത് കാൽക്കുലേറ്ററിൽ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടി വരും. അത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒന്ന് സോൾവ് ചെയ്ത് ആൻസർ പറയാമോ?
Okay, 1 divided by 1.1, 1 2 3 4 5 6 7 8 9 10, then GT into 8000, 49,156.5368 plus 1.1 into equal 2 times 3 4 5 6 7 8 9 10, 1 lakh divided by 38,554.33. So 87,710.86, 87,710. സോ നിങ്ങളുടെ ബുക്കിൽ അത് 2 3 4 ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഒരു കറക്റ്റ് റൗണ്ട് ഓഫ് ഫിയർ എടുത്തിരിക്കുന്നത് 87,000 സംതിങ് വരുന്നതായിരിക്കും നമുക്ക് ചോയ്സിൽ ഏറ്റവും അടുത്ത് കിട്ടുക. ചോയ്സ് തരികയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏറ്റവും അടുത്ത് വരുന്ന ഒരു ചോയ്സ് പിക്ക് ചെയ്യാവുന്ന രീതിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ ആണോ? Next one. R borrows ₹1,000 for ₹1,000 for 1 year at 12% annual interest compounded monthly. Find his monthly payment. Find his monthly payment. Borrow ചെയ്തിരിക്കുന്നത് 1000 ആണ്. Borrow means loan. Borrow ചെയ്യുക means loan. ഇതിൻ്റെ application ആണ് present value for every is for 1 year at 12% annual interest compounded monthly. Find his monthly payment. So V is equal to A into or P into PNI. Thousand is equal to P into PN. 12 ആണ് ഐ അല്ലെങ്കിൽ 6. 0.12 divided by 12. 0.12 divided by 12 equal to 0.01. 0.01. So that means 1000 is equal to P into 1 divided by 1.01 equal to 12 times then GT. 12 times GT. So P കണ്ടുപിടിക്കാനായിട്ട് നേരെ കാൽക്കുലേറ്ററിൽ 1 divided by 1.01, 1 2 3 4 5 6 7 8 9 10 11 12 times GT. 12 times equal അടിക്കുക, then GT വരെ മെമ്മറി പ്ലസ് ചെയ്യുക. 1000 divided by MRC equal 88.85. സോ നിങ്ങളുടെ ബുക്കിൽ റൗണ്ട് ചെയ്തിരിക്കുന്നതാണ് 89.45 എന്നുള്ളത്. 88.85, 89.45 റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും 89. സോ ആൻസർ 89. അതുമായിട്ട് വരുന്ന ആൻസർ ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സാമിന് പിക്ക് ചെയ്യാം. 88.85. 88.85. Okay. Then next one. A
A sinking fund is created by investing rupees 3,500 half yearly. Find the amount of fund after 6 years assuming that interest rate is 4%. ഒന്ന് സോൾവ് ചെയ്യാവോ? A sinking fund is created by investing 3,500 half yearly. Yearly അല്ല, half yearly. Then find the amount of fund after 6 years. 6 years. So നോക്കാം, 3,500 half yearly. So 4% per annum ആണ്. Therefore റേറ്റ് എത്ര വരും? 0.04 ഡിവൈഡഡ് ബൈ 2, 0.02 വരും. അങ്ങനെ എത്ര വർഷം? ഹാഫ് ഇയർലി 6 years. ദാറ്റ് മീൻസ് ടോട്ടൽ പീരീഡ്, ടോട്ടൽ പീരീഡ്സ് ഈക്വൽ ടു 2 × 6 12. ഇനി ഒന്ന് ചെയ്തിട്ട് സിങ്കിങ് ഫണ്ട് എത്രയായിരിക്കും ഒന്ന് പറയാമോ? സിങ്കിങ് ഫണ്ട്. സോ എത്ര എമൗണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിങ്കിങ് ഫണ്ട് കോൺട്രിബ്യൂഷൻ നടത്തിയത്? ആൻസർ പറയാമോ? സോ സിങ്കിങ് ഫണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി. സോ ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. പി നമുക്കറിയാം, 3,500 ഇൻറ്റു 1 പ്ലസ് ആർ എത്രയാണ്? 0.02 റേസ്ഡ് ടു 12 പീരീഡ്സ് ആണ്, -1 ഡിവൈഡഡ് ബൈ 0.02. സോ കാൽക്കുലേറ്റർ ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യാം. 3,500 ഇൻറ്റു 1.02 raised to 12 minus 1 divided by 0.02. 1.02 into equal to times 3, 4, 5, 6, 7, 8, 9, 10, 11, 12 minus 1 divided by 0.02 into 3,500. 46,942.31. So that means 46,940 rupees. No, അല്ലെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ 935 എന്നാണ് കിടക്കുന്നത്. സോ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ആകാം. സോ ഇതിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോയ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും അടുത്ത് വരുന്ന, അല്ലെങ്കിൽ ഈ റൗണ്ട് ഓഫ് ഡിഫറൻസിൽ ഈ വരുന്ന ആൻസറിന് ഏതാണെങ്കിലും മാർക്ക് കിട്ടുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? സിങ്കിങ് ഫണ്ട് ഉണ്ട്. സിങ്കിങ് ഫണ്ടിൻ്റെ കേസിൽ എപ്പോഴും നമ്മൾ പീരീഡാണ് 6%, 4% സെമി ആനുവലി, ഹാഫ് ഇയർലി ആണ്. Therefore 2% ആയി പീരീഡിലേക്ക് അങ്ങനെ 6 വർഷം, അത് 6 മാസം കൂടിയിട്ട് അങ്ങനെ 6 വർഷം പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 12 പീരീഡ്സ് പേയ്മെൻറ്റ്സ് ഉണ്ട്. 12 പീരീഡ്സിലേക്ക് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അറ്റ് ദ എൻഡ് ഓഫ് സോ ആൻഡ് സോ പീരീഡ് കഴിയുമ്പോൾ ഈ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ വെച്ചിട്ടുള്ള സിങ്കിങ് ഫണ്ട് എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ആ എമൗണ്ട് എത്രയാണ് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ പറയാം. A company intends to create a sinking fund to replace at the end of 20 years asset costing rupees 25 lakh. Calculate the amount to be retained out of profit every year if the interest rate is 8%. ഒന്ന് സോൾവ് ചെയ്യാമോ? 20 വർഷം കഴിയുമ്പോൾ 25 ലക്ഷം രൂപ വേണം. 8% ഇൻട്രസ്റ്റ് റേറ്റിൽ എന്താണ് സിങ്കിങ് ഫണ്ട്? അതിനകത്തേക്ക് ഓരോ വർഷവും ഇടേണ്ട പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുക മീൻസ് റീറ്റെയിൻ ചെയ്യുക മീൻസ് ഓരോ വർഷവും 8% ഇൻട്രസ്റ്റ് തരുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് ഓരോ വർഷവും ആനുവിറ്റി ആയിട്ട് എത്ര അടയ്ക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ സിങ്കിങ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി, ഓർഡിനറി ആനുവിറ്റി, ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഓർഡിനറി ആനുവിറ്റി. ഒന്ന് സോൾവ് ചെയ്ത് ആൻസർ പറയാമോ?
സോ ഫ്യൂച്ചർ വാല്യൂ ഫോർമുല annuity, ഓർഡിനറി annuity അല്ലെങ്കിൽ annuity റെഗുലർ ആയതുകൊണ്ട് P ഇൻറ്റു 1 പ്ലസ് R റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ R. സോ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ അറിയാം 25 lakhs. is equal to P ആണ് കണ്ടുപിടിക്കേണ്ടത്, മാറ്റി വെക്കേണ്ട, ഓരോ വർഷവും മാറ്റി വെക്കേണ്ട എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ R എത്രയാണ്? R 0.08, എന്നോ 20. So that means 1.08 raised to 20 minus 1 divided by 0.08. ഒന്ന് സോൾവ് ചെയ്ത് ആൻസർ ഒന്ന് പറയാമോ? P equal to ഇതൊരു മേനൊരു 1.08 into equal to times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. $25 lakhs divided by മെറ്റീരിയൽ പോലെ സിംപ്ലിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇൻറ്റു 0.08 4.661 minus 1. So that implies 25 lakhs into 0.08 divided by 3.661. 54,629.88. That means 54,630. 54,630. 54,630. Yeah. So 1.08 raised to 20. റൗണ്ട് ഓഫ് ചെയ്യുന്നില്ലെങ്കിൽ ഒറ്റയടിക്ക് കാൽക്കുലേറ്റർ എങ്ങനെയാണെന്ന് ചെയ്യാം. നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആൻസർ ചോയ്സിൽ നിന്ന് പിക്ക് ചെയ്യാം. സോ ഇത്രയാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട എപ്പോഴും സിങ്കിങ് ഫണ്ടും 10% എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് ഇതിൽ നിന്ന് സിങ്കിങ് ഫണ്ടിൻ്റെയാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് മെറ്റീരിയൽ ചെയ്ത് കാണുന്നത്. സോ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോർമുല പ്ലസ് നമ്മുടെ ഒരു ഫോർമാറ്റിൽ കാൽക്കുലേറ്റർ ട്രിക്ക്, ബിക്കോസ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ ആ കാൽക്കുലേറ്റർ ട്രിക്കാണ് നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നത് ടൈം ലിമിറ്റിൽ ആൻസറിലേക്ക് എത്താനായിട്ട്. ആ ചോയ്സിൽ നിന്ന് ഏറ്റവും അടുത്ത് വരുന്ന റൗണ്ട് ഓഫ് ഡിഫറൻസ് വെച്ചിട്ട് ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ പിക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് നോർമലി ചോയ്സ് തരിക. സോ ഇത്രയാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് പ്ലസ് ആനുവിറ്റി. നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അറിയില്ല, ഞാൻ നോർമൽ കാൽക്കുലേറ്ററിൽ നമുക്ക് ആൻസർ കിട്ടും. അതിനകത്ത് ആ GTയും പറഞ്ഞ ഫോർമാറ്റിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്ക് നോർമൽ കാൽക്കുലേറ്റർ ആണ് ഇത് കണക്ക് 0 lakhs വരുന്ന കേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നത്. അവിടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമെങ്കിൽ ഓക്കെ, അത് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് റൈസ് ടു 20 ഒക്കെ അതിനകത്ത് പെട്ടെന്ന് കിട്ടും. ബട്ട് നോർമലി അല്ലാത്ത കാൽക്കുലേറ്റർ ആണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ 1.08 എടുക്കുക, ഇൻറ്റു ഈക്വൽ അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മീനിങ് 1.08 ഇൻറ്റു 1.08 നമ്മൾ 2 times, ദെൻ ഒന്നുകൂടി ഈക്വൽ അടിക്കുമ്പോഴത്തേക്കും അതായത് ഇൻറ്റു 1.08 ആണ് മീനിങ് 3 വരും. അങ്ങനെ 20 - 1 ഡിവൈഡ് ബൈ 0.08. ദെൻ 2 lakh 25 lakhനെ അതുകൊണ്ടല്ല ഡിവൈഡ് ചെയ്യുന്നത്, നേരെ കാൽക്കുലേറ്ററിലെ M പ്ലസ് മെമ്മറിയിലേക്ക് പ്ലസ് ചെയ്യുക. 25 lakh ഡിവൈഡ് ബൈ MRC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്സ്. സോ ഓക്കെ, നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. പറഞ്ഞതുപോലെ നോട്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.